സോ നമുക്ക് എക്കണോമിക്സിൻ്റെ പഠനം തുടരാം. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനെ പറ്റിയിട്ടാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആദ്യമായി തന്നെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനിലെ ലാൻഡ് ആൻഡ് ലേബർ എന്നുള്ളൊരു ടോപ്പിക്കാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൻ്റെ വിഷയം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് നടന്ന PSC എക്സാമുകളിൽ ഈ ഒരു കോൺസെപ്റ്റുമായിട്ട് ബന്ധപ്പെട്ട എന്തൊക്കെ ചോദ്യങ്ങൾ വന്നു എന്നുള്ളതെന്ന് നമുക്ക് നോക്കാം. ഉൽപാദന ഘടകങ്ങളുടെ ഡിമാൻഡ് ഏതാണ്? ഡയറക്റ്റ് ഡിമാൻഡ്, ഡിറൈവ് ഡിമാൻഡ്, ഡിമാൻഡ്, ഇവയെല്ലാം. ഇത് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ എക്സാമിനേഷന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അടുത്തത് നമ്മുടെ ഡിഗ്രി പ്രിലിം സ്റ്റേജ് 1-ന് കഴിഞ്ഞ വർഷങ്ങളിൽ ചോദിച്ച മറ്റൊരു ചോദ്യമാണ്. എമംഗ് ദ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ദ പാസീവ് വൺസ് ഇൻക്ലൂഡ് ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ബോത്ത് ലാൻഡ് ആൻഡ് ക്യാപിറ്റൽ. അപ്പോൾ ഈ ഒരു ചോദ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നമ്മുടെ ഉത്തരം തരുന്ന ക്ലാസ് ആണ് ഇനി ഇവിടെ നടക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് എന്താണ് പ്രൊഡക്ഷൻ എന്നുള്ളത് ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കാം. എന്താണ് പ്രൊഡക്ഷൻ? പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന പ്രോസസ്സിനെയാണ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് SCERT ക്ലാസ് 6-ൻ്റെ അകത്ത് പ്രൊഡക്ഷൻ പ്രോസസ്സിനെ പറ്റി അവർക്ക് പറയാനുള്ളത് എന്നൊന്ന് നമുക്ക് നോക്കാം. വാട്ട് ഈസ് പ്രൊഡക്ഷൻ ആസ് പെർ ദ SCERT ബുക്ക് എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത്. പ്രൊഡക്ഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ക്രിയേറ്റിംഗ് ഗുഡ്സ് ആൻഡ് സർവീസസ്. എന്താണ്? ക്രിയേഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടു സാറ്റിസ്ഫൈ ദ ഹ്യൂമൻ വാണ്ട്സ്. മനുഷ്യന്മാരുടെ ആവശ്യങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാക്കുന്നതാണ് ആരുടെ ജോലി? പ്രൊഡക്ഷൻ്റെ ജോലി. നൗ വാട്ട് ഈസ് പ്രോഡക്റ്റ്? പ്രോഡക്റ്റ് ഈസ് ദ റിസൾട്ട് ഓഫ് ദ പ്രൊഡക്ഷൻ പ്രോസസ്. പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? പ്രൊഡക്ഷൻ പ്രോസസ്സിൻ്റെ റിസൾട്ട് ആണെന്നാണ് ആര് പറയുന്നത്? നമ്മുടെ SCERT ക്ലാസ് 6 പറയുന്നത്. അപ്പോൾ ഓർമ്മിക്കുക, പ്രൊഡക്ഷൻ എന്താണെന്നും അതുപോലെ തന്നെ എന്താണ് പ്രോഡക്റ്റ് എന്നുള്ളതും SCERT ക്ലാസ് ബുക്കിൻ്റെ അകത്ത്, ടെക്സ്റ്റ് ബുക്കിൻ്റെ അകത്ത്, 6ാം ക്ലാസ്സിൻ്റെ ബുക്കിൻ്റെ അകത്ത് പറയുന്നതാണ്. ഇനി അതേപോലെ തന്നെ അതേ ക്ലാസ് ടെക്സ്റ്റ് ബുക്കിൽ മറ്റൊരു ആസ്പെക്റ്റ് പറയുന്നുണ്ട്. എന്തൊക്കെയാണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്നുള്ളത്? അപ്പോൾ അവർ പറയുന്നത് എന്താണ്? ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻറ്റു 4. 4 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഉണ്ട്. പ്രൊഡക്ഷനെ സഹായിക്കുന്ന ഫാക്ടേഴ്സ് ആയിട്ട് 4 കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണ് ആ 4 കാര്യങ്ങൾ? ലാൻഡ് ഉണ്ട്, ലേബർ ഉണ്ട്, ക്യാപിറ്റൽ ഉണ്ട്, ഓർഗനൈസേഷൻ ഉണ്ട് അല്ലെങ്കിൽ ഓർഗനൈസർ ഉണ്ട് അല്ലെങ്കിൽ ഓൺട്രപ്രീന്യൂർ ഉണ്ട് എന്നുള്ളതാണ് SCERT പാഠപുസ്തകം പറഞ്ഞു തരുന്നത്. അടുത്തതായി നമുക്കൊന്ന് നോക്കാം ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്നുള്ളൊരു കോൺസെപ്റ്റുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ആസ്പെക്റ്റുകൾ എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ആദ്യമായി തന്നെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? പ്രൊഡക്ഷൻ ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ ക്രിയേഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഫോർ ദ ഫുൾഫിൽമെൻറ്റ് ഓഫ് ഹ്യൂമൻ നീഡ്സ്. നമ്മൾ ഓൾറെഡി അത് പറഞ്ഞു കഴിഞ്ഞു. ആൾക്കാരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ, ഗുഡ്സും സർവീസസും ഉണ്ടാക്കുന്നതാണ് എന്തിൻ്റെ ജോലി? പ്രൊഡക്ഷൻ്റെ ജോലി. അപ്പോൾ ആ പ്രൊഡക്ഷനിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ടിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? പ്രോഡക്റ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ പ്രൊഡക്ഷനെ സഹായിക്കുന്ന, ഈ പ്രൊഡക്ഷൻ പ്രോസസ്സിനെ സഹായിക്കുന്ന ഫാക്ടേഴ്സിനെയാണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒരു കാര്യമുണ്ട്, പ്രൊഡക്ഷൻ നടക്കണമെങ്കിൽ നമുക്ക് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ വേണം. ആ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ വച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളൊരു കാര്യം പറയുന്നു. അപ്പോൾ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ പ്രൊഡക്ഷൻ നടത്തുന്ന ഏതൊരാൾക്കും എന്ത് വേണം കയ്യിൽ? അവരുടെ കയ്യിൽ ക്യാപിറ്റൽ ഉണ്ടായിരിക്കണം, അവരുടെ കയ്യിൽ ലേബർ ഉണ്ടായിരിക്കണം. അവരുടെ കയ്യിൽ ക്യാപിറ്റൽ ഉണ്ടായിരിക്കണം, അവരുടെ കയ്യിൽ ലേബർ ഉണ്ടായിരിക്കണം, അവർക്ക് ആവശ്യത്തിന് ലാൻഡ് വേണം. ഇതെല്ലാം ഓർഗനൈസ് ചെയ്യാനായിട്ടൊരു ഓൺട്രപ്രീന്യൂർ അവരുടെ ഒപ്പം ഉണ്ടായിരിക്കണം. ഇത്രയും ആസ്പെക്റ്റാണ് നമ്മളിവിടെ കാണുന്നത്. ഇനി നമ്മുടെ ഒരു ആസ്പെക്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ 4 തരത്തിലുള്ള ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനെ പറ്റി പറഞ്ഞു. ഈ 4 തരത്തിലുള്ള ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, അതായത് ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓൺട്രപ്രീന്യൂറിനെ എക്കണോമിസ്റ്റുകൾ വീണ്ടും എന്ത് ചെയ്തിട്ടുണ്ട്? ഡിവിഷൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ലാൻഡും ലേബറും ഈ 2 ഫാക്ടേഴ്സും ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്യാപിറ്റൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അവരുദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു മെഷീൻ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ലേബർ വച്ചിട്ട് നമുക്കൊരു മെഷീൻ ഉണ്ടാക്കാനായിട്ട് പറ്റും അല്ലേ? അതുപോലെ തന്നെ ഒരു രൂപയുടെ നിർമ്മാണത്തിനും എല്ലാം നമുക്കൊരു ലേബറിൻ്റെ ആവശ്യമുണ്ട്. പണ്ട് മാർക്സ് പറഞ്ഞിട്ടുണ്ട്, ലോകത്തുള്ള എല്ലാ ക്യാപിറ്റലും ഒരു തരത്തിൽ നോക്കുകയാണെങ്കിൽ ഡെഡ് ലേബർ ആണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അല്ലേ? അതായത് എന്ത് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിലും അതിന് ലേബറിൻ്റെ ഒരു ആവശ്യമുണ്ട് എന്നുള്ളൊരു കാര്യം നമ്മൾ ഓർമ്മിക്കണം. അതുപോലെ തന്നെ ഓൺട്രപ്രീന്യൂർ ആരാണെന്നാണ് പറയുന്നത്? ഓൺട്രപ്രീന്യൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹ്യൂമൻ റിസോഴ്സ് ആണ്.
ഹു പെർഫോംസ് ആൻഡ് കൺട്രോൾസ് ദ ബിസിനസ്. അതായത് അദ്ദേഹം ഒരു മനുഷ്യനാണ്, അയാളുടെ ജോലി എന്താണ്? ഹീ ഈസ് ആക്ച്വലി കോർഡിനേറ്റിംഗ് ദ എൻറ്റയർ എക്കണോമിക് ആക്ടിവിറ്റീസ് ഓഫ് പ്രൊഡക്ഷൻ. ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്ന, ഇതിനെല്ലാം മാനേജ് ചെയ്യുന്ന ഒരു ഇന്നോവേഷൻ എല്ലാം ഉള്ള ഒരാളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഓൺട്രപ്രീനുവർ എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ പറയുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ലാൻഡും ലേബറുമാണ് നമ്മളെ സംബന്ധിച്ച് പ്രൈമറി ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. കാരണം ഇത് രണ്ടും വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്യാപിറ്റൽ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഇതേ ലേബർ തന്നെയാണ് ആരായിട്ട് മാറുന്നത്? ആ ലേബർ എന്ന് പറയുന്ന ഒരു വ്യക്തി ആയിരിക്കുമല്ലോ, അയാൾക്ക് തന്നെ എന്തായിട്ട് മാറാനുള്ള ഒരു സവിശേഷതയുണ്ട്, ഒരു ഓൺട്രപ്രീനുവർ ആയിട്ട് മാറാനുള്ള ഒരു സവിശേഷതയുണ്ട്. അപ്പോൾ ലാൻഡിനെയും ലേബറിനെയും നമ്മൾ പ്രൈമറി ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് വിളിക്കുന്നു. ഒപ്പോൾ നമ്മുടെ ഓൺട്രപ്രീനുവർ ആൻഡ് ക്യാപിറ്റൽ എന്നുള്ള ഒരു കോൺസെപ്റ്റ്, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനെ നമ്മൾ സെക്കൻഡറി ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് വിളിക്കുന്നു. അങ്ങനെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ രണ്ട് തരത്തിലുണ്ട്, പ്രൈമറി ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനും സെക്കൻഡറി ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനും. പ്രൈമറി ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ലാൻഡ് ആൻഡ് ലേബർ ആണ്. അതേസമയം ക്യാപിറ്റലും ഓൺട്രപ്രീനുവറുമാണ് സെക്കൻഡറി ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു ആസ്പെക്റ്റ് നമുക്ക് നോക്കാം. എന്താണ് അടുത്ത ആസ്പെക്റ്റ് എന്ന് പറയുന്നത്? നമ്മുടെ എക്കണോമിയിൽ എപ്പോഴാണ് നമ്മൾ തൊഴിലാളികളെ നമുക്ക് എപ്പോഴാണ് ആവശ്യം വരുന്നത്? ഇപ്പോൾ ഒരു ബേക്കറി നടത്തുന്ന ആൾ, അവിടെ നന്നായിട്ട് ബേക്കറിയുടെ സാധനങ്ങൾ വിറ്റ് പോകുമ്പോൾ അയാൾക്ക് വീണ്ടും ഒരു കുക്കിൻ്റെ ആവശ്യമുണ്ട്. അല്ലെങ്കിൽ ഒരു ഫാക്ടറി നടത്തുന്നു, അവിടെ ധാരാളം ആൾക്കാർ വന്ന് ആ ഫാക്ടറി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഔട്ട്പുട്ട് വാങ്ങിക്കുന്ന ഒരു ടെക്സ്റ്റൈൽ ഫാക്ടറി ആണെങ്കിൽ ടെക്സ്റ്റൈൽ വാങ്ങിക്കാൻ ആളുണ്ടെങ്കിൽ നാച്ചുറലി അവിടെ തയ്യൽക്കാരുടെ ആവശ്യം വേണ്ടി വരും. അപ്പം നമ്മൾ കാണുന്നത് എന്താണ്? എപ്പോഴാണോ നമ്മുടെ ഡിമാൻഡ് ഫോർ ഗുഡ്സ് ആൻഡ് സർവീസസ് കൂടുന്നത് അപ്പോഴൊക്കെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന് ഡിമാൻഡ് കൂടുന്നു. എപ്പോഴൊക്കെയാണോ അത് കുറയുന്നത്, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനും അപ്പോഴൊക്കെ ഡിമാൻഡ് കുറയുന്നു. അതായത് ഡിമാൻഡ് ഫോർ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്, അതായത് എന്തോ ആയിക്കോട്ടെ, ലാൻഡ് ആയിക്കോട്ടെ, ലേബർ ആയിക്കോട്ടെ, ക്യാപിറ്റൽ ആയിക്കോട്ടെ, ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ്റെ ഡിമാൻഡിനെ നമ്മൾ ഡിറൈവ്ഡ് ഡിമാൻഡ് എന്നാണ് പറയുന്നത്. എന്തുകൊണ്ട് അത് ഡിറൈവ്ഡ് ഡിമാൻഡ് ആകുന്നു? കാരണം ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്താണ് ചെയ്യുന്നത്? ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ വിൽ ബി കോൺട്രിബ്യൂട്ടിംഗ് ടു ക്രിയേഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്, അല്ലേ? ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ ഉൽപാദനത്തിന് വേണ്ടിയിട്ടുള്ള സഹായമാണ് ഇവർ ചെയ്യുന്നത്. അപ്പൊ ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ ഡിമാൻഡ് കൂടുമ്പോൾ അപ്പോഴാണ് എന്തിന്റെ ഡിമാൻഡ് കൂടുന്നത്? ഫാക്ടേഴ്സിന് വേണ്ടിയിട്ടുള്ള ഡിമാൻഡ് കൂടുന്നത്. അപ്പോൾ ഈ ഡിമാൻഡിൽ നിന്ന് ഡിറൈവ്ഡ് ആയിട്ടുള്ള ഒരു ഡിമാൻഡാണ് എന്തിനുള്ളത്? ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഉള്ളത് എന്നുള്ളത് നിങ്ങൾ ഓർമ്മിക്കുക. ക്ലിയർ ആണോ? അപ്പോൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന്റെ ഡിമാൻഡ് എന്ന് പറയുന്നത് എന്താണ്? ഡിറൈവ്ഡ് ഡിമാൻഡ് ആണ്. അപ്പോൾ വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരാൾ, ആ ഒരു തൊഴിലാളിയെ നമ്മൾ ജോലിക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ അയാൾ ജോലി ചെയ്ത് കൊണ്ടുണ്ടാക്കുന്ന ഔട്ട്പുട്ട് വാങ്ങിക്കാൻ ആരെങ്കിലും വേണം, അല്ലേ? അല്ലാതെ നമ്മൾ ഒരിക്കലും ഇപ്പോൾ ഒരു ഹോട്ടലിൽ ഒരു സെയിൽസും ഇല്ലാതിരിക്കുന്ന ഹോട്ടൽ, ആരെങ്കിലും ആ ഹോട്ടലിലേക്ക് ഒരു ഷെഫിനെ, ഒരു 2-3 ഷെഫിനെയും കൂടി അപ്പോയിൻ്റ് ചെയ്യോ? ഇല്ല. കാരണം അവിടെ വാങ്ങിക്കാൻ ആളില്ല. പിന്നെ എന്താണ് ഷെഫിൻ്റെ പർപ്പസ് എന്നുള്ളൊരു കാര്യം. അപ്പം ഓർമ്മിക്കുക, ഡിമാൻഡ് ഫോർ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് എന്ത് ഡിമാൻഡാണ്? ഡിറൈവ്ഡ് ഡിമാൻഡാണ് എന്നുള്ളൊരു കാര്യം ഓർമ്മിക്കുക. മാത്രമല്ല, ഒരിക്കലും നമ്മൾ ഒരു ഫാക്ടർ ഓഫ് പ്രൊഡക്ഷനെ അതിൻ്റെ തന്നെ സേക്കിനായിട്ട് നമ്മൾ ഡിമാൻഡ് ചെയ്യുന്നില്ല. അത് വെച്ച് ഉണ്ടാക്കുന്ന ഗുഡ്സ് ആൻഡ് സർവീസസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇത്തരം ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ വേണമെന്ന് പറയുന്നത്. ഇനി മറ്റൊരു കാര്യം, ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്തിനാണ് ഈ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ പങ്കാളിയായിട്ട് മാറുന്നത്? ഒരു സന്തോഷത്തിനായിട്ടാണോ? അല്ല, അവർക്കതിൽ നിന്ന് റിവാർഡ്സ് കിട്ടുന്നുണ്ട്. ഓൾ ദി ഫാക്ടേഴ്സ് ഇൻവോൾവ് ഇൻ ദി പ്രൊഡക്ഷൻ പ്രോസസ് ഗെറ്റ് റിവാർഡ്സ്. ആ റിവാർഡ്സ് കണക്കാക്കിയിട്ടാണ്, ആ റിവാർഡ്സിന് വേണ്ടിയിട്ടാണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്തിൽ പങ്കാളിയായി മാറുന്നത്? നമ്മുടെ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ പങ്കാളിയായിട്ട് മാറുന്നത്. അപ്പോൾ അടുത്തൊരു ചോദ്യം വരികയാണ്, എന്താണ് ഇവരുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്ന കാര്യം? ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ്റെ പൊതുവെയുള്ള ക്യാരക്ടറിസ്റ്റിക്സിനെ പറ്റിയിട്ടാണ് നമ്മളൊന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഓർമ്മിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഇവരുടെ പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സിൽ ആദ്യത്തെ കാര്യം, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആർ ജോയിൻലി യൂസ്ഡ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് എ കമോഡിറ്റി. നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഏതെങ്കിലും ഒരു ഫാക്ടർ എടുത്തിട്ട് മാത്രം നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. ചിലപ്പോൾ സേ ഫോർ എക്സാമ്പിൾ, ഒരു ടീച്ചറിൻ്റെ ജോലിയിൽ ഒരു ലേബർ മാത്രം മതിയാകുമായിരിക്കും. പക്ഷെ അതേസമയം ഒരു ടീച്ചർ ഓൺലൈൻ ക്ലാസ് എടുക്കുകയാണെങ്കിൽ ആ ടീച്ചർ മാത്രം പോരാ, അവിടെ ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം, ഒരു സ്റ്റുഡിയോ, ഈ സെറ്റപ്പ് എല്ലാം അവിടെ വേണം, അല്ലേ? അപ്പോൾ പലതരത്തിലുള്ള ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഒരുമിച്ച് വരുമ്പോഴാണ് നമുക്ക് ഈ പ്രൊഡക്ഷൻ നടത്താൻ പറ്റുന്നു എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. അപ്പോൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ പലപ്പോഴും എന്താണ്? ജോയിൻലി യൂസ്ഡ് ഇൻ ദി പ്രൊഡക്ഷൻ ഓഫ് എ കമോഡിറ്റി. നിങ്ങളൊന്ന് നോക്കിയേ, ഒരു തയ്യൽക്കടയിൽ
തയ്ക്കാൻ കഴിവുള്ളൊരു ചേച്ചി ഉണ്ടെങ്കിൽ ആ ചേച്ചിക്ക് ഒരു തയ്യൽ മെഷീൻ മാത്രം പോരാ അല്ലേ, ഇരിക്കാനൊരു സ്ഥലം വേണം, അതൊരു ലാൻഡാണ്. അപ്പോൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആർ ജോയിൻലി യൂസ്ഡ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് എ കമോഡിറ്റി എന്നുള്ളൊരു കാര്യം ഓർമ്മിക്കുക. രണ്ടാമത്തത് എന്താണ്? വേരിയബിൾ ഫാക്ടർ പ്രപ്പോർഷൻസ്. എന്താണ് ഈ വേരിയബിൾ ഫാക്ടർ പ്രപ്പോർഷൻസ് എന്ന് പറയുന്നത്? ഇപ്പോൾ ഒരു ഫാക്ടറി ഉണ്ട്, ആ ഫാക്ടറിയുടെ ബിൽഡിങ്ങിൻ്റെ അകത്ത് ഏകദേശം 100 തൊഴിലാളികളെ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു ബിൽഡിംഗ് ആണ്. അപ്പോൾ ഇപ്പം അതിൻ്റെ അകത്ത് ഒരു 20 തൊഴിലാളികളെ ഉള്ളൂ. അപ്പോൾ അവിടെയുള്ള ഒരു ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്ന ലാൻഡായിട്ടുള്ള ആ ഒരു ബിൽഡിംഗ് അവിടെ ഉണ്ട്, അതിന് 100 പേരെ ഉൾക്കൊള്ളാനുള്ള കപ്പാസിറ്റി ഉണ്ട്. പക്ഷെ സ്റ്റിൽ അത് അവിടെ തന്നെ ഉണ്ട്, അതൊരു ഫിക്സഡ് നേച്ചറിൽ നിൽക്കുന്ന ഒരു ബിൽഡിംഗ് ആണെന്ന് വെച്ചോളൂ. ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ വീണ്ടും വീണ്ടും തൊഴിലാളികളെ കൂടുതലായിട്ട് കൂട്ടിക്കൊണ്ട് വരികയാണ്. അപ്പോൾ അവിടെ എന്ത് നടക്കുകയാണ്? വേരിയബിൾ ഫാക്ടർ പ്രപ്പോർഷൻസ് നടക്കുകയാണ്. നമ്മൾ ഫാക്ടേഴ്സിൻ്റെ അളവിനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ആ ഫാക്ടേഴ്സിൻ്റെ അളവിനെ നമ്മൾ ചേഞ്ച് ചെയ്യുന്നതിന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ് വേരിയബിൾ ഫാക്ടർ പ്രപ്പോർഷൻസ്. നമ്മൾ ഒരു ലേബറിന് പകരം 2 ലേബറിനെ എംപ്ലോയ് ചെയ്യുന്ന ഒരു കാര്യത്തിന് വേണ്ടി. നമ്മൾ പണ്ടെല്ലാം പഠിക്കാറില്ലേ, മതിൽ കെട്ടാനായിട്ട് 5 ആൾക്കാരുണ്ടപ്പോൾ, അല്ലെങ്കിൽ 6 ആൾക്കാരായി, അല്ലെങ്കിൽ 2 ആൾക്കാരും കൂടി കൂടുതലായിട്ട് വന്നു എന്നുള്ള അത്തരത്തിലുള്ള വേരിയബിൾ ഫാക്ടർ പ്രപ്പോർഷൻസ്. നമ്മൾ പ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള ഫാക്ടേഴ്സിൻ്റെ അളവിനെ ചേഞ്ച് ചെയ്യുന്നതിനെയാണ് വേരിയബിൾ ഫാക്ടർ പ്രപ്പോർഷൻസ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് മൂന്നാമത്തെ കാര്യം എന്താണ്? ഒരു ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഉള്ള ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഉണ്ട്. പലപ്പോഴും പല ഫാക്ടേഴ്സിനും എന്തുണ്ട്? ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഉണ്ട് എന്നുള്ളൊരു കാര്യം നമ്മൾ ചിന്തിക്കുക. ലാൻഡ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ നമ്മുടെ ലേബർ ആയിക്കോട്ടെ, അതിനെല്ലാം ഒരു ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഫിസിക്കൽ ക്യാപിറ്റലിനും എന്തുണ്ട്? ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഉണ്ട് എന്നുള്ളൊരു കാര്യം ഓർമ്മിക്കുക. പക്ഷെ അതേസമയം തന്നെ ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. സേ ഫോർ എക്സാമ്പിൾ, ക്യാപിറ്റൽ പഠിക്കുമ്പോൾ തന്നെ നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമാണ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്. ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇൻടാഞ്ചിബിൾ ആണ്, അതിൻ്റെ ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഉണ്ടാവണം എന്നില്ല. പക്ഷെ പൊതുവേ എന്ന് പറയുമ്പോൾ ജനറലായിട്ട് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ത് നമ്മൾ കാണുന്നുണ്ട്? ഒരു ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഉണ്ട് എന്നുള്ളത് നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ ഫാക്ടേഴ്സിൻ്റെ എല്ലാം സർവീസസ് ഉപയോഗിക്കുന്നുണ്ട്. ഓരോ ഫാക്ടറും ഓരോ രീതിയിലുള്ള സർവീസാണ് നമുക്ക് തരുന്നത്. ഒരു മെഷീൻ നമ്മുടെ പ്രൊഡക്ഷനെ കുറച്ചും കൂടി എഫിഷ്യൻസി ആക്കുന്നു, നമ്മുടെ ടൈം യൂസിനെ കുറച്ചും കൂടി കുറയ്ക്കുന്നു. അതുപോലെ തന്നെ ലേബർ കുറേ രീതിയിലുള്ള വാല്യൂ ഇൻകോർപ്പറേഷൻ ഒരു പ്രൊഡക്ഷൻ്റെ അകത്ത് ചെയ്യുന്നു. അപ്പോൾ യൂസ് ഓഫ് ഫാക്ടേഴ്സ് സർവീസസ് എന്നുള്ളതാണ് മറ്റൊരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ് നമ്മുടെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. അടുത്തത് എന്താണ്? ഡിമാൻഡ് ഫോർ എ ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ ഡിറൈവ്ഡ് ആണ്. അത് നമ്മൾ ഓൾറെഡി കണ്ടതാണ്. ഡിമാൻഡ് ഫോർ എനി ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ ഈസ് ഡിറൈവ്ഡ്. അപ്പോൾ ഈ പറഞ്ഞ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറിസ്റ്റിക്സ്. അടുത്തത് എന്താണ്? ഓൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആർ നോട്ട് ഈക്വലി മൊബൈൽ. അത് നിങ്ങൾക്ക് തന്നെ അറിയാം. ഞാനിപ്പോൾ ഒരു കട നടത്തുകയാണ്. ആ കടയിൽ ഒരു മെഷീൻ ഞാൻ സ്ഥാപിച്ചു. എൻ്റെ കട എന്ന് പറയുന്നത് സേ ഫോർ എക്സാമ്പിൾ റബ്ബർ ഷീറ്റിനെ ഒന്ന് നേരെയാക്കി കട്ടെല്ലാം ചെയ്ത് തരുന്ന ഒരു മെഷീനുള്ളൊരു കടയാണ്. ആ മെഷീൻ്റെ മൊബിലിറ്റി എന്ന് പറയുന്നത് ഓക്കെ, അത് മൊബൈലാണ്. പക്ഷെ അതേസമയം എൻ്റെ കടയിലേക്ക് ഞാൻ ഒരാളിനെ അപ്പോയിൻ്റ് ചെയ്തു, മറ്റൊരാളിനെ അപ്പോയിൻ്റ് ചെയ്തു. അയാൾ കുറച്ച് നാൾ എൻ്റെ കടയിൽ നിന്നിട്ട് അയാൾ മാറിപ്പോയി. സോ ദാറ്റ് ലേബർ ഈസ് ഓൾസോ ഹാവിങ് മൊബിലിറ്റി, ദാറ്റ് മെഷീൻ ഈസ് ഓൾസോ ഹാവിങ് മൊബിലിറ്റി. പക്ഷേ അതിൻ്റെ ആ മൊബിലിറ്റിയുടെ എന്താണ് രീതി അല്ലെങ്കിൽ അതിനെടുക്കുന്ന സമയമെല്ലാം വ്യത്യസ്തപ്പെട്ടിരിക്കും. എന്താണ് മൊബിലിറ്റി എന്ന് പറയുന്നത്? ഒരു ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകാനുള്ള അവരുടെ ഒരു അവസ്ഥയെ നമ്മൾ പറയുന്ന കോൺസെപ്ച്വലൈസ് ചെയ്യുന്ന വേർഡാണ് മൊബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനും ഒരുപോലെ മൊബൈലല്ല. ഏറ്റവും നല്ല എക്സാമ്പിൾ, ഞാനൊരു ലേബറാണ്, ഞാനൊരു ടീച്ചറാണ്. എനിക്കിപ്പോൾ ഇന്ന് US പോയി പഠിപ്പിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ എനിക്ക് പോകാനായിട്ട് ധാരാളം റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അപ്പം ലേബർ മൊബിലിറ്റി അവിടെ എന്താ പ്രശ്നം? അവിടെ റെസ്ട്രിക്റ്റഡ് ആണ് ലേബർ എന്നുള്ള നിലയിലുള്ള എൻ്റെ മൊബിലിറ്റി. അതേപോലെ തന്നെ ചിലപ്പം മറ്റൊരു രാജ്യത്ത് കണ്ടുപിടിച്ച ഒരു ടെക്നോളജി, ഒരു ക്യാപിറ്റൽ, ഒരു മെഷീൻ, അത് ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യാൻ ചില മെഷീൻസ് നമുക്ക് എളുപ്പമായിട്ട് ഇറക്കുമതി ചെയ്യാൻ പറ്റും, ചിലത് നമുക്ക് അത്ര പെട്ടെന്നൊന്നും ഇറക്കുമതി ചെയ്യാനായിട്ട് പറ്റണമെന്നില്ല. അപ്പം മൊബിലിറ്റി എന്താണ്? എല്ലാ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനും ഈക്വലായിട്ടുള്ള ഒരു മൊബിലിറ്റി ഉണ്ടാവണമെന്നില്ല എന്നുള്ളൊരു പോയിൻ്റാണ് അടുത്ത നമ്മുടെ ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി അടുത്തത് നമ്മളൊരു കോൺസെപ്റ്റാണ് ലാൻഡ്. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനിലെ ആദ്യത്തെ കോൺസെപ്റ്റാണ് എന്തെന്ന് പറയുന്നത്? ലാൻഡ്. അപ്പോൾ എന്താണ് ലാൻഡ്? ലാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ എല്ലാ തരത്തിലുമുള്ള നാച്ചുറൽ റിസോഴ്സസ് വിച്ച് ആർ യൂസ്ഡ് ഇൻ ദ പ്രൊഡക്ഷൻ പ്രോസസ് ഈസ് നോൺ ആസ് ലാൻഡ്. സോ വാട്ട് ഈസ് ലാൻഡ്? All natural resources used in the production process are implied in the term land. അപ്പോൾ
ഈ എർത്തിലുള്ള എല്ലാ റിസോഴ്സസിനെയും നമ്മൾ എന്തായിട്ട് കരുതുന്നു? ലാൻഡായിട്ട് കരുതുന്നു എന്നുള്ളതാണ് ഇവിടെ ഓർക്കേണ്ട കാര്യം. ഇനി ലാൻഡാണ് ഏറ്റവും ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള പ്രൈമറി ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ. ഏറ്റവും ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള പ്രൈമറി ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ എന്താണ്? ലാൻഡ് തന്നെയാണ്. അടുത്തത് എന്താണ്? ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. ഓൾ നാച്ചുറൽ റിസോഴ്സസ് ഫൗണ്ട് ഓൺ ദ സർഫസ് ഇൻ ദ അറ്റ്മോസ്ഫിയർ ആൻഡ് അണ്ടർഗ്രൗണ്ട് ഓഫ് ദ എർത്ത് ആർ കൺസിഡേർഡ് ആസ് ലാൻഡ് ഇൻ ടേംസ് ഓഫ് പ്രൊഡക്ഷൻ. ഇപ്പോൾ ചിലപ്പോഴെല്ലാം നമ്മൾ മിനറൽസ് എക്സ്ട്രാക്ട് ചെയ്യും. അത് സർഫസ് ഓഫ് ദി എർത്ത് ആവണം എന്നില്ല, അത് അണ്ടർഗ്രൗണ്ടിലായിരിക്കും ഉണ്ടാവുന്നത്. ബട്ട് ഇറ്റ് ഈസ് സ്റ്റിൽ കൺസിഡേർഡ് ടു ബി പാർട്ട് ഓഫ് എന്താണ്? ലാൻഡിൻ്റെ പാർട്ടായിട്ടാണ് നമ്മളതിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് മൈനിങ്ങിനെയും മറ്റും നമ്മൾ പ്രൈമറി ആയിട്ടുള്ളൊരു സെക്ടറായിട്ട് എക്കണോമിയിൽ കണക്കാക്കുന്നത്. സോ ലാൻഡ് എന്ന് പറയുന്നത് എന്താണ്? എല്ലാ നാച്ചുറൽ റിസോഴ്സസ് ദാറ്റ് ബിലോങ് ടു ദ എർത്ത് വിച്ച് ഈസ് യൂസ്ഡ് ഇൻ ദ പ്രൊഡക്ഷൻ പ്രോസസ് ഈസ് കൺസിഡേർഡ് ടു ബി ലാൻഡ്. അടുത്തത് എന്താണ്? ഈ നാച്ചുറൽ റിസോഴ്സസിൽ എന്തൊക്കെ ഉൾപ്പെട്ടിരിക്കുന്നു? സോയിൽ, വാട്ടർ, ഫോറസ്റ്റ്, എയർ, മിനറൽസ്, കോൾ, സ്നോ, വൈൽഡ് ലൈഫ്, സീസ് എല്ലാം തന്നെ ലാൻഡ് എന്നുള്ളൊരു ആസ്പെക്റ്റിൻ്റെ അകത്ത് നമ്മൾ ചേർത്ത് വയ്ക്കുന്നതാണ്. അടുത്തത് എന്താണ് നമ്മൾ പറയുന്നത്? ലാൻഡിന് എന്താണ് കിട്ടുന്ന റിവാർഡ്? ലാൻഡിന് കിട്ടുന്ന റിവാർഡാണ് എന്ത്? റെൻറ്റ്. ലാൻഡിന് കിട്ടുന്ന റിവാർഡിൻ്റെ പേരെന്താണ്? റെൻറ്റ്. നമുക്ക് തന്നെ അറിയാം, നമുക്കൊരു ഭൂമിയുണ്ട്. ആ ഭൂമി നമ്മൾ ആർക്കെങ്കിലും കൊടുക്കുകയാണെങ്കിൽ ആ ഭൂമിക്ക് അവരെന്ത് തരും? എന്തെങ്കിലും നമ്മളിപ്പോൾ വാടകയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അവർ വാടക തരും അല്ലേ? അപ്പോൾ ആ വാടകേനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റെൻറ്റ് എന്ന് പറയുന്നത്. ചില ബുക്കുകളിലെല്ലാം റെൻ്റൽ ഇൻകം എന്നെല്ലാം പറയുന്നുണ്ട്. അത് നിങ്ങൾ കാര്യമാക്കേണ്ട. റെൻ്റൽ ഇൻകം എന്ന് പറഞ്ഞാലും റെൻ്റ് എന്ന് പറഞ്ഞാലും എല്ലാം ലാൻഡിന് കിട്ടുന്ന റിവാർഡാണെന്നുള്ളത് ഓർത്തിരുന്നാൽ മതി. ഇനി അടുത്തൊരു ആസ്പെക്റ്റ് എന്ന് പറയുന്നത് ലാൻഡിൻ്റെ കുറച്ച് പ്രത്യേകതകളെ പറ്റി നമുക്ക് നോക്കാം. അതായത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലാൻഡ് ആസ് എ ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ എന്താണെന്നുള്ളത് നമ്മൾ നോക്കുകയാണ്. ഒന്ന്, ലാൻഡിൻ്റെ കാര്യത്തിലുള്ളൊരു വലിയ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ എന്താണ്? ലാൻഡിൻ്റെ അവൈലബിലിറ്റി ഫിക്സഡ് ആണ് അല്ലേ? നമുക്കൊരിക്കലും ലാൻഡിനെ ഇൻക്രീസ് ചെയ്യാൻ പറ്റില്ല. ഈ ഭൂമിയിൽ എത്ര ലാൻഡ് ഉണ്ടോ അത്രയും ലാൻഡ് ഇവിടെ ഉള്ളൂ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ലാൻഡിനെ ആവശ്യക്കാരൻ്റെ ഒരു രീതിക്കനുസരിച്ച് സപ്ലൈ കൂട്ടാനായിട്ടുള്ളൊരു സ്കോപ്പ് ലാൻഡിൻ്റെ കാര്യത്തിലില്ല. ലാൻഡിൻ്റെ അവൈലബിലിറ്റി അല്ലെങ്കിൽ ലാൻഡിൻ്റെ സപ്ലൈ എന്ന് പറയുന്നത് ഏറെക്കുറെ എന്താണ്? ഫിക്സഡ് ആയിട്ടുള്ളൊരു കാര്യമാണ് എന്നുള്ളത് ഓർമ്മിക്കുക. നമുക്ക് ലാൻഡിനെ വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും ഉപയോഗിക്കാം. അതുകൊണ്ടാണ് ഇപ്പോൾ ഇന്ത്യയിൽ ലാൻഡ് ലിമിറ്റഡ് ആണ്. അപ്പോൾ എന്ത് പറ്റും? ഇതേ ലാൻഡിൽ വേണം ഇവിടെ പാവപ്പെട്ടവർക്ക് ജീവിക്കാനുള്ള വീടുകൾ ഉണ്ടാക്കേണ്ടത്. ഇതേ ലാൻഡ് വെച്ചിട്ടാണ് അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ ചെയ്യേണ്ടത്. അപ്പോൾ ഒരു വലിയ പ്രോബ്ലമാണ്. ലാൻഡിൻ്റെ അകത്ത് ആൾക്കാർ അതിന് വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടികൂടുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തുന്നു. ഒരു കൂട്ടർക്ക് അവിടെ ഫ്ലാറ്റുകൾ കെട്ടിപ്പൊക്കണം, വേറൊരു കൂട്ടർക്ക് ജീവിക്കാനുള്ള ലാൻഡ് വേണം, വേറൊരു കൂട്ടർക്ക് കൃഷി ചെയ്യാനുള്ള ലാൻഡ് വേണം. അപ്പം ലാൻഡ് എന്തുകൊണ്ടാണ് എപ്പോഴും ഒരു കണ്ടസ്റ്റേഷൻ ഓഫ് സ്ട്രഗിൾ ആയിട്ട് മാറുന്നത്? പലപ്പോഴും പല സ്ട്രഗിൾസിൻ്റെയും അടിസ്ഥാനം തന്നെ ലാൻഡാണ്. കാരണം ലാൻഡ് ഫിക്സഡ് ആണ് എന്നുള്ളൊരു കാര്യം നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. എത്രമാത്രം ഡിമാൻഡ് കൂടി എന്ന് പറഞ്ഞിട്ട് നമുക്കതിൻ്റെ സപ്ലൈ കൂട്ടാൻ പറ്റാത്തൊരു റിസോഴ്സാണ് എന്തെന്ന് പറയുന്നത്? ലാൻഡ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ആസ്പെക്റ്റ് എന്താണ്? ലാൻഡിന് ഇമ്മൊബിലിറ്റി ഉണ്ട്. എന്താണ് ഈ ഇമ്മൊബിലിറ്റി എന്ന് പറയുന്നത്? നമുക്ക് ഇപ്പോൾ ശരി ഇന്ത്യയിൽ ലാൻഡില്ല, കുറച്ച് ലാൻഡ് സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് എടുക്കാം എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ലാൻഡ് എടുത്ത് മാറ്റാൻ പറ്റുമോ നമുക്ക്? അല്ല, കേരളത്തിന് ലാൻഡ് കുറവാണ് എന്ന് കരുതി ഞാൻ കുറച്ച് ലാൻഡ് രാജസ്ഥാനിൽ ധാരാളം ലാൻഡ് കിടക്കുന്നു അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എടുക്കാം എന്ന് പറഞ്ഞ് നമുക്ക് എടുക്കാനായിട്ട് പറ്റത്തില്ല. ബിക്കോസ് ഇറ്റ് കനോട്ട് ബി ഫിസിക്കലി ട്രാൻസ്പോർട്ടഡ് ഫ്രം വൺ പ്ലേസ് ടു അനദർ. ലാൻഡ് ഈസ് ഇമ്മൂവബിൾ. വൈ ഇമ്മൂവബിൾ? ബിക്കോസ് ഇറ്റ് കനോട്ട് ബി ഫിസിക്കലി ട്രാൻസ്പോർട്ടഡ് ഫ്രം വൺ പ്ലേസ് ടു അനദർ. അതാണ് ലാൻഡിൻ്റെ രണ്ടാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത്, ഇമ്മൊബിലിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റ്. അടുത്തത് എന്താണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്? അടുത്ത ആസ്പെക്റ്റ് എന്ന് പറയുന്നത് അതൊരു പ്രൈമറി ആൻഡ് പാസീവ് ഫാക്ടർ ഓഫ് പ്രൊഡക്ഷനാണ്. ലാൻഡ് ഒരു പ്രൈമറി ഫാക്ടർ ആണെന്നുള്ളത് നമ്മൾ കണ്ടു. കാരണം എന്ത് പ്രൊഡക്ഷൻ ആണെങ്കിലും ബേസിക്കലി അത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ലാൻഡിൽ നിന്ന് തന്നെയാണ്. അപ്പം നിങ്ങൾ ചോദിക്കുക, ഇന്നത്തെ കാലത്ത് മറ്റേ BPO ഉണ്ടല്ലോ, ഈ ഓൺലൈനായിട്ടുള്ള കുറേ സർവീസസ് ഉണ്ടല്ലോ. ഓർമ്മിക്കുക, അതിനും നമ്മളൊരു കെട്ടിടം കെട്ടിപ്പൊക്കി അതിൻ്റെ അകത്തുള്ളൊരു സെറ്റപ്പിൽ നിന്നാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ പലപ്പോഴും ലാൻഡ് ഈസ് എ പ്രൈമറി ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ ബിക്കോസ് ഓൾമോസ്റ്റ് എവറി പ്രൊഡക്ഷൻ സ്റ്റാർട്ട്സ് ഫ്രം ദെയർ. അടുത്തത് എന്താണ്? ഇറ്റ് പ്രൊവൈഡ്സ് ദ
ബേസ് ആൻഡ് ദ റോ മെറ്റീരിയൽസ് ഫോർ ഓൾ അതർ എക്കണോമിക് ആക്ടിവിറ്റീസ്. എല്ലാ എക്കണോമിക് ആക്ടിവിറ്റീസിനും വേണ്ടിയിട്ടുള്ള ബേസ് കൊടുക്കുന്നു, അതിന് വേണ്ടിയിട്ടുള്ള അവർക്ക് വേണ്ടിയിട്ടുള്ള ഇൻപുട്സ് ആയിട്ടുള്ള റോ മെറ്റീരിയൽസ് എല്ലാം ലാൻഡ് കൊടുക്കുന്നു. ലാൻഡ് ഈസ് ഓൾസോ എ പാസീവ് ഫാക്ടർ. ഒരു പാസീവ് ഫാക്ടറായിട്ടാണ് നമ്മൾ എന്തിനെ കരുതുന്നത്? ലാൻഡിനെ കരുതുന്നത്. അപ്പോൾ എന്താണ് ഈ പാസീവ് ഫാക്ടർ എന്ന് പറയുന്നത്? പാസീവ് ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫാക്ടർ ഓഫ് പ്രൊഡക്ഷന് ഒറ്റയ്ക്ക് നിന്ന് സ്വയം ഒരു കാര്യം ഉൽപ്പാദിപ്പിക്കാൻ പറ്റത്തില്ല. ഇറ്റ് കനോട്ട് പ്രൊഡ്യൂസ് എനിത്തിങ് ഓൺ ഇറ്റ്സ് ഓൺ ആണ് പാസീവ് ഫാക്ടർ. എന്താണ് പാസീവ് ഫാക്ടർ? വാട്ട് യു മീൻ ബൈ പാസീവ് ഫാക്ടർ? ഇറ്റ് കനോട്ട് പ്രൊഡ്യൂസ് എനിത്തിങ് ഓൺ ഇറ്റ്സ് ഓൺ. സ്വന്തമായി ഒന്നും പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാത്ത ഒരാൾ, അതിനെയാണ് പാസീവ് ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ലാൻഡിന് നാച്ചുറലി ആരുടെ ആവശ്യമുണ്ട്? മറ്റ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനെയും കൂടി സഹായം എടുത്തിട്ടാണ് ലാൻഡ് എന്ത് ചെയ്യുന്നത്? പ്രൊഡക്ഷൻ്റെ പങ്കാളിയായിട്ട് മാറുന്നത്. അതായത് ഒരു പാടം വെറുതെ കിടക്കുന്നു, ആ പാടത്ത് വെറുതെ കിടന്നു കഴിഞ്ഞാൽ അവിടെ നെല്ലുണ്ടാവില്ല. ആ നെല്ലുണ്ടാവണം എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ എന്ത് ചെയ്യണം? വിത്ത് വിതയ്ക്കാൻ ഒരു ലേബർ വേണം. അതുപോലെ തന്നെ നമ്മൾ ആ പാടത്തിൻ്റെ അകത്ത് പ്ലഫിങ്ങും മറ്റും ചെയ്യാനായിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് വേണം. ഇതെല്ലാം ഉണ്ടാവുമ്പോഴാണ് ആ പാടത്ത് എന്തുണ്ടാവുന്നത്? നെല്ലുണ്ടാവുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? അതൊരു പാസീവ് ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പം ലാൻഡ് എന്താണ്? ലാൻഡ് ഒരു പ്രൈമറി ഫാക്ടർ ഓഫ് പ്രൊഡക്ഷനാണ്, ലാൻഡ് ഒരു പാസീവ് ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ ആണെന്നുള്ളത് ഓർമ്മിക്കുക. അടുത്തത് എന്താണ്? ഹെട്രോജിനിറ്റി. എന്താണ് ഹെട്രോജിനിറ്റി എന്ന് പറയുന്നത്? ലാൻഡ് പല തരത്തിലുണ്ട്. പലതരം എന്നുള്ള ഒരു അർത്ഥമാണ്, എന്ന് വെച്ചാൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ട്രേറ്റ്സ് ഉള്ളത് എന്നുള്ളതാണ് ഹെട്രോജിനിറ്റി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. ഹെട്രോജിനിറ്റി സിംപ്ലി implies that there are different traits, there are different characteristics എന്നുള്ളൊരു ആസ്പെക്റ്റിലാണ് നമ്മൾ പറയുന്നത്. അപ്പം ലാൻഡ് ഹോമോജിനസ് അല്ല. ഹോമോജിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സിമിലർ അല്ല. ലാൻഡ് ഈസ് നോട്ട് സിമിലർ. ഹോമോജിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർമ്മിക്കുക, സിമിലർ എന്നാണ് ഹോമോജിനസ് എന്നുള്ളൊരു വാക്കിൻ്റെ അർത്ഥം. ലാൻഡ് എന്തല്ല? ഹോമോജിനസ് അല്ല, ലാൻഡ് സിമിലർ അല്ല. അപ്പം ലാൻഡ് സിമിലർ അല്ല എന്ന് നമ്മൾ എന്തുകൊണ്ടാണ് പറയുന്നത്? ബിക്കോസ് ലാൻഡിൻ്റെ ക്വാളിറ്റി ഡിഫർ ചെയ്യുന്നുണ്ട്. ഇറ്റ് ഡിഫേഴ്സ് ഇൻ ക്വാളിറ്റി. എങ്ങനെയാണ് ലാൻഡിൻ്റെ ക്വാളിറ്റി ഡിഫർ ചെയ്യുന്നത്? കാരണം നമുക്കറിയാം പല ലാൻഡിൻ്റെ ടൈപ്സ് ഉണ്ട് അല്ലേ? ലാൻഡ് ടൈപ്സ് പലതരത്തിലുണ്ട്. ലാൻഡിൻ്റെ ഫെർട്ടിലിറ്റി പലതരത്തിലുണ്ട്. ലൊക്കേഷൻ അതിനൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകമാണ്. ദ ലൊക്കേഷണൽ ആട്രിബ്യൂട്ട്സ് ഓഫ് ലാൻഡ് ഡെറ്റർമിൻ സോ മെനി ഫീച്ചേഴ്സ് അസോസിയേറ്റഡ് വിത്ത് ദ ലാൻഡ്. അതുപോലെ തന്നെ പലതരത്തിലുള്ള ലാൻഡിൽ പലതരത്തിലുള്ള നാച്ചുറൽ റിസോഴ്സസ് ആണ് ഉള്ളത്. നമുക്കറിയാം, ചിലപ്പോഴെല്ലാം നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ ഓഷൻ്റെ ആഴക്കടലിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് നമ്മൾ അവിടെ എന്ത് കാണുന്നുണ്ട്? പോളിമെറ്റാലിക് നോഡ്യൂൾസ് കാണുന്നുണ്ട്. റിസോഴ്സസ് അവിടെയുമുണ്ട്. അതുപോലെ തന്നെ ചില രാജ്യങ്ങളുടെ ഏറ്റവും വലിയ കാര്യം എന്താ? അവരുടെ ലാൻഡിനുള്ളിൽ ധാരാളം മിനറൽസ് ഉള്ള രാജ്യങ്ങളുണ്ട്, ധാരാളം നാച്ചുറൽ റിസോഴ്സസ് ഉള്ള നാടുകളുണ്ട് അല്ലേ? അപ്പം നിങ്ങൾ ഓർമ്മിക്കേണ്ട കാര്യം എന്താണ്? ലാൻഡ് ഡിഫേഴ്സ് ഇൻ ക്വാളിറ്റി ബിക്കോസ് ഓഫ് ദെയർ ഫെർട്ടിലിറ്റിയുടെ ടേംസ് നോക്കട്ടെ, അതുപോലെ ലൊക്കേഷണൽ ആട്രിബ്യൂട്ട്സ് നോക്കിയാൽ അതിൻ്റെ അകത്ത് എത്രമാത്രം നാച്ചുറൽ റിസോഴ്സസ് ഉണ്ട്, ഇതെല്ലാം നോക്കുമ്പോൾ ലാൻഡ് ഡിഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫെർട്ടിലിറ്റി എന്നുള്ളത് ശരിയാണ്, തനതായിട്ടുള്ള നല്ല രീതിയിൽ ഫെർട്ടൈൽ ആയിട്ടുള്ള സോയിൽസ് ഉണ്ട്. പക്ഷെ നമുക്കെല്ലാം എന്ത് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്? ഈ അടുത്ത കാലത്ത് നമ്മൾ ഫെർട്ടിലിറ്റീനെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ധാരാളം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നത്? നമ്മൾ കൃത്യമായിട്ട് ഇറിഗേഷൻ അവിടെ കൊടുക്കാനായിട്ട് നോക്കും അല്ലേ? അതുപോലെ തന്നെ നമ്മൾ അവർക്ക് ആവശ്യത്തിന് ഫെർട്ടിലൈസേഴ്സ് കൊടുക്കാൻ നോക്കും. അപ്പോൾ ഫെർട്ടിലൈസേഴ്സും ഇറിഗേഷനും വരുന്നതോടുകൂടി തന്നെ ലാൻഡിൻ്റെ എന്ത് കൂടുകയാണ്? ഫെർട്ടിലിറ്റി ഇംപ്രൂവ്ഡ് ആവാനായിട്ടുള്ളൊരു ചാൻസ് ഉണ്ട്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. എന്താണ് പ്രശ്നം? അമിതമായാൽ അമൃതം വിഷം. എക്സസീവായിട്ട് യൂസ് ഓഫ് ഫെർട്ടിലൈസേഴ്സ് വന്നു കഴിഞ്ഞാൽ അത് ലാൻഡിൻ്റെ ഉള്ള ഫെർട്ടിലിറ്റിയും കൂടി നശിപ്പിച്ച് കളയും. അതുപോലെ തന്നെ ലാൻഡ് മറ്റൊരു പ്രതിസന്ധിയും നേരിടുന്നുണ്ട്. നമുക്കറിയാം ഡീഫോറസ്ട്രേഷൻ. എന്താണ് ഡീഫോറസ്ട്രേഷൻ എന്ന് പറയുന്നത്? ഉള്ള ഫോറസ്റ്റുകളെ നമ്മൾ നശിപ്പിക്കുകയാണ്, അതിനെ വെട്ടിമാറ്റുകയാണ്. അപ്പോൾ ഡീഫോറസ്ട്രേഷൻ വരുമ്പോൾ നാച്ചുറലി എന്ത് പറ്റും? ലാൻഡിൻ്റെ ഏറ്റവും വലിയ ഘടകമായിട്ടുള്ള സോയിലിനെ, അത് സോയിൽ ഇറോഷനെ കൂട്ടാനായിട്ട്, അതിൻ്റെ ആക്കം കൂട്ടാനായിട്ട്, അതിൻ്റെ പ്രഷർ കൂട്ടാനായിട്ട് സഹായിക്കുന്നുണ്ട്. എന്താ? ഡീഫോറസ്ട്രേഷൻ. അതുകൊണ്ട് തന്നെ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് പല ഗവൺമെൻറ്റ്സും ഇപ്പോൾ ശ്രമിക്കുന്നത്? അഫോറസ്ട്രേഷൻ, ഫോറസ്ട്രേഷൻ്റെ പ്രവണത കൂട്ടാൻ. ഡീഫോറസ്ട്രേഷൻ എഗൻസ്റ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് എന്താ? അഫോറസ്ട്രേഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇറോഷൻ ഓഫ് സോയിലും ഇതെല്ലാം ലാൻഡിനെ എന്ത് ചെയ്യുന്നുണ്ട്? നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ലാൻഡിൻ്റെ ആ പ്രൊഡക്ടിവിറ്റീനെ അവരങ്ങോട്ട് കുറയ്ക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം ഓർമ്മിക്കുക. ഇനി
അടുത്തത് ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ റിട്ടേൺസ്. എന്താണ് ഈ ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ റിട്ടേൺസ് എന്ന് പറയുന്നത്? ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ റിട്ടേൺസ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ ഉണ്ട്. ഇപ്പം ഞാനൊരു പ്രൊഡക്ഷൻ നടത്തുന്നു, ഞാനൊരു പാടത്ത് പ്രൊഡക്ഷൻ നടത്തുകയാണ്. ഓക്കെ, അപ്പോൾ ഈ പാടം ഫിക്സഡ് ആണെന്ന് നിങ്ങൾക്കറിയാം. ദിസ് ലാൻഡ് ഈസ് ഫിക്സ്ഡ്. ലാൻഡ് എന്നുള്ള ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ അവിടെ ഫിക്സ്ഡ് ആണ്. ഇതിൽ ഒരു ലേബറിനെ ഞാൻ കൊണ്ടുവന്നു, ആ ഒരു ലേബർ അവിടെ വർക്ക് ചെയ്യണം. അപ്പോൾ അയാൾ ഈ ഒരു ലാൻഡിൽ വന്നപ്പോൾ അയാൾ ഒരു ഔട്ട്പുട്ട് ഉണ്ടാക്കി. ഞാൻ പറയുകയാണ്, അയാളൊരു 800 യൂണിറ്റ് എന്തെങ്കിലും അയാൾ പ്രൊഡ്യൂസ് ചെയ്തു എന്ന് വെച്ചോളൂ. ഓക്കെ, അപ്പം ഞാൻ ഒരു ലേബറിനെയും കൂടി ഇവിടെ ആഡ് ചെയ്തു. അപ്പോൾ ഒരു ലേബറിനെയും കൂടി ആഡ് ചെയ്തപ്പോൾ എന്ത് പറ്റി? 3 ലാൻഡ് കിടക്കല്ലേ, അതിൻ്റെ അകത്ത് ഒരാളല്ലേ വർക്ക് ചെയ്യാനുള്ളൂ. ഞാൻ ഒരാളെയും കൂടി അങ്ങോട്ടുകൊണ്ട് ആഡ് ചെയ്തു. അപ്പം നാച്ചുറലി അവിടുത്തെ എന്ത് കൂടും? പ്രൊഡക്ഷൻ 800-ൽ നിന്ന് 1000 യൂണിറ്റ് ആയിട്ട് അടുത്ത തവണ കൂടി. അപ്പം ഞാൻ വീണ്ടും ഒരാളെയും കൂടി ആഡ് ചെയ്തു. 1000-ൽ നിന്ന് ഒരു 1100 കൂടുന്നു അല്ലേ, പ്രൊഡക്ഷൻ കൂടുകയാണ്. വീണ്ടും ഞാൻ ആളിനെ ഇത് ചെയ്തു, ഒരാളെയും കൂടി വെച്ചു. അപ്പോൾ 1100 എന്നുള്ളത് 1150 പ്രൊഡക്ഷൻ കൂടുകയാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരാളെയും കൂടി ആഡ് ചെയ്തു. അപ്പോഴെന്താ പറ്റുന്നതെന്ന് അറിയാമോ? ഇപ്പം തന്നെ നോക്കിയേ, ഏകദേശം എൻ്റെ ഈ ലാൻഡിൽ ആൾക്കാരങ്ങ് നിറഞ്ഞു നിൽക്കുകയല്ലേ. അപ്പോൾ എന്ത് പറ്റി? ഇപ്പോൾ 1150 തന്നെയാണ് അയാൾ വരുമ്പോഴും വരുന്ന പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഇനി ഒരാളെയും കൂടി ഞാൻ ആഡ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എന്ത് പറ്റും? ഇവിടെ ആൾക്കാർ തമ്മിൽ അവർക്ക് നിൽക്കാൻ പോലും സ്ഥലമില്ല, തിരക്കി അങ്ങ് നിൽക്കുകയാണ്. ഉള്ള ആൾക്കാർ എന്ന് വെച്ചാൽ ലാൻഡിൽ എൻ്റെ കപ്പാസിറ്റിയും കാട്ടി കൂടുതൽ ലേബേഴ്സാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എന്ത് പറ്റും? പ്രൊഡക്ഷൻ്റെ അളവ് കുറയാൻ തുടങ്ങും. കാരണം ലാൻഡിൻ്റെ ഫെർട്ടിലിറ്റീനെ എല്ലാം അത് അഫക്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പോൾ എന്താ പറ്റുന്നത്? ഇതിൽ നിന്ന് അടുത്ത തവണ 1100 പ്രൊഡക്ഷനേ വരുള്ളൂ. അപ്പോൾ ഇവിടെ എന്താ കണ്ടത്? ആദ്യം അത് കൂടി. ആദ്യം ഈ ഒരു ഫിക്സഡ് ഫാക്ടർ ഉണ്ട്, അതിൻ്റെ അകത്ത് ഈ ആൾക്കാരുടെ എണ്ണം മാറ്റിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ അതെന്ത് ഫാക്ടറാണ്? വേരിയബിൾ ഫാക്ടർ. നമ്പർ ഓഫ് ആൾക്കാരുടെ ക്വാണ്ടിറ്റി എന്നുള്ളത് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ്റെ ഉപയോഗിക്കുന്നതിൻ്റെ ക്വാണ്ടിറ്റി മാറ്റുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? വേരിയബിൾ ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഫിക്സഡ് ഫാക്ടർ ഒരേ യൂണിറ്റ് തന്നെയാണ്. വേരിയബിൾ ഫാക്ടറിൻ്റെ കണക്ക് നോക്കാം. 1, 2, 3 എന്ന് ഞാൻ അത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അത് മാറ്റുമ്പോൾ എന്താണ് പറ്റുന്നത്? ഫൈനൽ ഔട്ട്പുട്ട് ആദ്യം ചെറുതായിട്ട് കൂടും, അത് കഴിഞ്ഞ് കൂടുന്നതിൻ്റെ റേഞ്ച് ഒന്ന് വളരെ ചെറുതായിട്ട് കൂടാനായിട്ട് തുടങ്ങും. പിന്നെ അതങ്ങോട്ട് സ്റ്റോപ്പ് ആവും. പിന്നെ ആൾക്കാരെ കൊണ്ടുവന്ന് ആ പാടത്തിട്ട് കഴിഞ്ഞാൽ നെഗറ്റീവായിട്ടത് മാറാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ അതിനവർ പറയുന്ന പേരാണ് ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ റിട്ടേൺസ്. എന്താണ് ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ റിട്ടേൺസ് എന്ന് പറയുന്നത്? ആദ്യം സ്ലൈറ്റ്ലി അത് ഇൻക്രീസ് ചെയ്യും, പിന്നെ ഇൻക്രീസ് ചെയ്യുന്നതിൻ്റെ റേറ്റ് ഒന്ന് കുറയും, ഏറ്റവും മാക്സിമത്തിലെത്തും, പിന്നെ ആൾക്കാരെ നിങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ അത് താഴേക്ക് പോകും. ഈ കോൺസെപ്റ്റിനെയാണ് ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ റിട്ടേൺസ് എന്ന് പറയുന്നത്. എന്താണ് ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ റിട്ടേൺസ്? ബിയോണ്ട് എ സർട്ടൻ പോയിന്റ്, ഇൻക്രീസിങ് വൺ ഇൻപുട്ട് വൈൽ കീപ്പിംഗ് അതേഴ്സ് കോൺസ്റ്റൻറ്റ് വിൽ ലീഡ് ടു എ പ്രോഗ്രസീവ്ലി സ്മോളർ ഗെയിൻസ് ഇൻ ഔട്ട്പുട്ട്. ഒരു ഇൻപുട്ട് നിങ്ങൾ ഫിക്സ്ഡ് ആയിട്ട് വയ്ക്കുന്നു, മറ്റ് ഇൻപുട്ട്സ് നിങ്ങൾ എന്ത് ചെയ്യുകയാണ്? ഒരു ഇൻപുട്ട് ഫിക്സ്ഡ് ആണ്, മറ്റ് ഇൻപുട്ട്സ് നിങ്ങൾ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ബിയോണ്ട് എ പെർട്ടിക്കുലർ പോയിന്റ് എന്ത് പറ്റും എന്നാണ് ഇവർ പറയുന്നത്? നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ടിൽ ഉണ്ടാവുന്ന ഓരോ ഔട്ട്പുട്ടിലും ഉണ്ടാവുന്ന ഇൻക്രീസ് കുറഞ്ഞുകൊണ്ടിരിക്കും. നമ്മളിവിടെ നോക്കിയേ, 800-ൽ നിന്ന് 1000 ഒരാളെ ആഡ് ചെയ്തപ്പോൾ 200 യൂണിറ്റ് ഇൻക്രീസ് ഉണ്ടായി. 1000-ൽ നിന്ന് 100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 യൂണിറ്റ് ഓഫ് ഇൻക്രീസ് ആണ് ഉണ്ടായത്. 1100-ൽ നിന്ന് 1050-ലേക്ക് എത്തിയപ്പോൾ 150-ലേക്ക് എത്തിയപ്പോൾ 50 യൂണിറ്റ് ആണ് ഇൻക്രീസ് ചെയ്തത്. അടുത്ത ലാസ്റ്റ് ആളെ ആഡ് ചെയ്തപ്പോൾ സത്യത്തിൽ ഇൻക്രീസ് ഒന്നുമില്ല, 0. വീണ്ടും ആഡ് ചെയ്തപ്പോൾ എന്താണ് സംഭവിച്ചത്? -50 യൂണിറ്റ് ഔട്ട്പുട്ടാണ് ഇൻക്രീസ് ചെയ്തത്. അപ്പം നമ്മൾ എന്താണ് പറഞ്ഞത്? സ്മോളർ ഗെയിൻസ് ഇൻ ഔട്ട്പുട്ടിൻ്റെ അകത്ത് വലിയ വർധനവൊന്നും, വീണ്ടും ഒരു ഫിക്സഡ് ഫാക്ടർ അങ്ങനെ തന്നെ ഫിക്സ്ഡ് ആയിട്ട് നിൽക്കുന്നു, അതിൻ്റെ അകത്തേക്ക് നിറച്ച് വേരിയബിൾ ഫാക്ടേഴ്സിനെ നിങ്ങൾ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ വലിയ രീതിയിൽ ഔട്ട്പുട്ടിനൊന്നും മാറ്റം ഉണ്ടാകില്ല എന്നുള്ളൊരു കോൺസെപ്റ്റാണ് അവിടെ പറയുന്ന ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ റിട്ടേൺസ്. ഓക്കെ, അടുത്ത കോൺസെപ്റ്റ് എന്താണ്? വിച്ച് ഈസ് ഫങ്ഷൻസ് ഓഫ് ലാൻഡ്. എന്താണ് ലാൻഡിൻ്റെ ഫങ്ഷൻസ്?
ഒന്നാമത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ലാൻഡാണ് അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ്റെ ലെവൽ നിർണ്ണയിക്കുന്നത്. അതായത് സപ്ലൈ ഓഫ് ലാൻഡ് റിസോഴ്സസ് ഡെറ്റർമിൻസ് ദി ലെവൽ ഓഫ് അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ ഇൻ ആൻ എക്കണോമി. നമ്മുടെ നാട്ടിൽ ധാരാളം അഗ്രികൾച്ചറിന് പറ്റിയ ലാൻഡ് ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ നാട്ടിലെ അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ എന്തായിരിക്കും? കൂടാനുള്ള പ്രോബബിലിറ്റി ഉണ്ട്. അപ്പോൾ ലാൻഡ് ഈസ് എൻ എസെൻഷ്യൽ, വെരി പ്രൈമറി ഫാക്ടർ ഫോർ ദി അഗ്രികൾച്ചറൽ ഡെവലപ്മെൻറ്റ് ഇൻ ദി കൺട്രി എന്നുള്ളത് നോക്കിക്കോളുക. രണ്ടാമത്തെ കാര്യം, ലാൻഡ് ഈസ് ഓൾസോ എസെൻഷ്യൽ ഫോർ ദി ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ്. ഇൻഡസ്ട്രീസിനെ ഡെവലപ്പ് ചെയ്യണമെങ്കിലും എന്ത് വേണം? അവർക്ക് ലാൻഡ് വേണം. അപ്പോൾ ലാൻഡ് റിസോഴ്സസ് ഓഫ് എൻ എക്കണോമി ഹെൽപ്സ് ഇൻ ദ പ്രോസസ് ഓഫ് ഇൻഡസ്ട്രിയലൈസേഷൻ. ഒന്ന്, നമ്മൾ ഇൻഡസ്ട്രീസ് കെട്ടിപ്പൊക്കാൻ നമുക്ക് ലാൻഡ് വേണം. രണ്ട്, ആ ഇൻഡസ്ട്രീസിന് വേണ്ടിയിട്ടുള്ള റിസോഴ്സ് മെറ്റീരിയൽസ്, റോ മെറ്റീരിയൽസും ആരാണ് കൊടുക്കുന്നത്? ലാൻഡാണ് കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് അടുത്ത ഫംഗ്ഷൻ എന്താണ് ലാൻഡിൻ്റെത്? നമ്മൾ ഓൾറെഡി പറഞ്ഞു, മിനറൽ റിസോഴ്സസ് വിച്ച് ഈസ് യൂസ്ഡ് ഇൻ വേരിയസ് കൈൻഡ് ഓഫ് ഇൻഡസ്ട്രീസ് ആർ ആക്ച്വലി ടേക്കൺ ഫ്രം ദ ലാൻഡ്. അതുകൊണ്ടല്ലേ നമ്മുടെ ഇപ്പം മിഡിൽ ഈസ്റ്റിൽ അവർക്ക് ധാരാളമായിട്ട് ക്രൂഡ് ഓയിൽ റിസേർവ്സ് ഉണ്ടായിരുന്നു. അപ്പം നാച്ചുറലി എന്ത് പറ്റി? ആ നാട്ടിൽ പെട്രോളിയം ഇൻഡസ്ട്രി കൂടി. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് നമ്മൾ പലപ്പോഴും പറയുന്നതാണ്, പല പ്രധാനപ്പെട്ട ക്രിട്ടിക്കൽ മിനറൽസിൻ്റെയും കാര്യത്തിൻ്റെ അകത്ത് ചൈന പോലുള്ള രാജ്യങ്ങൾക്ക് ഒരു എഡ്ജ് ഉണ്ട് എന്ന് നമ്മൾ പറയാറുണ്ട്. അവർക്ക് ചൈനയ്ക്ക് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ അവർക്ക് ആ ടെക്നോളജി ഓഫ് എക്സ്ട്രാക്ഷൻ ഓഫ് ക്രിട്ടിക്കൽ മിനറൽസിലാണ് കൃത്യമായിട്ടുള്ളൊരു എഡ്ജ് ഉള്ളത്. അവർക്ക് ആ ടെക്നോളജിയാണ് അവരുടെ കയ്യിലുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ ചില നാടുകളിൽ ധാരാളമായിട്ട് ഡയമണ്ട്സ് ഉണ്ട് അല്ലേ? ചില നാടുകളിൽ ധാരാളമായിട്ട് നമുക്ക് പെട്രോളിയം റിസർവ്സ് വരാറുണ്ട്. ചില നാടുകളിൽ നാച്ചുറൽ ഗ്യാസ് ധാരാളമായിട്ട് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത്തരം നാടുകളിലുള്ള ഇൻഡസ്ട്രീസ് എന്ത് ചെയ്യും? ഇത്തരം റിസോഴ്സസിനെ ബേസ് ചെയ്തിട്ടുള്ള ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് പാറ്റേൺ ആണ് നമ്മൾ കാണുന്നത് എന്നുള്ളൊരു പോയിന്റ് ഓർമ്മിക്കുക. അപ്പോൾ മിനറൽ റിസോഴ്സസ് പലപ്പോഴും ഈ ലാൻഡാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അത് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആസ്പെക്റ്റ് ആണ്. അതുപോലെ തന്നെ ചിലപ്പോഴെല്ലാം കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രീസിന് വേണ്ടത്, ഇപ്പോൾ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രീനെ സംബന്ധിച്ച് അവർക്ക് മണ്ണ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകമാണ് അല്ലേ? പലതരത്തിലുള്ള സോയിൽസ് അവർക്ക് ബെനിഫിഷ്യലായിട്ട് മാറാറുണ്ട്. അതുപോലെ തന്നെ സ്റ്റോൺസ്, ബ്രിക്സ്, ഇതെല്ലാം അവരുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾ ഒരു നാട്ടിൽ അവൈലബിൾ ആണ്, ലാൻഡിൽ അവൈലബിൾ ആണെങ്കിൽ നാച്ചുറലി അവിടെ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി എന്ത് ചെയ്യും? നല്ല രീതിയിൽ വികസിക്കുമെന്നുള്ളൊരു കാര്യം ഓർമ്മിക്കുക. ആ ആസ്പെക്ട്സ് ആണ് നമ്മളിവിടെ കവർ ചെയ്യുന്നത്. അടുത്തത് എന്താണ്? ലാൻഡിൻ്റെ അകത്ത് സപ്ലൈ ഓഫ് നാച്ചുറൽ റിസോഴ്സ് എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യലായിട്ടുള്ളൊരു കമ്പണൻ്റ് ആണ്. അപ്പോൾ സപ്ലൈ ഓഫ് നാച്ചുറൽ റിസോഴ്സ് എന്ന് പറയുന്നത് എന്തുകൊണ്ട് ക്രൂഷ്യലാണ്? ഇപ്പോൾ ഒരു നാടുണ്ട്, അവിടെ നല്ല രീതിയിലുള്ള നാച്ചുറൽ റിസോഴ്സസ് ഉണ്ടെന്ന് വെച്ചോളൂ. നാച്ചുറലി അവിടുത്തെ ടോട്ടൽ ഔട്ട്പുട്ട് കൂടാനായിട്ടുള്ളൊരു ചാൻസ് ഉണ്ട്. എന്തുകൊണ്ടാണ്? ഇപ്പോൾ ഇന്ത്യ പോലുള്ളൊരു നാട്, ഇന്ത്യയിൽ നമുക്കറിയാം പലതരത്തിലുള്ള മിനറൽ റിസോഴ്സസ് പല സ്ഥലങ്ങളിലായിട്ട് ഡൈവേഴ്സിഫൈഡ് ആയിട്ട് നമ്മുടെ ഇന്ത്യയിൽ അവൈലബിൾ ആണ്, ഫിസിക്കലി അത് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് അത്തരം റീജിയൻസ്, അതിനോട് അടുപ്പിച്ച് കിടക്കുന്ന റീജിയൻസിൽ അത്തരം ഇൻഡസ്ട്രീസ് ഡെവലപ്ഡ് ആവുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് അല്ലേ? അതുകൊണ്ടല്ലേ ഈ അയൺ ആൻഡ് സ്റ്റീൽ ആയിക്കോട്ടെ, അത്തരം ഇൻഡസ്ട്രീസ് എല്ലാം ആദ്യകാലത്ത് ഈ റിസോഴ്സസിൻ്റെ അവൈലബിലിറ്റി എവിടെയാണോ ഉള്ളത് അതിനടുത്തായിട്ടാണ് ആ ഇത്തരം ഇൻഡസ്ട്രീസ് ഉണ്ടായിട്ടുള്ളത്. അപ്പം ഓർമ്മിക്കുക, സപ്ലൈ ഓഫ് നാച്ചുറൽ റിസോഴ്സസ് കൂടുതലാണെന്നുണ്ടെങ്കിൽ, അത് കൂടുതൽ അവൈലബിലിറ്റി ഉണ്ടെങ്കിൽ നാച്ചുറലി അത്തരം സ്ഥലങ്ങളിൽ അത് ഔട്ട്പുട്ടിനെ, രാജ്യത്തിൻ്റെ ടോട്ടൽ ഔട്ട്പുട്ടിനെ വളരാനായിട്ട്, ടോട്ടൽ പ്രൊഡക്ഷനെയും മറ്റും അത് സഹായിക്കും എന്നുള്ളൊരു പോയിന്റ് ഓർമ്മിക്കുക. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പ്രോപ്പർ ലാൻഡ് മാൻ റേഷ്യോ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകമാണ്. കാരണം നമ്മൾ നേരത്തെ കണ്ടു, ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ റിട്ടേൺസ് എന്നുള്ളൊരിതിൽ ലാൻഡ് ഫിക്സ്ഡ് ആണ്. അപ്പോൾ അതിലേക്ക് നിങ്ങൾ കൂടുതൽ ആൾക്കാരെ കൊണ്ടുവന്ന ഒരു ലാൻഡിലേക്ക് ഇടുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഔട്ട്പുട്ടിൽ ആദ്യം കൂടുമായിരിക്കും, പിന്നീട് ഒരു പരിധി കഴിഞ്ഞിട്ട് അത് കുറയാനാണ് ചാൻസ് എന്നുള്ളൊരു കാര്യം നമ്മൾ കണ്ടതാണ്. അപ്പോൾ എപ്പോഴും നമുക്ക് കൃത്യമായിട്ട് ലാൻഡ് ടു മാൻ റേഷ്യോ പ്രൊഡക്ഷൻ്റെ കാര്യത്തിലാണെങ്കിലും നമ്മൾ ശ്രദ്ധിക്കണം, മറ്റൊരു ആസ്പെക്റ്റിലും ശ്രദ്ധിക്കണം. എന്താണ് നമ്മൾ പലപ്പോഴും പറയല്ലേ, പോപ്പുലേഷൻ ഡെൻസിറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്. അതായത് ഒരു യൂണിറ്റ് ഓഫ് ലാൻഡിൽ എത്ര മനുഷ്യന്മാർ ജീവിക്കുന്നു, അത് വളരെ കൂടുതലാണെങ്കിൽ അത്തരം സ്ഥലങ്ങളിൽ ലാൻഡുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം പ്രോബ്ലംസ് ഉണ്ടാവാം. ഇപ്പോൾ അർബൻ ഏരിയാസിൽ ഈ ലാൻഡ് ടു മാൻ റേഷ്യോ ഏറ്റവും കൂടുതൽ അഫക്റ്റഡ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് അർബൻ ഏരിയാസ്. അതുകൊണ്ട് തന്നെ അവിടെ എന്തുണ്ടാവുന്നു? സ്ലംസ് ഉണ്ടാവുന്നു. അപ്പം പ്രോപ്പർ ലാൻഡ് ടു മാൻ റേഷ്യോ എക്കണോമിക്സിൻ്റെ പ്രൊഡക്ഷൻ സെൻസിലാണെങ്കിലും ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ നമ്മളൊരു സോഷ്യൽ ഡെവലപ്മെൻറ്റിൻ്റെ കോൺസെപ്റ്റിൽ നോക്കുമ്പോഴും ഈ ലാൻഡ് ടു മാൻ റേഷ്യോ എന്ന് പറയുന്നത് ഒരു സെൻസിബിളായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതാണ് എല്ലാ എക്കണോമീസിനും നല്ലതായിട്ട് നമ്മൾ കാണുന്നത്. അടുത്തത് എന്താണ്? ലാൻഡ് ഇൻഡസ്ട്രിയലൈസേഷനെയും സഹായിക്കുന്നുണ്ട്, അർബനൈസേഷനെയും സഹായിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം ഓർമ്മിക്കുക. ലാൻഡ് റിസോഴ്സസ് ഓഫ് എ കൺട്രി ഹെൽപ്പ് ദ പ്രോസസ് ഓഫ് ഇൻഡസ്ട്രിയലൈസേഷൻ ആൻഡ് അർബനൈസേഷൻ എന്നുള്ളത് നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് കാര്യങ്ങൾ ഇന്ത്യയിലും വേൾഡ് വൈഡും നടന്നുകൊണ്ടിരിക്കുകയാണ്, വിച്ച് മേക്സ് ലാൻഡ് ആസ് എ വെരി ഇമ്പോർട്ടൻറ്റ്
feature whenever one person is trying to make a public policy. അടുത്തത് എന്താണ്? നമ്മൾ ലാൻഡിൻ്റെ പ്രൊഡക്ടിവിറ്റി എന്നുള്ളൊരു ആസ്പെക്റ്റിനെ പറ്റി പറയുകയാണ്. എന്താണ് ലാൻഡിൻ്റെ പ്രൊഡക്ടിവിറ്റി? അപ്പോൾ എപ്പോഴാണ് നമ്മൾ പറയുന്ന ഒരു ലാൻഡ് പ്രൊഡക്ടിവിറ്റി ഉള്ളൊരു ലാൻഡാണെന്ന്? ഹൗ മച്ച് ഏബിൾ ഈസ് ദ ലാൻഡ് ടു പ്രൊഡ്യൂസ് സംതിങ് എന്നുള്ളതാണ് ശരിക്കും അതിൻ്റെ പ്രൊഡക്ടിവിറ്റി. എന്താണ് പ്രൊഡക്ടിവിറ്റി ഓഫ് ദ ലാൻഡ് എന്ന് പറയുന്നത്? കപ്പാസിറ്റി ഓഫ് എ പീസ് ഓഫ് ലാൻഡ് ടു പ്രൊഡ്യൂസ് എ ക്രോപ്പ്. ഒരു ക്രോപ്പ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള അതിൻ്റെ കപ്പാസിറ്റീനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പ്രൊഡക്ടിവിറ്റി ഓഫ് ദ ലാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ചില ലാൻഡുകൾക്ക് കൂടുതൽ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, ചില ലാൻഡിന് അത്ര പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പം നല്ല രീതിയിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ പറയും അത് ഹൈലി പ്രൊഡക്റ്റീവ് ആയിട്ടുള്ളൊരു ലാൻഡ്. വളരെ കുറച്ച് പ്രൊഡക്ഷനെ അവിടെ നിന്ന് വരുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ പറയും അത് അത്ര പ്രൊഡക്ടിവിറ്റി ഇല്ലാത്ത ലാൻഡാണെന്ന് പറയും. അപ്പോൾ അടുത്തൊരു കോൺസെപ്റ്റ് ഉണ്ട്, ആവറേജ് പ്രൊഡക്ടിവിറ്റി. എന്താണ് ആവറേജ് പ്രൊഡക്ടിവിറ്റി? ആവറേജ് പ്രൊഡക്ടിവിറ്റി ഓഫ് ദ ലാൻഡ് ഈസ് ദി ഔട്ട്പുട്ട് ഒബ്റ്റെയിൻഡ് ഫ്രം ദ ലാൻഡ് ഡിവൈഡഡ് ബൈ ദ ഏരിയ ഓഫ് ലാൻഡ്. അതായത് നിങ്ങളൊരു ലാൻഡിൽ നിന്ന് 800 യൂണിറ്റ് ഔട്ട്പുട്ട് കിട്ടി. സേ ഫോർ എക്സാമ്പിൾ ഇതൊരു കുഞ്ഞു ലാൻഡ്, എ എന്ന് പറയുന്നൊരു ലാൻഡ്. ഇതൊരു ബി എന്ന് പറയുന്ന ലാൻഡ്. ഏത് ലാൻഡിനാണ് ഏരിയ കൂടുതൽ? നിങ്ങൾ കണ്ടു, ബിക്കാണ് ഏരിയ കൂടുതൽ. ഞാൻ പറഞ്ഞു എന്നും എനിക്ക് 800 യൂണിറ്റ് ഔട്ട്പുട്ട് കിട്ടി, ബിന്നും എനിക്ക് 800 യൂണിറ്റ് ഔട്ട്പുട്ട് കിട്ടി. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താ? ഇതിൽ ആക്ച്വലി പ്രൊഡക്ടിവിറ്റി ഉള്ള ലാൻഡ് ഏതാ? എ ആണ് പ്രൊഡക്ടിവിറ്റി ഉള്ള ലാൻഡ്. കാരണം എൻ്റെ ഏരിയ എന്ന് പറയുന്നത് ബീൻ്റെ ഏരിയനെക്കാട്ടി കുറവാണ്, പക്ഷേ എന്നിട്ടും ബി ഉൽപ്പാദിപ്പിക്കുന്ന അത്രയും പ്രൊഡക്ഷൻ അവർ ചെയ്തു. അപ്പോൾ ആവറേജ് നോക്കുന്ന സമയത്ത് എന്താണ്? 800 ഡിവൈഡഡ് ബൈ എൻ്റെ ഏരിയയും 800 ഡിവൈഡഡ് ബൈ ബീൻ്റെ ഏരിയ നോക്കുമ്പോൾ നമുക്ക് എന്ത് കാണാൻ പറ്റും? നാച്ചുറലി എയാണ് കൂടുതലായിട്ട് ആവറേജ് പ്രൊഡക്ടിവിറ്റി ഉള്ള ലാൻഡ് എന്ന് കാണാനായിട്ട് പറ്റും. അടുത്ത കോൺസെപ്റ്റ് എന്താണ്? മാർജിനൽ പ്രൊഡക്ടിവിറ്റി. എന്താണ് മാർജിനൽ പ്രൊഡക്ടിവിറ്റി? ആവറേജ് പ്രൊഡക്ടിവിറ്റി നമ്മൾ കണ്ടു, ടോട്ടൽ പ്രൊഡക്ഷൻ ബൈ ദി ഏരിയ ആണ് എന്തെന്ന് പറയുന്നത്? ആവറേജ് പ്രൊഡക്ടിവിറ്റി ഓഫ് ദ ലാൻഡ് എന്ന് പറയുന്നത്. എന്താണ് മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഓഫ് ദ ലാൻഡ് എന്ന് പറയുന്നത്? മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഓഫ് ദ ലാൻഡ് ഈസ് ദി increase in the output obtained from the land when the area of the land used increases by 1 unit. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എ ബിയും നമ്മൾ അതേ എക്സാമ്പിൾ തന്നെ നിർത്തുകയാണ്. ഇതിൽ 1 യൂണിറ്റ് എ കൂടി, ഇവിടെയും 1 യൂണിറ്റ് ബി കൂടി എന്ന് വെച്ചോളൂ. ഈ 1 യൂണിറ്റ് എ കൂടിയപ്പോൾ 800-ൽ നിന്ന് എൻ്റെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് 850 മാറി. ഈ 1 യൂണിറ്റ് ഇവിടെ കൂടിയപ്പോൾ 800-ൽ നിന്ന് 820 എന്ന് വെച്ചാൽ 1 യൂണിറ്റ്, 1 ഏക്കർ ലാൻഡ് എയിൽ കൂടിയപ്പോൾ അവിടെ എക്സ്ട്രാ എത്രയാണ് കൂടിയിരിക്കുന്ന ഔട്ട്പുട്ട്? 50 യൂണിറ്റ് ഔട്ട്പുട്ട് എയിൽ കൂടി അല്ലേ? അതേസമയം 1 യൂണിറ്റ് ലാൻഡ് ബിയിലേക്ക് വന്നപ്പോൾ എന്താ പറ്റിയത്? 800-ൽ നിന്ന് 820. അപ്പോൾ എക്സ്ട്രാ ആയിട്ട് ഗെയിൻ വന്നത് എത്രയാണ്? 20 യൂണിറ്റ് ഓഫ് പ്രൊഡക്ഷൻ മാത്രമേ അവിടെ ഗെയിൻ വന്നിട്ടുള്ളൂ. അപ്പോൾ ഏറ്റവും കൂടുതൽ മാർജിനൽ പ്രൊഡക്ടിവിറ്റി ആർക്കാണ്? എക്കാണ്. 1 യൂണിറ്റ് എക്സ്ട്രാ ലാൻഡിലേക്ക് നിങ്ങൾ പ്രൊഡക്ഷൻ കൂട്ടുന്ന സമയത്ത് എത്രമാത്രം ഗെയിൻ ഉണ്ടാകുന്നു എന്നുള്ള കോൺസെപ്റ്റാണ് എന്താ? മാർജിനൽ ഔട്ട്പുട്ട്. അപ്പോൾ ഇവിടുത്തെ മാർജിനൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 50 യൂണിറ്റ് ആണ് ഇവിടുത്തെ മാർജിനൽ ഔട്ട്പുട്ട്. 1 യൂണിറ്റ് എക്സ്ട്രാ ലാൻഡ് എയിൽ കൂടിയപ്പോൾ 800-ൽ നിന്ന് ടോട്ടൽ പ്രൊഡക്ഷൻ 850 മാറി. അപ്പോൾ 1 യൂണിറ്റ് കൂടിയപ്പോൾ എക്സ്ട്രാ എത്രയാണ് വന്നത്? 50 യൂണിറ്റ് ആണ് വന്നത്. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? മാർജിനൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ കാണുന്നത് എന്താണ്? ഈ കേസിൽ നമ്മുടെ എ ആണ് പ്രൊഡക്ടിവിറ്റിയിൽ കൂടുതൽ. ആവറേജ് പ്രൊഡക്ടിവിറ്റി, അതായത് ടോട്ടൽ പ്രൊഡക്ഷൻ ബൈ ഏരിയ എടുത്താലും 1 യൂണിറ്റ് കൂടുമ്പോൾ എത്ര കണ്ട് ഔട്ട്പുട്ട് വർദ്ധിച്ചു എന്നുള്ളത് നോക്കുമ്പോഴും നമ്മുടെ എ ലാൻഡാണ് വിന്നർ എന്നുള്ളത് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയും കോൺസെപ്റ്റ്സ് ആണ് പ്രൊഡക്ടിവിറ്റി ഓഫ് ദ ലാൻഡുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഓർമ്മിക്കേണ്ടത്. അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് ലാൻഡിൻ്റെ ഡെറ്റർമിനൻസിനെ പറ്റിയിട്ടാണ്. അപ്പോൾ പലതരത്തിലുള്ള ഡെറ്റർമിനൻസ് ഒരു ലാൻഡിൻ്റെ പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കുണ്ട്. ഒന്ന് നാച്ചുറൽ ഫാക്ടേഴ്സ്. ചില ലാൻഡുകൾക്ക് they are already endowed with so many kind of resources because of the various aspect. കുറേ നാച്ചുറൽ, എങ്ങനെയാണ് ആ ലാൻഡ് ഉണ്ടായത്, അതിൻ്റെ ഒരു ജിയോളജിക്കലായിട്ടുള്ള പല പ്രോസസ്സ് കാരണം നാച്ചുറൽ ഫാക്ടേഴ്സ് പലതും നമ്മുടെ ലാൻഡിനെ ഡെറ്റർമിൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ലാൻഡ് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യവും ലാൻഡിൻ്റെ ടോട്ടൽ
പ്രൊഡക്ഷനെ നമ്മൾ ഡെറ്റർമിൻ ചെയ്യുന്നുണ്ട്. പ്രോപ്പർ യൂസ് ഓഫ് ലാൻഡ് ആണോ, ചിലർ ലാൻഡ് ധാരാളം ലാൻഡ് കാണും, അത് കൃത്യമായിട്ട് ഉപയോഗിക്കുന്നവരായിരിക്കില്ല. അപ്പോൾ കൃത്യമായിട്ട് ഉപയോഗിക്കുന്ന ലാൻഡ് ആണെങ്കിൽ അതിൽ നിന്ന് പ്രൊഡക്ഷൻ കൂടും. അപ്പോൾ പ്രോപ്പർ യൂസ് ഓഫ് ലാൻഡ് ഉണ്ടോ, അതുപോലെ തന്നെ നിങ്ങൾ ലാൻഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടോ. എന്താണ് ഈ ലാൻഡിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് പറയുന്നത്? ഒന്നുമില്ല, നമ്മളിപ്പോൾ കുറേ മെഷീൻസ് വെച്ചിട്ട് ആ ലാൻഡിൽ പ്രൊഡക്ഷൻ കൂട്ടാനായിട്ട് നോക്കുന്നു, അല്ലെങ്കിൽ ആ ലാൻഡിൻ്റെ അകത്ത് നമ്മൾ ഇറിഗേഷൻ സ്ട്രക്ചേഴ്സ് എല്ലാം ബിൽഡ് ചെയ്യുന്നു. അപ്പോൾ അതെല്ലാം ലാൻഡിൻ്റെ ക്വാളിറ്റിനെ ഇമ്പ്രൂവ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ലാൻഡ് എങ്ങനെയാണ്, അതുപോലെ ലൊക്കേഷൻ ഓഫ് ദ ലാൻഡ്. ലൊക്കേഷൻ എപ്പോഴും നമ്മൾ പറയുമ്പോൾ ഈ geographically speaking, location of the land is a very crucial, important dimension of knowing whether that land is going to be helpful in the പ്രൊഡക്റ്റീവ് യൂസസ് ഓഫ് ആൻ എക്കണോമി. ഒരു എക്കണോമിനെ സഹായിക്കുന്നതിൽ ഈ ലാൻഡിൻ്റെ ലൊക്കേഷനും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റ് ആണ്. അതുപോലെ സയൻറ്റിഫിക് മെത്തേഡ് ഓഫ് കൾട്ടിവേഷൻ യൂസിങ് ഇംപ്രൂവ്ഡ് ടെക്നോളജി. ഇപ്പോൾ ടെക്നോളജി എല്ലാം യൂസ് ചെയ്തിട്ടാണ് നിങ്ങൾ കൾട്ടിവേഷൻ ചെയ്യുന്നതെങ്കിൽ, അപ്പോൾ ഈ സയൻറ്റിഫിക് മെത്തേഡ് ഓഫ് കൾട്ടിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒന്നുമില്ല, നമ്മളിപ്പോൾ നാനോ ടെക്നോളജി യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. എങ്ങനെയാണ് ലാൻഡിൽ നാനോ ടെക്നോളജി യൂസ് ചെയ്യുന്നത്? നമ്മൾ ലാൻഡിൻ്റെ അകത്ത് ഈ അടുത്ത കാലത്ത് നാനോ ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യാറുണ്ട് അല്ലേ. ഈ നാനോ ഫെർട്ടിലൈസറിൻ്റെ പ്രത്യേകത എന്താ? അത് പൊതുവേ ലിക്വിഡായിട്ടുള്ള ഫെർട്ടിലൈസേഴ്സ് ആയിരിക്കും. അപ്പോൾ അത് കൃത്യമായിട്ട് എവിടെയാണോ അതിൻ്റെ ആവശ്യം, ആ ചെടിയുടെ ആവശ്യമുള്ളത് കറക്റ്റ് അതിലേക്ക് ഡയറക്റ്റഡ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓവറായിട്ട് യൂസ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല, എക്സസീവായിട്ട് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, കൃത്യമായിട്ടുള്ളൊരു റിസൾട്ട് അത് കൊണ്ടുവരും. അപ്പം നാനോ ടെക്നോളജി, അതുപോലെ തന്നെ മറ്റു തരത്തിലുള്ള ബയോടെക്നോളജിയുടെ ആപ്ലിക്കേഷൻസ്, ഇതെല്ലാം ലാൻഡിനെ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഈ അടുത്ത കാലത്തായിട്ട് നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോലും എന്തിൽ ഉപയോഗിക്കുന്നുണ്ട്? നമ്മൾ അഗ്രികൾച്ചറൽ പ്രൊഡക്ഷന് ഉപയോഗിക്കുന്നുണ്ട്. എങ്ങനെയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എല്ലാം ഉപയോഗിക്കുന്നത്? നമ്മൾ ലാൻഡിൻ്റെ ഇതുവരെയുള്ള ഡേറ്റ നോക്കും, എങ്ങനെയാണ് ഇൻപുട്ട് കൊടുക്കുന്നത്, എങ്ങനെയാണ് അവിടെ പ്രൊഡക്ഷൻ വരുന്നത്. അപ്പോൾ അതിൽ എന്തൊക്കെ ചേഞ്ചസ് വരുത്താം എന്നുള്ളത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വഴി നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മൾ ഡ്രോൺസ് യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. ഇന്ത്യ തന്നെ കിസാൻ ഡ്രോൺ എന്നെല്ലാം പറഞ്ഞിട്ട് ഡ്രോൺസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡ്രോൺസ് യൂസ് ചെയ്തിട്ട് ഫെർട്ടിലൈസർ ഇങ്ങനെ സ്പ്രേ ചെയ്യുന്നു, പെസ്റ്റിസൈഡ്സ് സ്പ്രേ ചെയ്യുന്നു. അപ്പോൾ അതെല്ലാം ഒരു തരത്തിൽ കോസ്റ്റ് എഫക്റ്റീവായിട്ട് നമ്മൾ ഇതിനെ മാറ്റുന്നുണ്ട്. ഇത്തരം ടെക്നോളജീസ് എല്ലാം സ്ത്രീകളായിട്ടുള്ള കൃഷിക്കാർ ചെയ്യണം എന്നെല്ലാം പറഞ്ഞിട്ട് നമോ ദീദി ഡ്രോൺ എന്ന് പറഞ്ഞിട്ടുള്ള സ്കീംസ് എല്ലാം, നമോ ദീദി ഡ്രോൺ എന്ന് പറയുന്ന നമോ ദീദി സ്കീമെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട് ഇന്ത്യൻ എക്കണോമിയിൽ. അപ്പോൾ ഓർമ്മിക്കുക, ഇത്രയും കാര്യങ്ങളാണ് ഡെറ്റർമിനൻസ് ഓഫ് ലാൻഡ് എന്ന് പറയുന്ന ആസ്പെക്റ്റിൽ വരുന്നത്. നാച്ചുറൽ ഫാക്ടേഴ്സ്, പ്രോപ്പർ യൂസ് ഓഫ് ലാൻഡ്, ഇൻവെസ്റ്റ്മെൻറ്റ് ഓൺ ലാൻഡ്, ലൊക്കേഷൻ ഓഫ് ലാൻഡ്, സയൻറ്റിഫിക് മെത്തേഡ് ഓഫ് കൾട്ടിവേഷൻ യൂസിങ് ഇംപ്രൂവ്ഡ് ടെക്നോളജി, അതുപോലെ സോഷ്യൽ കണ്ടീഷൻസ് നിങ്ങൾക്കറിയാം. ഇന്ത്യയുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ, അതായത് നമ്മുടെ ഭാഷയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ലാൻഡ് എന്ന് പറയുന്നത് ഒരു ആസറ്റാണ്. പക്ഷേ എന്താ പ്രശ്നം? ആദ്യകാലം തൊട്ട് ചില ആൾക്കാർക്കായിരുന്നു ലാൻഡിൻ്റെ മുകളിൽ അവകാശമുള്ളത്. അപ്പോൾ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ നമ്മൾ എന്ത് ചെയ്തു? എല്ലാവർക്കും ലാൻഡിൻ്റെ അകത്തേക്ക് ആക്സസ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിച്ചു. ആ ശ്രമമാണ് ലാൻഡ് റിഫോംസ് എന്ന് നമ്മൾ പിൽക്കാലത്ത് പഠിക്കുന്നത്. പക്ഷേ എന്താ പ്രശ്നം? ആ ശ്രമങ്ങൾ ജയിച്ച സ്റ്റേറ്റ്സും ഉണ്ട്. നമ്മുടെ കേരളം, വെസ്റ്റ് ബംഗാൾ, അവിടെയെല്ലാം ആ ശ്രമങ്ങൾ ജയിച്ചതായിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ ആ ശ്രമങ്ങൾ പാടെ തകർന്ന സംസ്ഥാനങ്ങളും ഉണ്ട്. അപ്പോൾ ഇപ്പോഴും പലപ്പോഴും സോഷ്യൽ കണ്ടീഷൻസ് ഒരു വലിയ ഘടകമാണ് ലാൻഡിൻ്റെ ഓണർഷിപ്പ്. അപ്പോൾ ലാൻഡ് ഓണർഷിപ്പ് ചെയ്യാത്ത ഒരു കൃഷിക്കാരനെ സംബന്ധിച്ച് അയാൾ മറ്റാരുടെങ്കിലും പാടത്ത് ചെന്ന് പണിയെടുക്കേണ്ട അവസ്ഥ. അപ്പോൾ സോഷ്യൽ കണ്ടീഷൻസും എന്തിൻ്റെ ഒരു റെലവൻറ്റ് കാര്യമാണ്? ഡെറ്റർമിനേഷൻ ഓഫ് ലാൻഡ് ആസ് എ ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ്റെ അകത്ത് സോഷ്യൽ കണ്ടീഷൻസും ഒരു ഇമ്പോർട്ടൻറ്റ് ഘടകമായിട്ട് വരുന്നുണ്ട്. അടുത്തത് ലേബറിനെ പറ്റിയിട്ടാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്താണ് ലേബർ എന്ന് പറയുന്നത്? ലേബർ ഈസ് ആൻ ആക്റ്റീവ് ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ. അപ്പോൾ നമ്മൾ കണ്ടു ലാൻഡ് ഒരു പാസീവ് ഫാക്ടറാണ്, അതുപോലെ തന്നെ ക്യാപിറ്റൽ ഒരു പാസീവ് ഫാക്ടർ ഓഫ് പ്രൊഡക്ഷനാണ്. ഇതിൽ ആക്റ്റീവ് ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ ആരാണ്? ആക്റ്റീവ് ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ലേബറാണ്. ലാൻഡിനും ക്യാപിറ്റലിനും ലേബറിനെ കൂടാതെ ഒരു പ്രൊഡക്ഷൻ ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ലാൻഡിനും അതുപോലെ ക്യാപിറ്റലിനും ആര് വേണം പ്രൊഡക്ഷൻ ചെയ്യാൻ? ലേബർ വേണം. ക്യാപിറ്റലായി ഒരു മെഷീൻ ആയിക്കോട്ടെ, അത് വർക്ക് ചെയ്യിപ്പിക്കാൻ ഒരാൾ വേണം. അതുപോലെ തന്നെ ലാൻഡ് ആ പാടത്ത് പണിയെടുക്കാൻ ഒരാൾ വേണം, അല്ലെങ്കിൽ ആ മിനറൽ റിസോഴ്സസ് എക്സ്ട്രാക്ട് ചെയ്യാൻ ഒരാൾ വേണം. അപ്പോൾ ഇത്തരത്തിൽ നോക്കുമ്പോൾ നമ്മൾ എന്ത് മനസ്സിലാക്കുന്നു? ലേബർ എന്ന് പറയുന്നത് എന്താണ്? ഒരു ആക്റ്റീവായിട്ടുള്ള ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ. അവരാണ് മറ്റ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനെ ഉപയോഗിച്ച് പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നത്. അതേസമയം ലേബറിന് സ്വയം തന്നെ എന്ത് ചെയ്യാൻ പറ്റും? പ്രൊഡക്ഷൻ ചെയ്യാൻ പറ്റും. ലേബറിനൊരു ലാൻഡ് വേണം എന്നുള്ളത് മാൻഡേറ്റ് അല്ല, ലേബറിനൊരു ക്യാപിറ്റൽ വേണം എന്നുമില്ല, അവർക്ക് സ്വയം പ്രൊഡക്ഷൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാരെയാണ് ആക്റ്റീവ് ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ലേബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ലേബർ കൺസിസ്റ്റ് ഓഫ് ഓൾ ഹ്യൂമൻ എഫേർട്സ് ഓഫ് ദ ബോഡി ആൻഡ് മൈൻഡ് വിച്ച് ആർ അണ്ടർടേക്കൺ ഇൻ ദ എക്സ്പെക്ടേഷൻ ഓഫ് എ റിവാർഡ്. നമ്മൾ
നമ്മുടെ മെൻ്റലി ചെയ്യുന്ന ലേബർ ഉണ്ട്. ഇപ്പം നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് നമ്മൾ മെൻ്റൽ ലേബർ ധാരാളം ഇവിടെ വരുന്നുണ്ട്. അതുപോലെ ക്ലാസ് എടുക്കുമ്പോൾ ഒരു ഫിസിക്കൽ ലേബറും നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. നമ്മൾ എന്താണ് റൈറ്റ് ചെയ്യുന്നു, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പം മെൻ്റൽ ലേബറും ഫിസിക്കൽ ലേബറും എന്നുള്ളൊരു ആസ്പെക്റ്റ് നിങ്ങൾ ഓർമ്മിക്കുക. അപ്പം മെൻ്റൽ ലേബറും ഉണ്ട്, അതുപോലെ തന്നെ ഫിസിക്കൽ ലേബർ എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ രണ്ട് ലേബറും എന്തിനാണ് ആൾക്കാർ ചെയ്യുന്നത്? സോ ദാറ്റ് ദേ വിൽ ഗെറ്റ് റിവാർഡ് എന്നുള്ളതാണ് നമ്മളിവിടെ ചിന്തിക്കേണ്ട കാര്യം. ഓക്കെ, ഇനി മറ്റൊരു ആസ്പെക്റ്റ് എന്താ? ലേബറേഴ്സ് യൂസ് ദെയർ മാൻ പവർ ഇൻ ദ പ്രൊഡക്ഷൻ പ്രോസസ്സ്. അവരുടെ മാൻ പവർ ആണ്, അവരുടെ കയ്യിലുള്ള എഫേർട്ടാണ് അവരെവിടെ യൂസ് ചെയ്യുന്നത്? പ്രൊഡക്ഷൻ പ്രോസസ്സിൽ യൂസ് ചെയ്യുന്നത് എന്നുള്ളൊരു പോയിന്റ് ഓർമ്മിക്കുക. അപ്പോൾ ഫിസിക്കൽ, മെൻ്റൽ, intellectual skills, physical, mental, intellectual skills of the workers are used to produce goods and services. If the use of these skills to produce goods and services is rewarded, it is called labor. അതായത് ഇപ്പം ഞാൻ വളരെ കഷ്ടപ്പെട്ട്, എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ അടുത്ത് വന്നിട്ട് എൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, ഒന്ന് എനിക്ക് എക്കണോമിക്സിൻ്റെ എന്തെങ്കിലും എല്ലാം ഒന്ന് ജസ്റ്റ് പറഞ്ഞു തരും. ഞാൻ അയാൾക്ക് പറഞ്ഞു കൊടുത്തു, ഞാനത് പറഞ്ഞു കൊടുത്തു. പക്ഷേ എൻ്റെ ഫ്രണ്ടാകുമ്പോൾ ഞാൻ എന്ത് ചെയ്യില്ല, ഞാൻ ക്ലാസ് എടുത്തു, എനിക്ക് കാശ് തരാനായിട്ട് പറയാനായിട്ട് പറ്റത്തില്ല അല്ലേ? അതാണല്ലോ ഫ്രണ്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താ പറ്റുന്നത്? നമ്മളൊരു ജോലി അവർക്ക് ചെയ്തു കൊടുത്തു, പക്ഷെ നമ്മളതിന് കാശ് വാങ്ങിക്കുന്നില്ല. ഏറ്റവും നല്ല എക്സാമ്പിൾ, നമ്മൾ വീട്ടിൽ എന്നും രാവിലെ എണീക്കുമ്പോൾ ആഹാരം നമുക്ക് കിട്ടുന്നുണ്ട്, പക്ഷേ ആ ആഹാരം ഉണ്ടാക്കുന്ന ആൾക്ക് നമ്മൾ രാവിലെ എന്ത് കൊടുക്കുന്നില്ല? ഇത്രയും രൂപ കാശെന്ന് പറഞ്ഞ് കൊടുക്കുന്നില്ല. അതേസമയം നിങ്ങളൊരു ഹോട്ടലിൽ ചെന്നിരുന്ന് കഴിച്ചാൽ നിങ്ങളത് കൊടുക്കേണ്ടി വരും. അപ്പോൾ പല സർവീസസിനും നമ്മൾ എന്ത് കൊടുക്കാറില്ല? ചിലപ്പോൾ കാശ് കൊടുക്കാറില്ല. അങ്ങനെ കാശ് കൊടുക്കാതെയാണ് നിങ്ങൾ ചെയ്തെങ്കിൽ നമ്മൾ അതിനെ എന്തായിട്ട് കണക്കാക്കാൻ പറ്റില്ല, അതൊരു ലേബറായിട്ട് നമുക്ക് കണക്കാക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ലേബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ സ്കിൽസും ഫിസിക്കൽ, മെൻ്റൽ, ഇൻ്റലക്ച്വൽ സ്കിൽസ് ഉപയോഗിച്ച് പ്രൊഡക്ഷൻ്റെ പാർട്ടാവുന്നു, ഗുഡ്സും സർവീസസും പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതിന് നമുക്കൊരു റിവാർഡ് കിട്ടുമ്പോഴാണ് നമ്മൾ അതിനെ എന്തെന്ന് പറയുന്നത്? ലേബർ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ലേബറിന് കിട്ടുന്ന റിവാർഡ്? വേജാണ്. കാഷ്വൽ ലേബറിന് കിട്ടുന്ന റിവാർഡ്, ടെമ്പററി ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് കിട്ടുന്ന റിവാർഡാണ് വേജ്. കുറച്ചും കൂടി പെർമനൻ്റ് ആയിട്ടുള്ള ഒരു പൊസിഷനിൽ എത്തുകയാണെങ്കിൽ നമ്മൾ എന്തെന്ന് പറയും? കുറച്ചും കൂടി പെർമനൻറ്റ് പൊസിഷനിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മളതിനെ സാലറി എന്ന് പറയാറുണ്ട് അല്ലേ? അപ്പോൾ സാലറിയാണ് പെർമനൻ്റ് ആയിട്ടുള്ള ലേബറേഴ്സിന് കിട്ടുന്ന, അല്ലെങ്കിൽ എംപ്ലോയീസിന് കിട്ടുന്ന റിവാർഡ് എന്ന് പറയുന്നത്. വേജ് ആർക്ക് കിട്ടുന്നതാ? കാഷ്വൽ, ടെമ്പററി വർക്കേഴ്സിന് കിട്ടുന്ന റിവാർഡിനെയാണ് നമ്മൾ വേജ് എന്ന് പറയുന്നത്. അപ്പോൾ പൊതുവേ വേജ് എങ്ങനെയാണ് കൊടുക്കുന്നത്? ക്യാഷിലാണ് കൊടുക്കുന്നത്. പക്ഷേ ചിലപ്പോഴൊക്കെ ക്യാഷിന് പകരം ഗുഡ്സ് ആയിട്ടും കൊടുക്കുന്നു എന്ന് പറയും. അതെങ്ങനെയാണ് ക്യാഷിന് പകരം ഗുഡ്സ് ആയിട്ട് കൊടുക്കുന്നത്? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. ചില ഗ്രാമങ്ങളിൽ കൃഷി ചെയ്യുന്ന ആൾക്കാർ, അപ്പോൾ കൃഷി ചെയ്യുമ്പോൾ സ്വന്തം പാടത്തിലായിരിക്കില്ല അവർ കൃഷി ചെയ്യുന്നത്, അവർ മറ്റു ആരുടെയെങ്കിലും പാടത്ത് ചെന്ന് കൃഷി ചെയ്യുന്നു. അപ്പോൾ ഇവരോട് ചോദിക്കും, നിങ്ങൾക്ക് സാലറി ആയിട്ട് വേണോ അതോ ഇതിൽ നിന്ന് കുറച്ച് പോർഷൻ തരട്ടെ? അതിനെയാണ് വേജ് പെയ്ഡ് ഇൻ കൈൻഡ് എന്ന് പറയുന്നത്. അപ്പം വേജ് പെയ്ഡ് ഇൻ കൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വേജ് കൊടുക്കുന്നുണ്ട്, പക്ഷേ എന്താണ് വേജ്? അവിടെ ഉൽപ്പാദനം നടത്തിയിട്ടുള്ള ആ പ്രോഡക്റ്റിൽ നിന്ന് ഒരു നിശ്ചിത വിഹിതം ഇവരുടെ പങ്ക് കണക്കാക്കി കൊടുക്കുന്നതിനെയാണ് വേജ് ഇൻ കൈൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോഴും പല നാടുകളിലും എന്ത് നടക്കുന്നുണ്ട്? ഈ ഒരു വേജ് ഇൻ കൈൻഡ് എന്ന് പറയുന്ന ഒരു ആസ്പെക്റ്റ് നടക്കുന്നുണ്ട്. പൊതുവെ പക്ഷേ നമ്മുടെ ഇന്ത്യയിൽ ഇപ്പം നമ്മളെല്ലാം എന്തിലേക്ക് മാറിയിട്ടുണ്ട്? വേജ് ഇൻ ക്യാഷിലേക്ക് തന്നെ മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ചിലപ്പോഴെല്ലാം നമ്മളൊരു ഒരു പർട്ടിക്കുലർ ആൾക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നു, അയാൾ നമുക്ക് താമസിക്കാൻ ഒരു വീട് തരുന്നുണ്ട് അല്ലേ? അപ്പോൾ അത് ഒരു തരത്തിൽ നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ അവർ നമുക്ക് സാലറിയും തരും, അതിനോടൊപ്പം തന്നെ ജീവിക്കാനുള്ളൊരു വീട്, നമുക്ക് പേയ്മെൻ്റ് ഒന്നും കൊടുക്കേണ്ടെന്നുണ്ടെങ്കിൽ അത് ഒരു റിട്ടേൺസ്, ദേ ആർ ഗിവിങ് എ റിവാർഡ് ഇൻ കൈൻഡ് എന്ന് നമുക്ക് കണക്കാക്കാനായിട്ട് പറ്റും. ക്ലിയർ ആണോ? അപ്പം വേജ് ഈസ് സംടൈംസ് പെയ്ഡ് ഇൻ ക്യാഷ്, സംടൈംസ് ഇറ്റ് ഈസ് പെയ്ഡ് ഇൻ കൈൻഡ് എന്നുള്ളൊരു ആസ്പെക്റ്റ്, അല്ലെങ്കിൽ മറ്റ് ഗുഡ്സും സർവീസസും അതിൻ്റെ റിവാർഡ്സ് ആയിട്ട് നിങ്ങൾക്ക് തരും എന്നുള്ളൊരു കാര്യം ഓർമ്മിക്കുക. അടുത്തത്, വർക്കേഴ്സ് യൂസ് ദെയർ ലേബർ പവർ, മാൻ പവർ ഫോർ പ്രൊഡക്ഷൻ. അതായത് ലേബർ പവർ അഥവാ മാൻ പവർ വെച്ചിട്ടാണ് വർക്കേഴ്സ് എന്ത് ചെയ്യുന്നത്? പ്രൊഡക്ഷൻ ചെയ്യുന്നു എന്നുള്ളൊരു പോയിന്റ് നമ്മൾ പറയുന്നുണ്ട്. അവരുടെ ഫിസിക്കൽ എഫേർട്ട്, അവരുടെ ഇൻ്റലക്ച്വൽ എഫേർട്ട്, അവരുടെ മെൻ്റൽ എഫേർട്ട്, അവരുടെ ഇൻ്റലക്ച്വൽ സ്കിൽ, ഇതെല്ലാം അവരുപയോഗിച്ചിട്ടാണ് പ്രൊഡക്ഷൻ ചെയ്യുന്നത്. അടുത്ത ആസ്പെക്റ്റ് എന്ന് പറയുന്നത്, പലപ്പോഴും മാൻ പവറിൻ്റെ ഒരു വലിയ പ്രശ്നം എന്താണെന്നറിയാമോ? ഇപ്പം ഞാൻ ക്ലാസ് എടുക്കുന്നത്, ഇപ്പം ഞാൻ ഈ സ്പെൻഡ് ചെയ്യുന്ന എനർജി എനിക്കത് സ്റ്റോർ ചെയ്ത് വയ്ക്കാൻ പറ്റത്തില്ല. കാരണം എനിക്കിപ്പോൾ ക്ലാസ് എടുക്കാൻ പറ്റുന്ന രീതിക്ക് ചിലപ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ട് എനിക്ക് ക്ലാസ് എടുക്കാൻ പറ്റണമെന്നില്ല. വിച്ച് മീൻസ് ഇപ്പോഴത്തെ എൻ്റെ ക്ലാസ്സിൻ്റെ ആ ഒരു രീതി എനിക്ക് സ്റ്റോർ ചെയ്തിട്ട് അതുപോലെ തന്നെ ഒരു ഫ്യൂച്ചർ ടൈമിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അത് പ്രയോഗിക്കാൻ പറ്റണം എന്നില്ല. ദൈവൻ്റെ ഏറ്റവും വലിയ പ്രശ്നവും അതാണ്. പലപ്പോഴും നമുക്ക് പല രീതിയിൽ നമുക്ക് ട്രെയിനിങ്ങും അതുപോലെ തന്നെ സ്കിൽ സെറ്റും എല്ലാം എൻഹാൻസ് ചെയ്ത് നമ്മളെ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. ആസ് എ ലേബർ നമ്മളെ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ലെന്നുണ്ടെങ്കിൽ അത് ശരിക്കും ഒരു വേസ്റ്റ് തന്നെയാണ്. ഇപ്പോൾ പലരും
പലപ്പോഴും നമ്മുടെ ജനറേഷനിലുള്ള പല ആൾക്കാരും ഫേസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പല കാര്യങ്ങളിലും സ്കില്ലുണ്ടായിരിക്കും, വർക്ക് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ടായിരിക്കും, പക്ഷേ അവർക്ക് അതിന് ഓപ്പർച്യൂണിറ്റി ഇല്ല. അവർക്ക് ഓപ്പർച്യൂണിറ്റി ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ആ സ്കില്ലിനനുസരിച്ച് അവർക്ക് പെർഫോമൻസ് പല സ്ഥലങ്ങളിലും കൊടുക്കാനായിട്ട് പറ്റുന്നില്ല. ആ കൊടുക്കാൻ പറ്റാത്തതെല്ലാം തന്നെ ശരിക്കും ഒരു മാൻ പവർ ലോസ്റ്റ് ആയിട്ടാണ് നമ്മൾ കരുതേണ്ടത് എന്നുള്ളൊരു ആർഗ്യുമെൻ്റാണ് ഈ ബുക്ക് പറയുന്നത്. അപ്പം ദ മാൻ പവർ ഓഫ് ദ ലേബേഴ്സ് ക്യാൻ ബി എൻഹാൻസ്ഡ് ത്രൂ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് ബട്ട് ഇറ്റ് കനോട്ട് ബി സേവ്ഡ് ഫോർ ടുമോറോ. നമ്മളിപ്പോൾ ഒരു ടീച്ചർ ഇങ്ങനെ ഇരുന്ന് പഠിക്കുന്നു, എന്നിട്ട് പറയാം ഞാൻ അടുത്ത ഒരു 2 മാസം കഴിഞ്ഞിട്ട് ഞാൻ അടിപൊളിയായിട്ട് ക്ലാസ് എടുക്കാനാണ് ഞാനിപ്പോൾ പഠിക്കുന്നതെന്ന് പറയുമ്പോൾ നമുക്കൊരു ഗ്യാരണ്ടി ഇല്ല അടുത്ത ഒരു 2 മാസം കഴിഞ്ഞിട്ട് നമുക്ക് ക്ലാസ് എടുക്കുന്ന സമയത്ത് അതൊരു നല്ല രീതിയിൽ പോകണമെന്ന് നമുക്ക് പ്രത്യേകിച്ച് ഒരു ഗ്യാരണ്ടി പറയാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഒരിക്കലും ഇപ്പോൾ ഒരു ഡോക്ടർ ട്രെയിനിങ് ചെയ്തിട്ട് പറയുകയാണ് ഞാൻ കുറച്ച് കാലം കൂടി ട്രെയിനിങ് ചെയ്യും, ഞാൻ പേഷ്യൻസിനെ ഒന്നും ഇപ്പം നോക്കുന്നില്ല, ഞാൻ ഫ്യൂച്ചറിലേക്ക് സേവ് ചെയ്യുകയാണ് എൻ്റെ ഇതെന്ന് പറയുന്നത് അത് ശരിക്കും വർക്കബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല. അപ്പോൾ അടുത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ലേബർ ഹാസ് ഓൾട്ടർനേറ്റീവ് യൂസസ്. അതായത് ഒരു ലേബറിനെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തിക്ക് വേണമെങ്കിൽ ഒരു കമ്പനിയിൽ ചെന്ന് വർക്ക് ചെയ്യാം, ഒരു അക്കൗണ്ടിങ് ഫേമിൽ ചെന്ന് വർക്ക് ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, അവർക്ക് മറ്റൊരു ഷോപ്പിൽ ചെന്ന് ഹെൽപ്പ് ചെയ്യാനായിട്ട് നിൽക്കാം, അല്ലെങ്കിൽ അവർക്ക് മറ്റെന്തെങ്കിലും ഒരു കാര്യം ഫോർ എക്സാമ്പിൾ ഒരു ഗെയിമിംഗ് നടത്തുന്ന ഒരു ഇതിൻ്റെ അകത്ത് അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നിൽക്കാം. അതേപോലെ ഞാൻ ഒരു ടീച്ചറാണ്, അപ്പോൾ എനിക്ക് റേസ് പ്ലസിൽ വർക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ ഒരു എക്കണോമിസ്റ്റ് എന്നുള്ള നിലയിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ജോലി ഉണ്ടോ, എക്കണോമിക്സ് പഠിച്ച ഒരാൾക്ക് എന്തെങ്കിലും ഒരു ജോലി ഉണ്ടോ, ആ ഒരു ജോലി നമുക്ക് ചെയ്യാം. അപ്പോൾ ഒരു ആൾക്ക് തന്നെ പലതരത്തിലുള്ള ജോലികൾ ചെയ്യാൻ പറ്റും, ബിക്കോസ് ലേബർ ഹാസ് ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള യൂസസ്. അപ്പോൾ ഒരു ലേബറിന് പല ഫീൽഡ്സ് ഓഫ് വർക്കിൽ എൻഗേജ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാര്യം നമ്മൾ ഇവിടെ പറയുന്നു. ഒരു അൺസ്കിൽഡ് ആയിട്ടുള്ള ലേബറിനെ സംബന്ധിച്ച് അവർക്ക് പലതരത്തിലുള്ള വർക്കുകൾ ചെയ്യാനായിട്ട് പറ്റും. സ്കിൽഡ് ലേബറിനും ഓൾട്ടർനേറ്റീവ് യൂസസ് ഉണ്ട് എന്നുള്ളത് ഓർമ്മിക്കുക. അടുത്തത് നമ്മൾ പറയുന്നത് എന്താണ്, ലേബർ കനോട്ട് ബി അക്യുമുലേറ്റഡ്. അതാണ് ആദ്യം പറഞ്ഞത്. അതായത് ലേബർ കനോട്ട് ബി അക്യുമുലേറ്റഡ് ബൈ എ ലേബറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ക്യാപിറ്റലിസ്റ്റ് അയാൾ കുറേ മെഷീൻസ് വാങ്ങിച്ച് അക്യുമുലേറ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റും, അയാളുടെ ഫാക്ടറിയിൽ നിറച്ച് മെഷീൻസ് വാങ്ങിച്ച് വയ്ക്കുന്നു. അതേപോലെ തന്നെ ഒരു ലാൻഡ് ഓണർ, അയാൾ കൂടുതൽ ലാൻഡ്, നമ്മൾ നേരത്തെ കണ്ടില്ലേ എന്നുള്ള ലാൻഡിൻ്റെ ഏരിയ 1 ഏക്കറും കൂടി എക്സ്ട്രാ അങ്ങ് വാങ്ങിച്ചു. അപ്പം ലാൻഡ് നമുക്ക് വാങ്ങിക്കാൻ പറ്റും, നമുക്ക് ആഡ് ഓൺ ചെയ്ത് പോകാൻ പറ്റും. അതുപോലെ തന്നെ ഒരു ക്യാപിറ്റലിൻ്റെ ഓണർ, അതായത് ഒരു മനുഷ്യൻ്റെ കയ്യിൽ കുറേ മെഷീൻസ് ഉണ്ട്, അയാൾ കൂടുതൽ മെഷീൻസ് അയാൾക്ക് അക്യുമുലേറ്റ് ചെയ്യാൻ പറ്റും. ലാൻഡ് ഓണറിന് ലാൻഡ് അക്യുമുലേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ഞാനൊരു ലേബറാണ്, എനിക്ക് വീണ്ടും എൻ്റെ ലേബർ അക്യുമുലേറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. കാരണം അക്യുമുലേഷൻ ഓഫ് ലേബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ലേബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഞാൻ ചെയ്യുന്നത്, എൻ്റെ ഉള്ളിലുള്ള ഒരു കഴിവ്, ആ കഴിവിനനുസരിച്ച് ഞാൻ പ്രൊഡക്ഷൻ പ്രോസസ്സിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ ആ ഒരു കോൺട്രിബ്യൂഷനേ എനിക്കുള്ളൂ, അല്ലാതെ എനിക്ക് ഞാനെന്നുള്ള ലേബറിലേക്ക് എന്ത് പോസിബിൾ അല്ല, വീണ്ടും ഇത് അക്യുമുലേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല ലേബർ എന്ന് പറയുന്നത്. അപ്പോൾ ലേബർ കനോട്ട് ബി അക്യുമുലേറ്റഡ് ബൈ എ ലേബറർ. ഹവർ എ ക്യാപിറ്റലിസ്റ്റ് ക്യാൻ അക്യുമുലേറ്റ് ദി ക്യാപിറ്റൽ, ലാൻഡ് ഓണർ ക്യാൻ അക്യുമുലേറ്റ് ദി ലാൻഡ് ഓൺഡ്. പക്ഷെ നമ്മൾ ഞാൻ വീണ്ടും എൻ്റെ ലേബർ അക്യുമുലേറ്റ് ചെയ്യുകയാണ്, അങ്ങനെ ഒരു കോൺസെപ്റ്റ് നമുക്കിവിടെ വർക്കബിൾ അല്ല. അടുത്തത് എന്താണ്, ഫിസിക്കൽ ലേബർ. എന്താണ് ഫിസിക്കൽ ലേബർ എന്ന് പറയുന്നത്, ഇപ്പം നമ്മളൊരു കടയിൽ പോകുന്നു, അവിടെ ഒരു ഷെഫ് മീൽ കുക്ക് ചെയ്യുകയാണ്. അപ്പോൾ അയാൾ എന്താണ് ചെയ്യുന്നത്, അയാളൊരു ലേബർ പെർഫോം ചെയ്യുകയാണ്. അപ്പോൾ ജസ്റ്റ് ഇമാജിൻ ഇതേ ഷെഫ് വീട്ടിൽ വന്നിട്ട് ഷെഫ് വീട്ടിലുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഇതിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, കടയിൽ അയാൾ കുക്ക് ചെയ്യുമ്പോൾ അയാൾക്ക് വേജസ് കിട്ടുന്നു, അയാൾ ടെമ്പററി ഷെഫാണ്. പെർമനൻറ്റ് ഷെഫാണെങ്കിൽ സാലറി കിട്ടും. ഇനി അയാൾ വീട്ടിൽ വന്ന് ചെയ്യുമ്പോൾ അയാളൊരു ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അവിടെ അയാൾ ലേബറായിട്ടല്ല വർക്ക് ചെയ്യുന്നത്, വീട്ടുകാർക്ക് വേണ്ടിയിട്ട് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നു, അതിൽ അയാൾക്ക് സന്തോഷം, അയാൾക്ക് തിരിച്ച് വീട്ടുകാരുടെ നിന്ന് കാശൊന്നും അയാൾ വാങ്ങിക്കുന്നില്ല. അപ്പം രണ്ടാമത്തെ കേസിൽ അയാളൊരു ലെഷർ ആക്ടിവിറ്റിയാണ് ചെയ്യുന്നത്, അയാളുടെ വീടിന് വേണ്ടി ചെയ്യുന്നു, അയാൾക്ക് അതിൽ സന്തോഷം ഉണ്ടായുള്ളൊരു ലെഷേഴ്സും ആക്ടിവിറ്റിയാണ് അവിടെ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ എന്താണ്, ആദ്യത്തെ കേസിൻ്റെ അകത്ത് അയാളൊരു ഫിസിക്കൽ ലേബറിലാണ് എൻഗേജ് ചെയ്യുന്നത്. അടുത്ത കാര്യം മെൻ്റൽ ലേബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ലോയർ സ്വന്തം ക്ലയൻറ്റിനെ അഡ്വൈസ് ചെയ്യുകയാണ്. അപ്പോൾ അയാളെ അഡ്വൈസ് ചെയ്യുമ്പോൾ നാച്ചുറലി അയാളൊരു പ്രൊഫഷനാണ്. ലോയർ, ഡോക്ടർ, എഞ്ചിനീയർ ഇവരെല്ലാം പ്രൊഫഷണൽസ് ആണല്ലോ. അപ്പോൾ ഇവരുടെ പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു അഡ്വൈസ് കൊടുക്കുമ്പോൾ ഇവർക്ക് അതിന് പേയ്മെൻറ്റ്സ് കിട്ടുന്നുണ്ട്. കൺസൾട്ടേഷൻ ഫീസ് എന്നല്ല നമ്മൾ പറയത്തില്ലേ, ആ പേയ്മെൻറ്റ്സ് കിട്ടുന്നുണ്ട്. പക്ഷേ അതേ ലോയറിൻ്റെ അടുത്ത് ഫ്രണ്ട് ചെന്നിട്ട് ചോദിക്കുകയാണ്, എനിക്കൊരു ഡൗട്ട് ഉണ്ടോ, ഒന്ന് ക്ലിയർ ചെയ്ത് തരുമോ എന്ന് ചോദിക്കുമ്പോൾ ലോയർ ഫ്രീ ആയിട്ട് ഫ്രണ്ടിന് അഡ്വൈസ് കൊടുക്കുകയാണ്.
അപ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? അത് ലേബർ അല്ല എക്കണോമിക്സിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ. കാരണം എന്താ, ഫ്രണ്ടിന് നമ്മൾ അഡ്വൈസ് കൊടുക്കുന്നു, ഫ്രണ്ടിൻ്റെ നിന്ന് നമ്മൾ കാശ് വാങ്ങിക്കുന്നില്ലല്ലോ. അപ്പോൾ അതെന്തല്ല, മെൻ്റൽ ലേബർ ആണെങ്കിൽ പോലും ഈ ലേബർ നമ്മുടെ ലോയർ അവിടെ ഫിസിക്കലി ആയിട്ട് ലേബർ ഒന്നും ചെയ്യുന്നില്ല, എന്താണ്, ഒരു അഡ്വൈസ് കൊടുക്കുകയാണ്, അതൊരു മെൻ്റൽ ലേബറാണ്. പക്ഷെ അതിന് നമ്മൾ പേയ്മെൻറ്റ് വാങ്ങിക്കില്ല. എപ്പോഴാണ് അത് പേയ്മെൻറ്റ് വാങ്ങിക്കാത്ത? ഫ്രണ്ടിന് കൊടുക്കുമ്പോൾ. അപ്പോൾ അത് എക്കണോമിക്സിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ആ ഒരു സാഹചര്യം ലേബർ അല്ല എന്നുള്ളത് നിങ്ങൾ ഓർമ്മിക്കുക. നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലേബർ ആണ്. അപ്പോൾ ആദ്യത്തെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്? ദ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലേബർ ഈസ് ഇറ്റ്സ് ഹ്യൂമൻ എലമെൻറ്റ്. എന്താണ് ഹ്യൂമൻ എലമെൻറ്റിൻ്റെ അകത്തുള്ള ഒരു കണ്ടന്റ് എന്ന് പറയുന്നത്? ലേബർ ഈസ് ഇൻകോർപ്പറേറ്റഡ് ഇൻ ദ ഹ്യൂമൻ. ആരാണോ ലേബർ, അയാളുടെ ഉള്ളിൽ തന്നെയാണ് അയാൾ ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്ന കാര്യം ഇരിക്കുന്നത്. ഇപ്പം ഞാനൊരു ടീച്ചറാണ്, എൻ്റെ ടീച്ചിങ്ങിനെ എന്നിൽ നിന്ന് മാറ്റാനായിട്ട് പറ്റത്തില്ല. ഒരു ഡോക്ടറിൻ്റെ ഡയഗ്നോസ്റ്റിക് സ്കില്ലിനെ അയാളിൽ നിന്ന് മാറ്റാനായിട്ട് പറ്റില്ല. ഒരു സിവിൽ എഞ്ചിനീയറിൻ്റെ സ്കില്ലിനെ അയാളിൽ നിന്ന് മാറ്റാനായിട്ട് പറ്റത്തില്ല. സോ മൈ വർക്ക് ഈസ് നോട്ട് സെപ്പറബിൾ ഫ്രം മീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ലേബർ ഈസ് ഇൻസെപ്പറബിൾ ഫ്രം ദ വർക്കർ ഹൂ പ്രൊവൈഡ്സ് ഇറ്റ്. ലേബർ ഈസ് ഇൻസെപ്പറബിൾ, അല്ലെങ്കിൽ അതിനെ മാറ്റാനായിട്ട് പറ്റത്തില്ല. ഇറ്റ് ഈസ് നോട്ട് സെപ്പറബിൾ ഫ്രം ദ വർക്കർ ഹൂ ഗീവ്സ് ഇറ്റ്. 2, ലേബർ കനോട്ട് ബി സ്റ്റോർഡ് ഫോർ ദ ഫ്യൂച്ചർ. എന്തുകൊണ്ട് അങ്ങനെയല്ലെന്ന് നമ്മൾ കണ്ടു. ഇറ്റ് കനോട്ട് ബി അക്യുമുലേറ്റഡ് അല്ല, ലേബർ കനോട്ട് ബി അക്യുമുലേറ്റഡ് എന്നുള്ളത് നമ്മൾ ഓൾറെഡി കണ്ട പോർഷനാണ്. അടുത്തത് എന്താണ്? ആസ് എ ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ ഹ്യൂമൻസ് ഹാവ് മൊബിലിറ്റി, അല്ലേ? ഫാക്ടർ ഓഫ് പ്രൊഡക്ഷനിൽ മൊബിലിറ്റി നന്നായിട്ടുള്ളൊരു ഫാക്ടറാണ് ആരെന്ന് പറയുന്നത്? നമ്മുടെ ഹ്യൂമൻസ് എന്ന് പറയുന്നത്. ദേ ക്യാൻ വർക്ക് അക്രോസ് ഇൻഡസ്ട്രീസ് ബിക്കോസ് ദേ ഹാവ് ഓൾട്ടർനേറ്റീവ് യൂസസ്. ദേ ക്യാൻ വർക്ക് ഫ്രം വൺ കൺട്രി, അതുപോലെ തന്നെ ദേ ക്യാൻ മൈഗ്രേറ്റ് ടു അനദർ കൺട്രി. അങ്ങനെയൊക്കെയുള്ള ഓപ്ഷൻസ് ഉണ്ട് നമ്മുടെ ഹ്യൂമൻസിന്. സോ ദേ ആർ ഹാവിങ് മൊബിലിറ്റി. ദ ഓൺലി കമ്മോഡിറ്റി എ വർക്കർ സെൽസ് ടു ആൻ എംപ്ലോയർ ഈസ് ദെയർ സർവീസ് ഓർ ദ എബിലിറ്റി ടു വർക്ക് വിച്ച് ഈസ് ഡിഫൈൻഡ് ആസ് ദി ലേബർ പവർ. അപ്പോൾ എന്താണ് ലേബർ പവർ? ദെയർ എബിലിറ്റി ടു വർക്ക്, അല്ലെങ്കിൽ ഒരു പ്രൊഡക്ഷൻ്റെ അകത്ത് അവർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ടുള്ള അവരുടെ പവറിനെയാണ്, അവരുടെ സർവീസ് പ്രൊവിഷനെയാണ് എന്തെന്ന് പറയുന്നത്? ലേബർ പവർ എന്ന് പറയുന്നത്. ആ ലേബർ പവറാണ് ഒരു ലേബർ തൻ്റെ മുതലാളിക്ക് കൊടുക്കുന്നത് എന്നുള്ളൊരു പോയിൻ്റാണ് ഇവിടെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് പറയുന്നത്. അടുത്തത് എന്താണ്? സപ്ലൈ ഓഫ് ലേബർ ഈസ് യൂഷ്വലി മെഷേർഡ്. എങ്ങനെയാണ് സപ്ലൈ ഓഫ് ലേബർ മെഷർ ചെയ്യുന്നത്? മാൻഡേയ്സ് പെർ ഇയർ. മാൻഡേയ്സ് പെർ ഇയർ ആണ് നമ്മളൊരു സപ്ലൈ ഓഫ് ദ എത്ര നാൾ ഒരാൾ വർക്ക് ചെയ്തു, എത്ര ദിവസം വർക്ക് ചെയ്തു എന്നുള്ളൊരു കോൺസെപ്റ്റാണ് മാൻഡേയ്സ് പെർ ഇയർ. അപ്പോൾ ഒരു വർഷം എത്ര ദിവസം വർക്ക് ചെയ്തു എന്നുള്ളതനുസരിച്ചാണ് സപ്ലൈ ഓഫ് ലേബർ, എത്രമാത്രം ലേബർ സപ്ലൈഡ് ആയി എന്നുള്ളത് നമ്മൾ അറിയുന്നത്. ഇനി ഫാക്ടേഴ്സ് ഡെറ്റർമിനിങ് ചെയ്യുന്നത് എന്താണ്? എന്തൊക്കെയാണ് നമ്മുടെ ലേബറിൻ്റെ സപ്ലൈനെ തീരുമാനിക്കുന്ന ഘടകങ്ങൾ എന്നുള്ളത് നമ്മൾ നോക്കണം. ഒന്ന്, പോപ്പുലേഷൻ ഒരു ഘടകമാണ്, ഏജ് ഒരു ഘടകമാണ്. ആ നാട്ടിൽ എത്ര വയസ്സുള്ള ആൾക്കാരുണ്ട്, നമുക്ക് കൊച്ചു കുട്ടികളെ കൊണ്ട് എന്ത് ചെയ്യിപ്പിക്കാൻ പറ്റില്ല? ജോലി എടുപ്പിക്കാൻ പറ്റത്തില്ല. അപ്പോൾ വർക്കിംഗ് ഏജിലുള്ള പോപ്പുലേഷൻ എത്രയുണ്ട്, ആ പോപ്പുലേഷനിൽ തന്നെ സ്കിൽഡ് ഉള്ളവരുണ്ടോ, അൺസ്കിൽഡ് ഉള്ളവരുണ്ടോ, എന്താണ് അവരുടെ ഏജ് ഗ്രൂപ്പ്, ടോട്ടൽ പോപ്പുലേഷൻ്റെ സ്ട്രക്ചർ എന്താണ്, ഇതെല്ലാമാണ് നമ്മുടെ സപ്ലൈ ഓഫ് ലേബറിനെ തീരുമാനിക്കുന്ന ഘടകങ്ങൾ. ഇനി ലേബറിനെ നമ്മൾ ഡിവിഷൻ ഓഫ് ലേബർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. എന്താണ് ഡിവിഷൻ ഓഫ് ലേബർ എന്ന് പറയുന്നത്? ആദ്യകാലങ്ങളിൽ ഇപ്പോൾ ഒരു ഫാക്ടറി ഉണ്ട്, ആ ഫാക്ടറീൻ്റെ അകത്ത് എല്ലാവരും കൂടി എന്ത് ചെയ്യും? ജോലി ഒരുമിച്ച് ചെയ്യും. അപ്പം എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ സമയം വേണ്ടി വരും. അതായത് എല്ലാവരും കൂടി ഇപ്പോൾ ഒരു കുട ഉണ്ടാക്കുമ്പോൾ ഒരാൾ ഒരു കുട ഇരുന്ന് ഉണ്ടാക്കുക. അപ്പോൾ കുടയുടെ ആദ്യം അതിൻ്റെ സ്ട്രക്ചർ ഉണ്ടാക്കണം, പിന്നെ അതിൻ്റെ ചുറ്റും ആ തുണി നമ്മൾ കെട്ടണം, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ സ്റ്റിച്ചിങ് എല്ലാം കംപ്ലീറ്റ് ചെയ്യണം, അതിൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം നമ്മൾ ഇതാക്കിയിട്ട് പാക്കേജിങ് നമ്മൾ തന്നെ ചെയ്യുന്നു. അപ്പോൾ ഒരാൾ തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഒരാൾ തന്നെ എല്ലാം ചെയ്യുമ്പോൾ എന്താ പ്രശ്നമെന്ന് അറിയാമോ? ധാരാളം സമയമെടുക്കും, എഫിഷ്യൻസി കുറവായിരിക്കും. അപ്പോൾ സിമ്പിൾ ഡിവിഷൻ ഓഫ് ലേബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പ്രൊഡക്ഷനെ നമ്മൾ പല പല ഒക്കുപ്പേഷൻസ് ആയിട്ട് തിരിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ഒരു ട്രേഡിനെ ഡിഫറെൻറ്റ് കമ്പണൻസ് ആയിട്ട് തിരിക്കുന്നു, എന്നിട്ട് എല്ലാവരും കൂടി അതിൽ ജോലി എടുക്കുന്നതിനെയാണ് സിമ്പിൾ ഡിവിഷൻ ഓഫ് ലേബർ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻ ദിസ് സിസ്റ്റം വാട്ട് ഹാപ്പൻസ്? വൺ പേഴ്സൺ ഓർ എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ കംപ്ലീറ്റ്സ് ആൻ എൻറ്റയർ പ്രോഡക്റ്റ് ഓർ സർവീസ് ഫ്രം സ്റ്റാർട്ട് ടു ഫിനിഷ്. അപ്പം ഒരാൾ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ എന്ത് ചെയ്യുകയാണ്? ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കാനായിട്ട് തുടക്കം തൊട്ട് ഒടുക്കം വരെ എല്ലാവരും കൂടി ഒരുമിച്ചങ്ങ് വർക്ക് ചെയ്യുകയാണ്. അപ്പം ഇതിനെയാണ് സിമ്പിൾ ഡിവിഷൻ ഓഫ് ലേബർ എന്ന് പറയുന്നത്. അപ്പോൾ the key aspect is that a person specializes in making a whole product. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോഴെല്ലാം ഇതിൻ്റെ അകത്ത് ഒരു ബേസിക് എലമെൻറ്റ് ഓഫ് സ്പെഷ്യലൈസേഷൻ, പൂർണ്ണമായിട്ടുള്ള സ്പെഷ്യലൈസേഷൻ അല്ല, ഇത് ചെയ്ത് ഇപ്പോൾ ഒരു കാർപ്പൻറ്റർ എന്നും ഇരുന്ന് അയാളൊരു തടി എടുത്തിട്ട് അയാളൊരു മേശ ഉണ്ടാക്കുകയാണ്. അത് ഉണ്ടാക്കി
അയാൾ കുറേ നാൾ കഴിയുമ്പോഴേക്കും ആ ഒരു എൻ്റെ പ്രോസസ്സിൽ അയാൾക്കൊരു സ്പെഷ്യലൈസേഷൻ്റെ എല്ലാം ഒരിത് വന്നു തുടങ്ങും. അപ്പോൾ സിമ്പിൾ ഡിവിഷൻ ഓഫ് ലേബറിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവർ കൃത്യമായിട്ട് കറക്റ്റായിട്ട് ഡിവൈഡ് ചെയ്ത് അതിൻ്റെ അകത്ത് ഒരാൾക്ക് നീ ഇന്ന കുട ഉണ്ടാക്കുകയാണെങ്കിൽ ഒരാൾ കുടയുടെ മറ്റേ സ്ട്രക്ചർ ഉണ്ടാക്കുക, വേറൊരാൾ കുടയുടെ സ്ട്രക്ചർ ഉണ്ടാക്കിയതിന് ശേഷം അതിൻ്റെ അകത്തേക്ക് മറ്റേ തുണി ചുറ്റി കെട്ടുക, മറ്റൊരാൾ അതിൻ്റെ സ്റ്റിച്ചിങ് ചെയ്യുക. അപ്പോൾ മൂന്ന് ആൾക്കാരാണ് ചെയ്യുന്നത്. ആ 3 ആൾക്കാരും അത് ചെയ്ത് അവർ സ്പെഷ്യലൈസ്ഡ് ആവും. ആ ഒരു സംഭവം എവിടെയില്ല, നമ്മുടെ സിമ്പിൾ ഡിവിഷൻ ഓഫ് ലേബറിലില്ല. പക്ഷെ അതുള്ളൊരു സ്ഥലമുണ്ട്. എവിടെയാണ്? ദാറ്റ് ഈസ് നോൺ ആസ് ദ കോംപ്ലക്സ് ഡിവിഷൻ ഓഫ് ലേബർ. കോംപ്ലക്സ് ഡിവിഷൻ ഓഫ് ലേബറിൽ എന്താ ചെയ്യുന്നത്? ഒരു പ്രൊഡക്ഷൻ നടക്കുകയാണ്. ആ പ്രൊഡക്ഷനെ നമ്മൾ ഓരോ കമ്പണൻ്റായിട്ട്, ഓരോ പ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ കമ്പണൻ്റായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഈ കമ്പണൻറ്റിൽ ഒരു വർക്കറിനെ നമ്മൾ എന്ത് ചെയ്യുകയാണ്? അലോട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഈ ഓരോ വർക്കേഴ്സും കൃത്യമായിട്ട് ഈ ഒരു ഫംഗ്ഷൻ മാത്രമേ ചെയ്യുന്നുള്ളൂ. സോ ദേ ഹാവ് ഹൈലി സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ് അതിൻ്റെ അകത്ത് ഉണ്ടാവുക. അപ്പോൾ എന്ത് പറ്റും? ഇവരിത് സ്പെഷ്യലൈസ്ഡ് ആയിട്ട് ചെയ്ത് അവർക്കതിൽ സ്കില്ലുണ്ടാവുന്നു, അവരതിൽ ട്രെയിൻഡ് ആവുന്നു. നാച്ചുറലി ഇവിടെ എന്ത് കൂടുന്നു? വളരെ എഫിഷ്യൻ്റായിട്ട് അവർക്ക് ഈ ജോലി ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എന്താണ് കോംപ്ലക്സ് ഡിവിഷൻ ഓഫ് ലേബർ? Breaking down the production of a single product into numerous distinct and highly specialized subtasks. Each worker or a group of workers repeatedly performs only one specific part of the overall process. ഇദ്ദേഹം ഇത് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ഇപ്പോൾ ഇത് ABC എന്നാണെന്നുണ്ടെങ്കിൽ B എന്ത് ചെയ്യുന്നില്ല? 1ഉം 3ഉം സബ് ടാസ്ക് ചെയ്യുന്നില്ല. A 2ഉം 3ഉം സബ് ടാസ്ക് ചെയ്യുന്നില്ല. ഇവരെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ജോലി അത് ഇവർ വീണ്ടും റിപ്പീറ്റഡ്ലി ചെയ്യുന്നു. അതിലവർ സ്കിൽഡ് ആവുന്നു, സ്പെഷ്യലൈസ്ഡ് ആവുന്നു, എഫിഷ്യൻസി നല്ല രീതിയിൽ ഇമ്പ്രൂവ്ഡ് ആവുന്നു. സമയം, ഇവിടെ ടൈം എന്ന് പറയുന്നത് ഇവർക്ക് കുറച്ച് സമയം കൊണ്ട് കൂടുതൽ ഔട്ട്പുട്ട് ഉണ്ടാക്കാൻ പറ്റുന്നു. എഫിഷ്യൻസി നല്ല രീതിയിൽ ഇമ്പ്രൂവ്ഡ് ആണ് ഇവിടെ സ്പെഷ്യലൈസേഷൻ വരുന്ന സമയത്ത്. സിമ്പിൾ ഡിവിഷനിൽ ജസ്റ്റ് ഡിവിഷൻ ഓഫ് ലേബർ ഉണ്ടെന്നേ ഉള്ളൂ. പക്ഷെ എന്തില്ല അവിടെ? വലിയ എലമെൻറ്റ്സ് ഓഫ് സ്പെഷ്യലൈസേഷൻ ഒന്നും ഇല്ല. എല്ലാവരും കൂടി ചേർന്നിട്ട് ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നു. ഇവിടെ എന്താണ്? കൃത്യമായിട്ട് ആൾക്കാർക്ക് ഒരു പ്രൊഡക്ഷനെ നമ്മൾ കറക്റ്റായിട്ട് ഡിവൈഡ് ചെയ്യുന്നു, എന്നിട്ട് അതിൽ ഓരോ ആൾക്കാരെ കൊണ്ടുവന്ന് നിർത്തുന്നു. അവരുടെ ആകെ കൂടിയുള്ള ജോലി, അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ജോലി കൃത്യമായിട്ട് സ്പെഷ്യലൈസേഷൻ ചെയ്ത് ചെയ്യുക. ഇപ്പോൾ ഇവിടെ തന്നെ ടീച്ചിങ് ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ട്, ഇതിൻ്റെ കണ്ടൻറ്റ് ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ട്, ഇതിൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യുന്ന കോർഡിനേഷൻ ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് എഫിഷ്യൻ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മുന്നോട്ടായിട്ട് പോകാനായിട്ട് പറ്റും. അപ്പോൾ അത്തരം കാര്യങ്ങളാണ് കോംപ്ലക്സ് ഡിവിഷൻ ഓഫ് ലേബർ എന്ന് പറയുന്നത്. അടുത്തത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലേബർ എന്നുള്ളതിൻ്റെ അകത്ത് നമ്മളൊരു കോൺസെപ്റ്റ് പഠിക്കുന്നുണ്ട്. എന്താണ്? ലേബർ ഇൻറ്റൻസീവ് ടെക്നിക്ക് എന്ന് പറയുന്നുണ്ട്. എന്താണ് ഈ ലേബർ ഇൻറ്റൻസീവ് ടെക്നിക്ക്? ആ വാക്കിൽ തന്നെയുണ്ട് ഇൻറ്റൻസീവ്ലി ലേബറിനെ ഉപയോഗിക്കുന്ന ടെക്നിക്ക്. ദ മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ യൂസിങ് മോർ ലേബർ ആൻഡ് ലെസ് ക്യാപിറ്റൽ ഈസ് നോൺ ആസ് ഇൻറ്റൻസീവ് ടെക്നിക്ക്. ലേബർ ഇൻറ്റൻസീവ് ടെക്നിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കൂടുതൽ ലേബർ ഉപയോഗിക്കുന്നു, കുറച്ച് ക്യാപിറ്റൽ ഉപയോഗിക്കുന്നതാണ് ലേബർ ഇൻറ്റൻസീവ് ടെക്നിക്ക്. എന്താണ് ലേബർ ഇൻറ്റൻസീവ് ടെക്നിക്കിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്? ഫസ്റ്റ്, പ്രൊഡക്ഷൻ ഇൻവോൾവിങ് മോർ ലേബറേഴ്സ്. കൂടുതൽ ലേബറേഴ്സിനെ നമ്മൾ യൂസ് ചെയ്യുന്നു, കുറച്ച് ക്യാപിറ്റൽ മതി. അപ്പോൾ കുറച്ച് ക്യാപിറ്റൽ യൂട്ടിലൈസ്ഡ് ആവുന്നു, ലോ ലെവൽ ഓഫ് ക്യാപിറ്റൽ യൂട്ടിലൈസേഷൻ. അതുപോലെ തന്നെ കൂടുതൽ ലേബർ ഇൻറ്റൻസീവ് ആകുമ്പോൾ ഒരു പ്രശ്നം എന്താ? ക്യാപിറ്റൽ വന്നു കഴിഞ്ഞാൽ, മെഷീൻ വന്നു കഴിഞ്ഞാൽ കാര്യങ്ങളെല്ലാം പെട്ടെന്ന് നടക്കും. പക്ഷേ ലേബർ വന്നു കഴിഞ്ഞാൽ കുറച്ച് സമയം എടുക്കും. അപ്പോൾ എന്താണ്? ഇറ്റ് റിക്വയർസ് മോർ ടൈം. പക്ഷെ അതേ സമയത്തുള്ള ബെനിഫിറ്റ് എന്താണ്? ഇറ്റ് ഈസ് മോർ എക്കോ ഫ്രണ്ട്ലി പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പലപ്പോഴും നമ്മുടെ ലേബറിനെ സംബന്ധിച്ച് അവർ വളരെ എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷേ മെഷീൻസിന് അങ്ങനെ ചിന്തിക്കാനുള്ള കഴിവില്ല. അതുകൊണ്ട് തന്നെ എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി, എക്കോ ഫ്രണ്ട്ലി ആയിട്ട് അവർക്ക് പ്രൊഡക്ഷൻ ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതുപോലെ തന്നെ ടെക്നോളജി, ഇത്തരം മെത്തേഡ്സിൻ്റെ അകത്ത് ലിമിറ്റഡ് യൂസ് ഓഫ് ടെക്നോളജിയാണ്. കൂടുതൽ റിലയൻസ് എവിടെയാണ്? ആ ലേബറിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. ടെക്നോളജിക്കും ക്യാപിറ്റലിനും എല്ലാം ലീസ്റ്റ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കൊണ്ട് തന്നെ കൂടുതൽ സമയം എടുക്കുമെങ്കിലും എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് ലേബർ ഇൻറ്റൻസീവ് ടെക്നിക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എവിടെയാണ് ഈ ഒരു കണ്ടന്റ് ഉള്ളത്? SCERT 8ാം ക്ലാസ്സിൻ്റെ സോഷ്യൽ സയൻസ് ബുക്കിൻ്റെ അകത്ത് ബേസിക് എക്കണോമിക് പ്രോബ്ലംസ് ആൻഡ് എക്കണോമി എന്നുള്ളതിൻ്റെ അകത്താണ് ഈ ഒരു ആസ്പെക്റ്റ് പറയുന്നത്. എന്തുകൊണ്ടാണ് എടുത്ത് ബുക്കിൻ്റെ പേര് പറയുന്നത്? കാരണം ഈ അടുത്ത കാലത്ത് കേരള PSC വളരെ ഇൻറ്റൻസീവായിട്ടാണ് SCERT ബുക്ക്, NCERT ബുക്ക്, അതിനോടൊപ്പം തന്നെ ഈ അടുത്ത കാലത്ത് വന്ന ചില ചോദ്യങ്ങൾ ICSE ബുക്കിൻ്റെ അകത്തുനിന്നും ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് നിങ്ങൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് വെച്ച് തന്നെ മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ളൊരു ഓപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? സോ ലെറ്റ്സ് സ്റ്റഡി അബൌട്ട് ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ലേബേഴ്സ്. അപ്പോൾ ക്ലാസിഫിക്കേഷൻ ഓഫ് ലേബേഴ്സ് പറയുമ്പോൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മുടെ ഫോർമൽ സെക്ടറിൽ
വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഫോർമൽ സെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഗവൺമെൻറ് ഓഫീസുകൾ അല്ലേ, സെൻട്രൽ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ്, അങ്ങനെയുള്ള പല ഗവൺമെൻറ് ഓഫീസിലും അല്ലാതെയുള്ള സ്ഥലത്ത് ഓരോ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാം പാലിച്ചുകൊണ്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫോർമൽ സെക്ടർ എംപ്ലോയീസ് അഥവാ ലേബർ എന്ന് പറയും. അതേസമയം ദർ ആർ ഓൾസോ പീപ്പിൾ ഹു ആർ നോൺ ആസ് ദ ഇൻഫോർമൽ ലേബർ. ആരാണ് ഇൻഫോർമൽ ലേബർ? ഇൻഫോർമൽ ലേബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫോർമൽ സെക്ടറിൽ വർക്ക് ചെയ്യുന്നവർ അല്ലെങ്കിൽ അൺഓർഗനൈസ്ഡ് സെക്ടറിൽ വർക്ക് ചെയ്യുന്നവർ. അപ്പോൾ ഇൻഫോർമൽ ആയിട്ടുള്ള സെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കമ്പ്യൂട്ടേഷൻസിൻ്റെ എല്ലാം വെളിയിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ അവർ പറയുന്ന റൂൾസും റെഗുലേഷൻസും ഒന്നും പാലിക്കാത്ത, അല്ലെങ്കിൽ കൃത്യമായിട്ട് ഒരു അക്കൗണ്ടബിലിറ്റി ഒന്നും ഇല്ലാത്ത ഒരു സെക്ടറാണ് ശരിക്കും അൺഓർഗനൈസ്ഡ് സെക്ടർ അഥവാ ഇൻഫോർമൽ സെക്ടർ എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ എന്താണ് അൺഓർഗനൈസ്ഡ് സെക്ടർ എന്നുള്ളത് നോക്കാം. അത്തരം സെക്ടറിൽ അൺഓർഗനൈസ്ഡ് സെക്ടർ അല്ലെങ്കിൽ ഇൻഫോർമലായിട്ട് വർക്ക് ചെയ്യുന്നവരെയാണ് എന്തെന്ന് പറയുന്നത്? ഇൻഫോർമൽ ലേബർ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് അൺഓർഗനൈസ്ഡ് സെക്ടർ? ഇതിനെ ക്ലാസിഫൈ ചെയ്യുന്നത് നമ്മുടെ നാഷണൽ കമ്മീഷൻ ഫോർ എൻ്റർപ്രൈസസ് ഇൻ അൺഓർഗനൈസ്ഡ് സെക്ടർ ക്ലാസിഫിക്കേഷൻ പ്രകാരമുള്ള ഡെഫിനിഷനാണ് നമ്മൾ പറയുന്നത്. അൺഓർഗനൈസ്ഡ് സെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഇൻഡിവിജ്വൽസ് സ്വയം അവർ ജോലി ചെയ്യുന്നു, അവർ തന്നെ ഒരു കമ്പനി തുടങ്ങുന്നു, അവർ തന്നെ എന്തെങ്കിലും ഒരു ജോലി ചെയ്യുന്നതിനെയാണ്, അതായത് ഓൺഡ് ബൈ ഇൻഡിവിജ്വൽസ് അല്ലെങ്കിൽ സെൽഫ് എംപ്ലോയിഡ് എന്ന് നമ്മൾ പറയും. ആൻ എൻ്റർപ്രൈസ് ഓൺഡ് ബൈ ഇൻഡിവിജ്വൽസ് ഓർ സെൽഫ് എംപ്ലോയിഡ്സ്. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള ഒരു കാര്യം എന്താണ്? ഇതിൻ്റെ അകത്ത് ഒരു ലെസ് ദാൻ 10 എംപ്ലോയീസ് ആണ് വർക്ക് ചെയ്യുന്നത്. ലെസ് ദാൻ 10 എംപ്ലോയീസ് വർക്ക് ചെയ്യുന്ന ഒരു കാര്യത്തിനെയാണ് ആസ് പെർ ദ നാഷണൽ കമ്മീഷൻ ഫോർ എൻ്റർപ്രൈസസ് ഇൻ അൺഓർഗനൈസ്ഡ് സെക്ടർ ക്ലാസിഫിക്കേഷൻ പ്രകാരം അൺഓർഗനൈസ്ഡ് സെക്ടർ എന്ന് പറഞ്ഞാൽ 10-ൽ താഴെ എംപ്ലോയീസ് വർക്ക് ചെയ്യുന്ന ഒരു മേഖല. അവിടെ പലപ്പോഴും കൃത്യമായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാം പാലിക്കപ്പെടണമെന്നില്ല. രണ്ടാമത്തെ കാര്യം എന്താ? സെൽഫ് എംപ്ലോയിഡ് ആയിട്ടുള്ള ആൾക്കാർ, സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങുന്ന ആൾക്കാർ, ഇവരെല്ലാം നമ്മൾ എന്തെന്ന് പറയുന്ന അൺഓർഗനൈസ്ഡ് സെക്ടർ. അപ്പോൾ അൺഓർഗനൈസ്ഡ് സെക്ടർ അതുപോലെ ഇൻഫോർമൽ സെക്ടറിലെല്ലാം വർക്ക് ചെയ്യുന്നവരെയാണ് ഇൻഫോർമൽ ലേബർ എന്ന് നമ്മൾ പറയാറുള്ളത്. ഇനി മറ്റൊരു വാക്കുണ്ട്, ഗിഗ് ലേബർ. എന്താണ് ഗിഗ് ലേബർ? ഗിഗ് ലേബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രഡീഷണൽ ആയിട്ടുള്ളൊരു എംപ്ലോയർ റിലേഷൻഷിപ്പ് ഉണ്ട്. എന്താണ് ഈ ട്രഡീഷണൽ എംപ്ലോയർ റിലേഷൻഷിപ്പ്? രാവിലെ കൃത്യം ഇത്ര മണിയാകുമ്പോൾ നിങ്ങൾ വരണം, വന്നിട്ട് നിങ്ങൾ എൻ്റെ കീഴിൽ ജോലി ചെയ്യണം. നിങ്ങൾ വൈകിട്ട് 5 മണി വരെ ഇവിടെ ഉണ്ടായിരിക്കണം. ഇടയ്ക്ക് ഒരു മണിക്കൂർ നിങ്ങൾക്ക് ലഞ്ച് ബ്രേക്ക് കാണും. നിങ്ങൾക്ക് ഒരു വർഷം ഇത്രയും അവധി ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഒരു വർഷം ഒരു ക്യാഷ്വൽ ലീവ് ഇത്രയും കാണും. അല്ലാതെ നിങ്ങൾക്ക് മെഡിക്കൽ ലീവ് ഉണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരികയാണെങ്കിൽ, മെഡിക്കൽ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ആവശ്യം വരികയാണെങ്കിൽ അതിനും നമ്മൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള തൊഴിൽ നിയമങ്ങളുടെ സംരക്ഷണം ഉറപ്പാണ്. ഇതാണ് എന്തെന്ന് പറയുന്നത് ഒരു ട്രഡീഷണൽ എംപ്ലോയർ റിലേഷൻഷിപ്പ്. അതേസമയം ഗിഗ് ലേബർ എന്താണ്? ട്രഡീഷണൽ എംപ്ലോയർ റിലേഷൻഷിപ്പിന് വെളിയിൽ നിന്ന് ചെയ്യുന്ന ജോലികൾ. അതായത് ഇപ്പോൾ ഫ്രീലാൻസിൽ ആൾക്കാർ വർക്ക് ചെയ്യുന്നു അല്ലേ. ഇപ്പം ഞാൻ ഇവിടെ ക്ലാസ് എടുക്കുന്നു, അപ്പോൾ ഇതിനോടൊപ്പം തന്നെ എനിക്ക് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ ഒരു പടം വരയ്ക്കുന്ന എന്തെങ്കിലും ഒരു ജോലി ചെയ്യാം അല്ലേ. അല്ലെന്നുണ്ടെങ്കിൽ എനിക്കിപ്പോൾ ഇൻട്രസ്റ്റ് ആണ് കുക്കിംഗ്, അപ്പോൾ കുക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒരു തൊഴിൽ ചെയ്യാം. അപ്പോൾ ഒരു വ്യക്തി പല ജോലികളിൽ ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പോൾ സാധാരണയായിട്ട് നമ്മൾ കൺവെൻഷനലായിട്ട് കണ്ടുവന്ന ഒരു ട്രഡീഷണൽ എംപ്ലോയർ റിലേഷൻഷിപ്പ് അല്ല ഇവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അത്തരം ലേബറിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഗിഗ് ലേബർ എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ ഗിഗ് ലേബേഴ്സിൽ തന്നെ ചില ആൾക്കാരുണ്ട് ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൻ്റെ സഹായത്തോടു കൂടി വർക്ക് ചെയ്യുന്നത്. സേ ഫോർ എക്സാമ്പിൾ, ഇപ്പം നിങ്ങളിത് ഓൺലൈൻ ക്ലാസ്സാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഓൺലൈൻ ക്ലാസ് ആകുമ്പോൾ എന്താ, ഞാനൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൻ്റെ സഹായത്തോടു കൂടിയാണ് നിങ്ങളുടെ ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ ആരാണ്? പ്ലാറ്റ്ഫോം വർക്കർ. അപ്പോൾ ഞാനൊരു ഗിഗ് വർക്കറാണ്. അതിനോടൊപ്പം തന്നെ ഞാനൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോംസിൻ്റെ സഹായത്തോടു കൂടി വർക്ക് ചെയ്യുന്നത് കൊണ്ട് ഞാനൊരു പ്ലാറ്റ്ഫോം വർക്കറാണ്. അതുപോലെ തന്നെ നമ്മുടെ സ്വിഗ്ഗി, സൊമാറ്റോ, ഊബർ, ഇതിലെല്ലാം നിങ്ങളൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൻ്റെ സഹായത്തോടു കൂടിയാണ് അവരുടെ സേവനം എടുക്കുന്നത്. അപ്പോൾ അവരെല്ലാം ആരാണ്? പ്ലാറ്റ്ഫോം വർക്കേഴ്സ്. ദേ ആർ ഓൾസോ ഗിഗ് വർക്കേഴ്സ്, ദേ ആർ ഓൾസോ പ്ലാറ്റ്ഫോം വർക്കേഴ്സ്. കോൺട്രാക്ട് ലേബർ ഉണ്ട്. കോൺട്രാക്ട് ലേബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു പെർട്ടിക്കുലർ ജോലി ചെയ്യാനായിട്ട് ഒരു കോൺട്രാക്റ്റിൻ്റെ സഹായത്തോടു കൂടി നമ്മൾ ഒരാളെ ഏൽപ്പിക്കുന്നു. അതിനെ പറയുന്ന പേരാണ് എന്താ? കോൺട്രാക്ട് ലേബർ. അപ്പോൾ കോൺട്രാക്ട് ലേബർ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെഗ്മെൻറ്റ് ഓഫ് വർക്കേഴ്സാണ് ഇൻ്റർ സ്റ്റേറ്റ് മൈഗ്രൻ്റ് വർക്കേഴ്സ്. ആരാ ഇൻ്റർ സ്റ്റേറ്റ് മൈഗ്രൻ്റ് വർക്കേഴ്സ്? കേരളത്തിൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഇൻ്റർ സ്റ്റേറ്റ് മൈഗ്രൻ്റ് വർക്കേഴ്സ്, അതാണ് നമ്മുടെ അതിഥി തൊഴിലാളികൾ. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഒരു സംസ്ഥാനത്തിലേക്ക് ജോലിക്ക് വേണ്ടി വരുന്ന ആൾക്കാർ. അപ്പോൾ ഇവരെല്ലാം നമ്മുടെ ലേബറേഴ്സിൻ്റെ പട്ടികയിൽ പെടുന്ന ആൾക്കാരാണ്. അപ്പോൾ പ്ലാറ്റ്ഫോം വർക്കേഴ്സ് ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൻ്റെ സഹായത്തോടു കൂടി വർക്ക് ചെയ്യുന്നു. കോൺട്രാക്ട് ലേബർ ഒരു കോൺട്രാക്റ്റിൻ്റെ ഒരു നിശ്ചിത കോൺട്രാക്റ്റ് കാണും, ഒരു നിശ്ചിത സമയം കാണും, എന്തൊക്കെയാണ് ജോലി ചെയ്യേണ്ടതെന്ന് അതിൻ്റെ അകത്ത് ഉണ്ടായിരിക്കും. അത്തരം വർക്കേഴ്സിനെയാണ് കോൺട്രാക്ച്വൽ സ്റ്റാഫ് എന്ന് പറയുന്നത്. ഗിഗ് ലേബർ ആരാണ്? ഒരു ട്രഡീഷണൽ എംപ്ലോയർ സെറ്റപ്പിൻ്റെ വെളിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരെയാണ്. ഫ്രീലാൻസേഴ്സ് പല പല ജോലികൾ ചെയ്യുന്നു. അപ്പോൾ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള കൺവെൻഷണൽ ആയിട്ടുള്ള പലതും കാര്യങ്ങൾ അവിടെ ഉണ്ടാവില്ല. അവരെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഗിഗ് ലേബർ എന്ന് പറയുന്നത്. ഇനി
നമുക്ക് കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻസ് ആദ്യമേ സ്ലൈഡ് തുടങ്ങിയപ്പോൾ തന്നെ നമ്മൾ കണ്ടതാണ്. ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. ഉൽപാദന ഘടകങ്ങളുടെ ഡിമാൻഡ് എന്താണ്? അതായത് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ്റെ ഡിമാൻഡ് എന്താണ്? ഡയറക്റ്റ് ഡിമാൻഡാണോ, ഡിമാൻഡാണോ, ഡിറൈവ്ഡ് ഡിമാൻഡാണോ, ഇവയെല്ലാമാണോ? എന്താണ് നമ്മുടെ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്? ഇതിൻ്റെ ആൻസർ എന്താണ്? ഡിറൈവ്ഡ് ഡിമാൻഡ്. ബി ആണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എടുത്തിരിക്കുന്ന പൊതുവേ നമ്മൾ പറയാറുണ്ട് PSC എക്സാംസിന് SCRT NCERT തന്നെ അഡിക്വേറ്റ് ആണെന്ന്. പക്ഷേ ഇതിൻ്റെ സോഴ്സ് എന്താണ്? ICSE ക്ലാസ് 10 എക്കണോമിക് ആപ്ലിക്കേഷൻസ് യൂണിറ്റ് 1-ൽ നിന്ന് ഡയറക്റ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ് ഇവിടെ ഇൻകോർപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. ആ യൂണിറ്റ് 1-ലെ പോർഷനാണിത്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ്റെ അകത്ത് ഡിമാൻഡ് ഫോർ എ ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ ഈസ് ഡിറൈവ്ഡ് എന്നുള്ള ഈ പോയിൻ്റാണ് ഈ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ തസ്തികയിലേക്കുള്ള പ്രിലിംസ് പരീക്ഷയ്ക്ക് ചോദ്യമായി വന്നിട്ടുള്ളത്. ക്ലിയർ ആണോ? അപ്പോൾ നമ്മളിപ്പോൾ NCERT SCRT മാത്രമല്ല ICSE പുസ്തകങ്ങളും നമുക്ക് വളരെ ഉപയോഗപ്രദമാണ് PSCയുടെ ജേണിയിൽ എന്നുള്ളതും കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. അടുത്തത്, എമംഗ് ദ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ the passive ones include land, labor, capital, both land and capital. എന്താണ് ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത്? പാസീവ് വൺ ഏതാണെന്നാണ് നമുക്കറിയാം. ലേബർ എന്താണ്? ആക്റ്റീവായിട്ടുള്ളതാണ്. അപ്പം ഇതിൻ്റെ അകത്ത് പാസീവ് വൺ ഏതാണ്? ബോത്ത് ലാൻഡ് ആൻഡ് ക്യാപിറ്റൽ. ഡി ആണ് ഉത്തരം. ലേബർ ഈസ് ആൻ ആക്റ്റീവ് ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ, ലാൻഡ് ആൻഡ് ക്യാപിറ്റൽ ആർ പാസീവ് ഫാക്ടേഴ്സ് എന്നുള്ളൊരു കാര്യം നമ്മളെവിടെ കാണുന്നുണ്ട്? ക്ലാസ് 10 എക്കണോമിക് ആപ്ലിക്കേഷൻസ് അതിലെ 1ാമത്തെ ചാപ്റ്റർ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഉള്ളത് നമ്മൾ നേരത്തെ കണ്ടതാണ്. ICSEയുടെ പുസ്തകമാണ്. അതിൽ നിന്ന് എടുത്തിരിക്കുന്ന ചോദ്യമാണ് ഡിഗ്രി പ്രിലിംസിന് ചോദിച്ചിട്ടുള്ളത്. Okay, now let's discuss the model questions. So, the very first question, which of the following is not considered as a part of land in economics? ലാൻഡിൻ്റെ പാർട്ടല്ലാത്ത എന്ത്? നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഉത്തരം. ലേബറാണ് ലാൻഡിൻ്റെ പാർട്ടല്ലാത്ത, ബാക്കിയെല്ലാം ലാൻഡിൻ്റെ അകത്ത് വരുന്ന നാച്ചുറൽ റിസോഴ്സസ്. സി ആണ് ഉത്തരം. അടുത്തത്, വാട്ട് ഈസ് എ റിവാർഡ് ഫോർ ലാൻഡ് ഇൻ ദ പ്രൊഡക്ഷൻ പ്രോസസ്? ലാൻഡിന് കിട്ടുന്ന റിവാർഡ് ഏതാണ്? ഇതിൽ ഏതാണ് ലാൻഡിന് കിട്ടുന്ന റിവാർഡ് എന്നുള്ളത് നമ്മൾ നോക്കണം. എന്താണ് ലാൻഡിന് കിട്ടുന്ന റിവാർഡ്? റെൻ്റാണ് ലാൻഡിന് കിട്ടുന്ന റിവാർഡ് എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. സി ആണ് ആൻസർ. അടുത്തത്, വിച്ച് ഓഫ് ദിസ് ഈസ് എ കറക്റ്റ് ക്യാരക്ടറിസ്റ്റിക് ഓഫ് ലാൻഡ്? ലാൻഡിൻ്റെ ശരിയായിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്? ലാൻഡ് മൊബൈലാണോ? അല്ല. ലാൻഡ് മാൻമെയ്ഡ് ആണോ? അല്ല. ലാൻഡ് ആക്റ്റീവ് ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ ആണോ? അല്ല. അപ്പോൾ എന്താണ് ഉത്തരം? ലിമിറ്റഡ് ഇൻ സപ്ലൈ. സി ആണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. അടുത്തത്, ദ പ്രൊഡക്ടിവിറ്റി ഓഫ് ലാൻഡ് റെഫേഴ്സ് ടു, ലാൻഡിന് കിട്ടുന്ന റെൻ്റ് ആണോ പ്രൊഡക്ടിവിറ്റി? അതേപോലെ വേജസ് പെയ്ഡ് ടു എ ലേബർ ആണോ പ്രൊഡക്ടിവിറ്റി? ടോട്ടൽ ഔട്ട്പുട്ട് ഫ്രം ഓൾ ഇൻപുട്സ് ആണോ? അല്ല. ഔട്ട്പുട്ട് പെർ യൂണിറ്റ് ഓഫ് ലാൻഡ്. സി ആണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. അടുത്തത്, ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ റിട്ടേൺസ് റിസൾട്ട്സ് ഇൻ ഹയർ ഔട്ട്പുട്ട് ഓൾവേസ്. എപ്പോഴും ഹയർ ഔട്ട്പുട്ട് വരോ? ഇല്ല. ഹയർ മാർജിനൽ ഔട്ട്പുട്ട് ഓൾവേസ്? അല്ല. ഔട്ട്പുട്ടിൽ ഒരു വ്യത്യാസവും ഇല്ല. നോ ചേഞ്ച് ഇൻ ഔട്ട്പുട്ട്? അല്ല. എന്താണ്? പ്രോഗ്രസീവ്ലി സ്മോളർ ഗെയിൻസ് ഇൻ ഔട്ട്പുട്ട് എന്നുള്ളതാണ് ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ റിസൾട്ട്സിൻ്റെ ലക്ഷ്യം, അല്ലെങ്കിൽ അതിൻ്റെ ആകത്തുകയായി മാറുന്നത്. സോ ആൻസർ ഈസ് ഡി. അടുത്തത്, ലേബർ ഈസ് കോൾഡ് ആൻ ആക്റ്റീവ് ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ ബിക്കോസ്. എന്തുകൊണ്ട് ലേബറിനെ ആക്റ്റീവ് ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നു? ഇറ്റ് ക്യാൻ ബി സ്റ്റോർഡ്. ലേബർ സ്റ്റോർ ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഇറ്റ് ഏൺസ് പ്രോഫിറ്റ്? അല്ല. ഇറ്റ് ഈസ് ഓൾവേസ് ഫിസിക്കൽ? അല്ല. എന്താണ്? ഇറ്റ് ആക്ടിവേറ്റ്സ് അതർ ഫാക്ടേഴ്സ്. ലേബറിന് മറ്റ് ഫാക്ടേഴ്സിനെ എന്ത് ചെയ്യാൻ പറ്റും? ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റും. സോ ദ ആൻസർ ഈസ് സി. അടുത്തത്, വാട്ട് ഈസ് ദ എക്കണോമിക് റിവാർഡ് ഫോർ ലേബർ? പ്രോഫിറ്റ്, ഇൻട്രസ്റ്റ്, റെൻറ്റ്, വേജ്. ഇതിൽ എന്താണ് ലേബറിന് കിട്ടുന്നത്? വേജ് ആണെന്ന് അറിയാം. സോ ദ ആൻസർ ഈസ് ഡി. അടുത്തത്, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് മെൻ്റൽ ലേബർ? മെൻ്റൽ ലേബർ ആണ് ചോദിക്കുന്നത്. ഒരു ഷെഫ് കുക്ക് ചെയ്യുന്നു റെസ്റ്റോറൻറ്റിൽ, ഒരു കാർപ്പൻറ്റർ ഒരു ടേബിൾ ബിൽഡ് ചെയ്യുന്നു, ഒരു ഫാർമർ ലാൻഡ് ടില്ല് ചെയ്യുന്നു? അല്ല. അപ്പോൾ ലോയർ അഡ്വൈസിങ് ഒരു അഡ്വൈസ് കൊടുക്കുന്നു. അഡ്വൈസിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ട് പറയാൻ പറ്റത്തില്ല. അതൊരു ക്വാളിറ്റേറ്റീവ് കാര്യമാണ് അല്ലേ? സോ ദ ആൻസർ ഈസ് സി. ലോയർ അഡ്വൈസിങ് എ ക്ലയൻറ്റ് ഫോർ എ ഫീ ആണ് മെൻ്റൽ ലേബറിൻ്റെ എക്സാമ്പിൾ. അടുത്തത്, ലേബർ കനോട്ട് ബി. ലേബറിനെ ട്രെയിൻ ചെയ്യാൻ പറ്റും, എഡ്യൂക്കേറ്റ് ചെയ്യാൻ പറ്റും, സ്കിൽ ചെയ്യാൻ പറ്റും, പക്ഷേ എന്ത് ചെയ്യാൻ പറ്റില്ല? അക്യുമുലേറ്റ് ചെയ്യാനാണ് പറ്റാത്തത്. സി ആണ് അതിൻ്റെ ആൻസർ. അടുത്തത്, in which type of division of labor is the whole product made by a single person or a group? ഏത് ടൈപ്പിലാണ് ദ ഹോൾ പ്രൊഡക്ഷൻ ബൈ എ ഗ്രൂപ്പ്? ഒരു ഗ്രൂപ്പ് കൂട്ടത്തോടെ എല്ലാ പ്രൊഡക്ഷനും ഒരുമിച്ച് ചെയ്യുന്നതിന് നമ്മൾ എന്തെന്നാണ് പറയുന്നത്? സിമ്പിൾ എന്നാണ് അല്ലേ പറയുന്നത്. സോ ദ ആൻസർ ഈസ് സിമ്പിൾ ഡിവിഷൻ ഓഫ് ലേബർ. പക്ഷെ അതിൽ സ്പെഷ്യലൈസ്ഡ് ആൾക്കാരുണ്ട്, ടാസ്കുകൾ ഡിവൈഡ് ചെയ്ത് അവർ അത് മാത്രമേ ചെയ്യുന്നുള്ളെങ്കിൽ നമ്മൾ പറയും കോംപ്ലെക്സ് ഡിവിഷൻ ഓഫ് ലേബർ എന്ന് പറയും. അടുത്തത്,
അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻ ആണ്. ലാൻഡ് ഈസ് ആൻ ആക്റ്റീവ് ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ. അസേർഷൻ: land requires the application of labor and capital to be productive. ലാൻഡിന് എന്ത് വേണം? ലേബറും ക്യാപിറ്റലും കൂടി വന്നാലേ അവർക്ക് പ്രൊഡക്റ്റീവ് ആവാൻ പറ്റൂ. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. പക്ഷേ ലാൻഡ് ഒരു ആക്റ്റീവ് ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ ആണോ? അല്ല. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. സോ ദ ആൻസർ ഈസ് എ ഈസ് ഫോൾസ്, ആർ ഈസ് ട്രൂ. സോ ദ ആൻസർ ഈസ് ഡി ആണ് നമ്മുടെ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ: കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ലേബർ കനോട്ട് ബി സ്റ്റോർഡ് ഫോർ ഫ്യൂച്ചർ യൂസ്. ശരിയാണ്. ലേബറിനെ നമുക്ക് ഫ്യൂച്ചറിനായിട്ട് സേവ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ലേബർ ഈസ് ഇൻസെപ്പറബിൾ ഫ്രം ദ പേഴ്സൺ ഹൂ പ്രൊവൈഡ്സ് ഇറ്റ്. അതും ശരിയായിട്ടുള്ള കാര്യമാണ്. സോ ദ ആൻസർ ഈസ് ബോത്ത് 1 and 2. ഏതൊക്കെയാണ് കറക്റ്റ് എന്നുള്ളതായിരുന്നു ചോദ്യം. ആൻസർ എന്താണ്? ബോത്ത് 1 and 2 ആർ കറക്റ്റ്. ലേബർ കനോട്ട് ബി സേവ് ഫോർ എ ഫ്യൂച്ചർ യൂസ് ആൻഡ് ലേബർ ഈസ് ഇൻസെപ്പറബിൾ ഫ്രം ദ പേഴ്സൺ ഹൂ പ്രൊവൈഡ്സ് ഇറ്റ്. അടുത്തത് അസർഷൻ റീസൺ ആണ്. ഇൻഫോർമൽ ലേബേഴ്സ് ആർ ജനറലി നോട്ട് കവേർഡ് അണ്ടർ സോഷ്യൽ സെക്യൂരിറ്റി സ്കീംസ്. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ദേ വർക്ക് ഇൻ എൻ്റർപ്രൈസസ് വിത്ത് മോർ ദാൻ 10 എംപ്ലോയീസ് ആൻഡ് റിസീവ് റെഗുലർ ബെനിഫിറ്റ്സ്. അപ്പോൾ ഇൻഫോർമൽ സെക്ടർ മോർ ദാൻ 10 എംപ്ലോയീസും റെഗുലർ ബെനിഫിറ്റ്സും ഉണ്ടെന്ന് പറയുന്നത് തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. അവർക്ക് റെഗുലാരിറ്റി ഓഫ് ബെനിഫിറ്റ്സ് ഇല്ല, അവർക്ക് യാതൊരുവിധ സോഷ്യൽ സെക്യൂരിറ്റി മെഷേഴ്സും അവർക്ക് കിട്ടുന്നില്ല. സോ ദിസ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് റോങ്. അപ്പോൾ എന്താണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്? എ ഈസ് ട്രൂ, ആർ ഈസ് ഫോൾസ്. സോ സി ഈസ് ദ ആൻസർ. ഗിഗ് വർക്കേഴ്സ് ആർ നോട്ട് പാർട്ട് ഓഫ് ട്രഡീഷണൽ എംപ്ലോയർ സിസ്റ്റംസ്. ഗിഗ് വർക്കേഴ്സ് ഏൺ ഇൻകം ത്രൂ ഫ്ലെക്സിബിൾ ടാസ്ക് ബേസ്ഡ് വർക്ക് അറേഞ്ച്മെൻറ്റ്സ്. രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ഏതൊക്കെയാണ് കറക്റ്റ് എന്നുള്ളതാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. They are not part of traditional employer relationship. Second statement ശരിയാണ്. കാരണം അവർ ഫ്ലെക്സിബിൾ ടാസ്ക് ബേസ്ഡ് വർക്ക് അറേഞ്ച്മെൻറ്റ്സ് ആണ് ചെയ്യുന്നത്. സോ ദ ആൻസർ ഈസ് സി, ബോത്ത് 1 and 2 ആണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: പ്ലാറ്റ്ഫോം വർക്കേഴ്സ് യൂസ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ് ടു ഓഫർ സർവീസസ്. റീസൺ അസേർഷൻ ക്വസ്റ്റ്യൻ ആണ്. ദിസ് വർക്കേഴ്സ് ആർ ടിപ്പിക്കലി എംപ്ലോയിഡ് ഫുൾ ടൈം ബൈ ടെക് കമ്പനീസ്. അവർക്ക് ഫുൾ ടൈം ആയിട്ടുള്ള ജോലി ഇല്ല. ബിക്കോസ് ദേ ആർ പ്ലാറ്റ്ഫോം വർക്കേഴ്സ്, ദേ ആർ ഗിഗ് വർക്കേഴ്സ്. ഓൺലൈൻ പ്ലാറ്റ്ഫോമിൻ്റെ സഹായത്തോടു കൂടി ചെയ്യുന്നു. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്, ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. സോ ദ ആൻസർ ഈസ് സി ആണ്. എ ഈസ് ട്രൂ, ആർ ഈസ് ഫോൾസ് ആണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: A cab driver working via app like Uber is a platform worker. Reason: platform workers operate through the online platforms but are not regular employees of those platforms. ശരിയാണ്. സോ ദ ആൻസർ ഈസ് ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ ആൻഡ് ആർ ഈസ് എ കറക്റ്റ് എക്സ്പ്ലനേഷൻ. അയാൾ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ സഹായത്തോടുകൂടിയാണ് വർക്ക് ചെയ്യുന്നത്. അയാളൊരു ഗിഗ് വർക്കറാണ്. അപ്പോൾ ഊബർ ഡ്രൈവർ പ്ലാറ്റ്ഫോമിൻ്റെ സഹായത്തോടു കൂടി വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ് അയാളെ പ്ലാറ്റ്ഫോം വർക്കർ എന്ന് പറയുന്നത്. സോ ദ ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ ഈസ് എ. അടുത്തത്: വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് not a significant characteristic of labor as a factor of production? It is mobile, it is physical, it is inseparable from the worker, it can be stored. അപ്പം ഇതിൽ എന്താണ് ഫീച്ചർ അല്ലാത്തതെന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പോൾ ഫിസിക്കൽ ലേബർ നമുക്കുണ്ട്, മൊബൈൽ ലേബർ നമുക്ക് ലേബറിന് മൊബിലിറ്റി ഉണ്ട്, ഇറ്റ് ഈസ് ഇൻസെപ്പറബിൾ ഫ്രം ദ വർക്കറാണ്. അപ്പോൾ എന്താണ് ഉത്തരം എന്ന് പറയുന്നത്? ഇറ്റ് ക്യാൻ ബി സ്റ്റോർഡ് എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ളതാണ്. സോ ദ ആൻസർ ഈസ് ഡി ഈസ് ദ ആൻസർ. നെക്സ്റ്റ്: ലേബർ ഈസ് കൺസിഡേർഡ് ആസ് എ പെരിഷബിൾ ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ ബിക്കോസ്. എന്തുകൊണ്ടാണ് അതൊരു പെരിഷബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? പെരിഷബിൾ എന്ന് വെച്ചാൽ പെട്ടെന്ന് തീരുന്ന അല്ലെങ്കിൽ നശിക്കാൻ സാധ്യതയുള്ളൊരു ഫാക്ടർ എന്ന് എന്തുകൊണ്ടാണ് പറയുന്നത്? ഇറ്റ് കനോട്ട് ബി സ്റ്റോർഡ് ഫോർ ഫ്യൂച്ചർ യൂസ്. മറ്റുള്ള കാര്യങ്ങളൊന്നും തന്നെയല്ല. സ്കില്ല് കുറയുന്നു, അല്ലെങ്കിൽ എന്താണ് നമുക്ക് മെഷീൻസ് വേണം അത് എഫക്റ്റീവ് ആവാൻ, അല്ലെങ്കിൽ അത് ഓൾവേസ് പെയ്ഡ് ഇൻ ഗുഡ്സ്, അതുകൊണ്ടൊന്നുമല്ല ഇറ്റ് കനോട്ട് ബി സ്റ്റോർഡ് ഫോർ ഫ്യൂച്ചർ യൂസ്. സോ ബി ഈസ് ദ ആൻസർ. നെക്സ്റ്റ് ഈസ് ലേബർ മൊബിലിറ്റി റെഫേഴ്സ് ടു. എന്താണ് ലേബറിൻ്റെ മൊബിലിറ്റി? മൂവ്മെൻറ്റ് ഓഫ് മെഷീൻസ് ആണോ? അല്ല. മൂവ്മെൻറ്റ് ഓഫ് ലാൻഡ് ഫ്രം വൺ പ്ലേസ് ടു അനദർ ആണോ? അല്ല. ഫ്ലോ ഓഫ് ക്യാപിറ്റൽ ഇൻ ടു ഇൻഡസ്ട്രീസ് ആണോ? അല്ല. ഇവിടെ വർക്കറുമായിട്ട് ബന്ധപ്പെട്ട ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, സി, എബിലിറ്റി ഓഫ് വർക്കേഴ്സ് ടു മൂവ് അക്രോസ് ജോബ്സ് ഓർ അക്രോസ് ലൊക്കേഷൻസ്. സോ ദ ആൻസർ ഫോർ ലേബർ മൊബിലിറ്റി ഈസ് സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിഫൈൻസ് ലേബർ പവർ ഇൻ എക്കണോമിക് ടേംസ്? എന്താണ് ലേബർ പവർ? മണി ഏൺഡ് ബൈ ദ വർക്കർ ആണോ? അല്ല. ടൂൾസ് യൂസ്ഡ് ബൈ ദ ലേബർ ആണോ? അല്ല. ക്വാളിറ്റി ഓഫ് വർക്ക് ആണോ? അല്ല. സോ വാട്ട് ഈസ് ലേബർ പവർ? ദ സർവീസസ് ഓർ ദ എബിലിറ്റി ഓഫ് വർക്ക് സോൾഡ് ബൈ ദ വർക്കറിനെയാണ് എന്തെന്ന് പറയുന്നത്? ലേബർ പവർ എന്ന് പറയുന്നത്. സോ സി ഈസ് ദ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ദ സപ്ലൈ ഓഫ് ലേബർ ഈസ് ജനറലി മെഷേർഡ് ഇൻ. എങ്ങനെയാണ്? യൂണിറ്റ് ഓഫ് കറൻസി ആണോ? നമ്പർ ഓഫ് വർക്കേഴ്സ് ആണോ? യൂണിറ്റ്സ് ഓഫ് ക്യാപിറ്റൽ ആണോ? അല്ല. നമ്മൾ കണ്ടതാണ് മാൻ ഡേയ്സ് പെർ ഇയർ ആണ് സപ്ലൈ ഓഫ് ലേബർ എന്ന് നമ്മൾ കണക്കാക്കുന്നത്. ഡി ഈസ് ദ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഇൻ സിമ്പിൾ ഡിവിഷൻ ഓഫ് ലേബർ എ വർക്കർ പെർഫോംസ് എ സ്പെസിഫിക് സബ് ടാസ്ക് റിപ്പീറ്റഡ്ലി, manufactures the whole product from start to finish, supervises a team, only operates machines. അപ്പോൾ സബ് ടാസ്ക് ഉള്ളത് എന്തിലാണ്? കോംപ്ലക്സ് ഡിവിഷൻ. സൂപ്പർവിഷൻ എന്ന് പറയുന്നത് ഇതുമായിട്ട് അത് എൻ്റർലി സൂപ്പർവിഷനാണ്, അത് നോക്കുന്നു എന്നുള്ളതാണ്. ഓൺലി ഓപ്പറേറ്റ്സ് മെഷീൻസ് എന്ന് വെച്ചാൽ ഒരു സബ് ടാസ്ക് ചെയ്യുന്നു. അപ്പോൾ എന്താണ് ഇതിൻ്റെ സിമ്പിൾ ഡിവിഷൻ ഓഫ് ലേബർ എന്ന് പറയുന്നത്? ബി, മാനുഫാക്ചേഴ്സ് ദ ഹോൾ പ്രോഡക്റ്റ് ഫ്രം സ്റ്റാർട്ട് ടു ഫിനിഷ് ആണ് സിമ്പിൾ ഡിവിഷൻ ഓഫ് ലേബർ എന്ന് പറയുന്നത്.
അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ ബെസ്റ്റ് എക്സാമ്പിൾ ഓഫ് സിമ്പിൾ ഡിവിഷൻ ഓഫ് ലേബർ? വർക്കർ ഇൻ എ മൊബൈൽ ഫോൺ ഫാക്ടറി, കാർ എഞ്ചിൻ അസംബ്ലി ലൈൻ, കാർപ്പൻ്റർ മേക്കിംഗ് ആൻ എൻറ്റയർ ടേബിൾ, നേഴ്സ് അസിസ്റ്റിംഗ് എ സർജൻ. അപ്പം ബാക്കിയുള്ളവരെല്ലാം എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ജോബ് ആയിരിക്കും ചെയ്യുന്നത്. ഇതിൽ കാർപ്പൻ്റർ മേക്കിംഗ് ആൻ എൻറ്റയർ ടേബിൾ ആണ് സിമ്പിൾ ഡിവിഷൻ ഓഫ് ലേബറിൻ്റെ അകത്ത് നമുക്ക് പറയാൻ പറ്റുന്നത്. കാരണം അയാളാണ് അത് എൻറ്റയർ കാര്യവും ചെയ്യുന്നത്. So C is the answer for that question. Next, which of this best describes the complex division of labor? One person completes a full task. A task is broken into many smaller tasks assigned to different workers. One worker without specialization works independently on separate projects. Labor is divided by region. ഇതിൻ്റെ അകത്ത് ഒരു ടാസ്കിനെ പല ടാസ്ക്കായിട്ട് ഡിവൈഡ് ചെയ്യുന്നു, അത് ഓരോ ആൾക്കും കൊടുക്കുന്നു എന്നുള്ളതാണ് കോംപ്ലക്സ് ഡിവിഷൻ ഓഫ് ലേബർ. സോ ദ ആൻസർ ഈസ് ബി. ബി ഈസ് ദ ആൻസർ. Next is, which of the following is not a factor affecting the supply of labor? ഇതിൽ സപ്ലൈ ഓഫ് ലേബറിനെ ഏജ് സ്ട്രക്ചർ ഓഫ് ദ പോപ്പുലേഷൻ അഫക്റ്റ് ചെയ്യുന്നുണ്ട്, എഡ്യൂക്കേഷൻ അഫക്റ്റ് ചെയ്യുന്നുണ്ട്, പോപ്പുലേഷൻ സൈസ് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. എന്താണ് അഫക്റ്റ് ചെയ്യാത്തത്? നാച്ചുറൽ റിസോഴ്സസ്. ഇതിൽ ലീസ്റ്റ് അഫക്റ്റ് ചെയ്യാത്ത കാര്യമാണ് നമ്മൾ എടുക്കുന്നത്, നാച്ചുറൽ റിസോഴ്സസ്. സോ ബി ഈസ് ദ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ? സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓൺട്രപ്രീനിയർ. 4 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ വരണം. എ ആണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. സോ ദ ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ ഈസ് എ. Next is, which of the following is listed as a factor of production? ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ ഇതിൽ പറഞ്ഞതിൽ ഏത്? ഔട്ട്പുട്ട് ആണോ, റവന്യൂ ആണോ, ലേബർ ആണോ, പ്രൈസ് ആണോ? നമുക്ക് ആകെ കൂടി ഉള്ളത് എന്താണ്? ലേബർ. സി ഈസ് ദ ആൻസർ. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഇൻകം ഓർ റിവാർഡ് ടു ക്യാപിറ്റൽ ആസ് എ ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ ഈസ് റെഫേർഡ് ടു ആസ്. ക്യാപിറ്റലിൻ്റെ കാര്യം നമ്മൾ തുടങ്ങിയിട്ടില്ല, പക്ഷെ നമുക്ക് അറിയാവുന്ന കാര്യം എന്താണ്? റെൻറ്റും വേജസും അല്ല എന്നറിയാം. അപ്പം ഇൻട്രസ്റ്റ് ആണോ പ്രോഫിറ്റ് ആണോ എന്നുള്ളതിൽ ഇനി അടുത്ത സെഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു ആസ്പെക്റ്റാണ് ഇൻട്രസ്റ്റ് ആണ് ക്യാപിറ്റലിൻ്റെ റിവാർഡ് എന്ന് പറയുന്നത്. സി ഈസ് ദ ആൻസർ. വിച്ച് among the following best describes the production? പ്രൊഡക്ഷനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് എന്താണ്? പ്രൊഡക്ഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ക്രിയേറ്റിംഗ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടു സാറ്റിസ്ഫൈ ഹ്യൂമൻ വാണ്ട്സ്. ശരിയായിട്ടുള്ളത്. പ്രോഡക്റ്റ് ഈസ് ദ റിസൾട്ട് ഓഫ് ദ പ്രൊഡക്ഷൻ പ്രോസസ്. രണ്ടും ശരിയായിട്ടുള്ളതാണ്. ഏതൊക്കെയാണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് എന്നുള്ളതാണ്. സോ ദ ആൻസർ ഈസ് ബോത്ത് 1 and 2. സി ഈസ് ദ ആൻസർ. നെക്സ്റ്റ്, consider the following statements. The primary aim of the production is the creation of goods and services. ഇതിൽ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് എന്തെന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സിനകത്ത് എന്താണ്? ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, ദ പ്രൈമറി എയിം ഓഫ് പ്രൊഡക്ഷൻ ഈസ് ദ ക്രിയേഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് എന്ന് പറയുമ്പോൾ ഓർമ്മിക്കുക അത് കറക്റ്റാണ്. ദ പ്രോസസ് ഓഫ് പ്രൊഡക്ഷൻ റിസൾട്ട്സ് ഇൻ സംതിങ് കോൾഡ് ആൻ ഇൻപുട്ട്. അത് വെച്ചാൽ പ്രൊഡക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സാധനം എന്താ? ഔട്ട്പുട്ടാണ്, ഇൻപുട്ട് അല്ല. ഇൻപുട്ട് പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു, അതിൽ നിന്ന് ഉണ്ടാക്കുന്നതാണ് ഔട്ട്പുട്ട്. സോ ദിസ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് റോങ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ്. അത് കഴിഞ്ഞിട്ട് അടുത്തത് എന്താണ്? ഓൾ ഓഫ് ദി എബൌട്ട്, ബിയും ഡിയും എലിമിനേഷൻ. അത് കഴിഞ്ഞിട്ട് അടുത്ത തേർഡ് സ്റ്റേറ്റ്മെൻറ്റ്, ഇൻപുട്സ് റിക്വയർഡ് ടു ക്യാരി ഔട്ട് പ്രൊഡക്ഷൻ ആർ ടേംഡ് ആസ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ശരിയാണ്. ഹ്യൂമൻ നീഡ്സ് ആർ ഫുൾഫിൽഡ് ബൈ ദ ഔട്ട്പുട്ട് ഓഫ് പ്രൊഡക്ഷൻ. ശരിയാണ്. അപ്പോൾ ആൻസർ എന്താണ്? 1, 3 and 4. സോ ദ ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ ഈസ് സി ഈസ് ദ ആൻസർ. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. അടുത്തത്, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്. അക്കോർഡിംഗ് ടു ദ മോഡേൺ എക്കണോമിക്സ് ദർ ആർ 3 കാറ്റഗറീസ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ഫാക്ടേഴ്സ്. തെറ്റാണ്. നമുക്കുള്ളത് എന്താണ്? പൊതുവെ അവർ 2 കാറ്റഗറീസ് ഓഫ് പ്രൊഡക്ഷൻ ആണ്. പ്രൈമറി ഫാക്ടേഴ്സ്, സെക്കൻഡറി ഫാക്ടേഴ്സും ആണ്. ദ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് റോങ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പോയി. അപ്പോൾ ഈ 2 ഓപ്ഷൻസ് തെറ്റാണ്. ലാൻഡ് ആൻഡ് ലേബർ ആർ കൺസിഡേർഡ് പ്രൈമറി ഫാക്ടേഴ്സ്. ശരി. Capital is classified as a primary factor because it is created from land. തെറ്റായിട്ടുള്ളത്. The entrepreneur is a secondary factor of production. ശരിയാണ്. ഇത് ശരിയാണ്. സോ 2 and 4 ആണ് നമുക്ക് കറക്റ്റായിട്ട് വന്നിരിക്കുന്ന ആൻസർ. സോ ദ ആൻസർ ഈസ് ബി. 2 and 4 ആണ് ഇതിലെ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ്. നെക്സ്റ്റ്, വിച്ച് among the following are correct statements? The demand for factors like land and labor is a direct demand. തെറ്റാണ്. നമുക്ക് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ്റെ എല്ലാവരുടെയും ഡിമാൻഡ് ഡിറൈവ്ഡ് ഡിമാൻഡാണ്. ദ ഡിമാൻഡ് ഫോർ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഈസ് എ ഡിറൈവ്ഡ് ഡിമാൻഡ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. സോ ദ ആൻസർ ഈസ് ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. അടുത്തത്, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്. ദ പ്രോഡക്റ്റ് ഈസ് ദ ഫൈനൽ റിസൾട്ട് ഓഫ് ദ പ്രൊഡക്ഷൻ പ്രോസസ്. പ്രൊഡക്ഷൻ ഈസ് ഡിഫൈൻഡ് ആസ് ദ ഫുൾഫിൽമെൻറ്റ് ഓഫ് ദ ഹ്യൂമൻ നീഡ്സ് ത്രൂ ക്രിയേറ്റിംഗ് ഇൻപുട്സ്. ഇൻപുട്സ് ആണോ? അല്ല, ഔട്ട്പുട്സ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ദിസ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് റോങ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ്. സെക്കൻഡ് വരുന്ന ഓപ്ഷൻസ് നമുക്ക് എന്ത് ചെയ്യാം? എലിമിനേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയും എലിമിനേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട് എന്താണ്? 1, 3 and 4 ആണ് ആൻസർ എന്നുള്ളത് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. ലേബർ, ലാൻഡ്, ക്യാപിറ്റൽ ആൻഡ് ഓൺട്രപ്രീനിയർ ആർ 4 key inputs. All factors of production are rewarded for their contribution. So ആൻസർ ഈസ് എ ആണെന്നുള്ളത് ഓൾറെഡി നമ്മൾ എലിമിനേഷനിലൂടെ കണ്ടതാണ്. അടുത്തത്, വിച്ച് among the following statements are true? Labor is a primary factor while capital is a secondary factor. Land is a secondary factor because it is a natural resource. അപ്പോൾ നമ്മൾ കണ്ടതാണ് ലാൻഡും ലേബറും പൊതുവെ എന്താണ്? പ്രൈമറി ഫാക്ടേഴ്സ് ആയിട്ടാണ് നമ്മൾ കരുതുന്നത്. ക്യാപിറ്റലും അതുപോലെ തന്നെ ഓൺട്രപ്രീന്യൂറുമാണ് നമ്മൾ സെക്കൻഡറി ഫാക്ടറായിട്ട് കണക്കാക്കുന്നത്. ദ ഓൺട്രപ്രീന്യൂർ ഈസ്
കൺസിഡേർഡ് ആസ് എ പ്രൈമറി ഫാക്ടർ ആസ് ദേ കൺട്രോൾ ദ ബിസിനസ്. തെറ്റാണ്. സോ ഇതിൻ്റെ അകത്ത് നമുക്ക് ആകെക്കൂടെ കറക്റ്റായിട്ട് പറയാൻ പറ്റുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് A1 ഒള്ളിയാണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് രണ്ടും നമുക്ക് തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ്. സെക്കൻഡ് ആൻഡ് തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് 1 ഒള്ളി ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്തത് കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്. റോങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ചൂസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആർ ഡിമാൻഡഡ് ഫോർ ദെയർ ഓൺ സേക്ക്. തെറ്റ്. The demand for these factors is known as the derived demand. ശരി. A firm requires different inputs to produce output. അതും ശരി. സോ ദ ഒള്ളി ആൻഡ് റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ഫസ്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോ ദ ആൻസർ ഈസ് 1 ഒള്ളി. A ആണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ബാക്കി എല്ലാം ഇപ്പോൾ തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്, സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ്, തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. തെറ്റായിട്ടുള്ള A1 ഒള്ളി തെറ്റായിട്ടുള്ളതായതുകൊണ്ട് തന്നെ D നമുക്ക് ആൻസർ അല്ല. സോ ദ ആൻസർ ഈസ് A1 ഒള്ളിയാണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. അടുത്തത് വിച്ച് among the following are the features of factors of production? Factors of production has physical existence. ശരിയാണ്. Demand for a factor of production is derived. ശരിയാണ്. All the factors of production are equally mobile. എന്ന് പറയുമ്പോൾ നമുക്കത് പറയാൻ പറ്റില്ല, പലർക്കും പല മൊബിലിറ്റിയാണ്. ദ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആർ ജോയിൻലി യൂസ്ഡ് ഇൻ ദ പ്രൊഡക്ഷൻ പ്രോസസ് ഓഫ് എ കമോഡിറ്റി. അപ്പം ഇതിൻ്റെ അകത്ത് 1, 2 and 4 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. കാരണം എല്ലാം ഈക്വലി മൊബൈൽ അല്ല എന്നുള്ളത് നമ്മൾ കണ്ടു. A is the answer. അടുത്തത് the demand for carpenters is high because the demand for new homes is high. This situation best illustrates which characteristic of the factors of production. എന്താണ്? ഏത് കാര്യമാണ്? ഡിമാൻഡ് ഫോർ എ ഫാക്ടറി ഈസ് ഡിറൈവ്ഡ്. വീടുകളുടെ ഡിമാൻഡ് കൂടുന്നു, അപ്പോൾ വീട് വയ്ക്കാനുള്ള ആൾക്കാരുടെയും ഡിമാൻഡ് കൂടും, അതുകൊണ്ട് കാർപ്പൻ്ററിൻ്റെയും ഡിമാൻഡ് കൂടി. സോ ദ ആൻസർ ഈസ് B. ഡിമാൻഡ് ഫോർ എ ഫാക്ടറി ഈസ് ഡിറൈവ്ഡ് എന്നുള്ളതാണ് അതിൻ്റെ ആൻസർ. അടുത്തത് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ദ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ദ ടേം ലാൻഡ് റെഫേഴ്സ് ടു അഗ്രികൾച്ചറൽ ലാൻഡ് അല്ലെങ്കിൽ സർഫസ് ഏരിയ ഓഫ് ദ എർത്ത്, മാൻ മെയ്ഡ് ഇൻഫ്രാസ്ട്രക്ചർ അല്ല. ഓൾ നാച്ചുറൽ റിസോഴ്സസ് അവൈലബിൾ ആസ് എ ഫ്രീ ഗിഫ്റ്റ് ഓഫ് ദ നേച്ചർ. B ആണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ലാൻഡ് എന്നുള്ള ഇതിൻ്റെ ഡെഫിനേഷൻ നമ്മൾ കണ്ടതാണ്. B is the answer. നെക്സ്റ്റ്, വാട്ട് ഈസ് എ റിവാർഡ് ഓർ ഇൻകം റിസീവ്ഡ് ഫോർ ദ യൂസ് ഓഫ് ലാൻഡ് ആസ് എ ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ? പഠിച്ചതാണ്. റെൻ്റ് ആണ് അതിൻ്റെ ആൻസർ. D ആണ് ആൻസർ എന്നുള്ളത് കണ്ടു. അടുത്തത് കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് ദ ലാൻഡ് ആസ് എ ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ. ഇറ്റ് ഇൻക്ലൂഡ്സ് ഓൺലി ദ റിസോഴ്സസ് ഫൗണ്ട് ഓൺ ദ സർഫസ് ഓഫ് ദ എർത്ത്. തെറ്റ്. ഇറ്റ് ഈസ് കൺസിഡർഡ് the most fundamental and primary factor. The reward for land is profit. തെറ്റ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മുടെ അടുത്ത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ചോദിച്ചു. ദർ ഈസ് ഓൺലി 1 സ്റ്റേറ്റ്മെൻറ്റ് വിച്ച് ഇസ് കറക്റ്റ്. 2. അതിപ്പം ആൻസർ എന്താണ്? 2 മാത്രമേ അവിടെ കറക്റ്റ് ആയിട്ടുള്ളൂ. 2 എന്നുള്ള ഒരേ ഒരു ഓപ്ഷൻ വരുന്ന B ആണ്. ദ ആൻസർ ഈസ് B. നെക്സ്റ്റ് ഈസ് assertion reason. In economics, natural resources like air, sea are considered land. Land encompasses all natural resources found on the surface, in the atmosphere and underground. ഈ റീസൺ കൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? സീനെയും എയറിനെയും എല്ലാം നമ്മൾ ലാൻഡ് എന്ന് പറയുന്നത്. സോ ബോത്ത് A and R are true and R is the correct explanation of A. A ആണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, വിച്ച് ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ ഈസ് കൺസിഡേർഡ് ദ മോസ്റ്റ് പ്രൈമറി ആൻഡ് ഫണ്ടമെൻ്റൽ? ഇതിലേതാണ് ഏറ്റവും പ്രൈമറിയും ഫണ്ടമെൻ്റലും ആയിട്ടുള്ള എല്ലാത്തിൻ്റെ അടിസ്ഥാനം? ലാൻഡാണ്. C is the answer. നെക്സ്റ്റ് ഈസ് വിച്ച് ഓഫ് ദ ഫോളോയിങ് പേയേഴ്സ് ഈസ് കറക്റ്റ്ലി മാച്ച്ഡ്? ലാൻഡ്, വേജസ്, ലേബർ, റെൻറ്റ്, ക്യാപിറ്റൽ ഇൻട്രസ്റ്റ്, ലാൻഡ് പ്രോഫിറ്റ്. അപ്പം ലാൻഡിന് കിട്ടുന്നത് എന്താണ്? നിങ്ങൾക്കറിയാം, റെൻ്റ് ആണെന്ന്. ലേബറിന് വേജസും ആണെന്ന് നിങ്ങൾക്കറിയാം. അപ്പം ഇതിൻ്റെ അകത്ത് ലാൻഡ് തെറ്റ്. ലാൻഡിന് റെൻ്റാണ് കിട്ടേണ്ടത്. അപ്പോൾ ഇത് രണ്ടും എലിമിനേറ്റഡ്. ലേബറിന് വേജ് ആണ് കിട്ടേണ്ടതെന്ന് പറയാം, ഇതും എലിമിനേറ്റഡ്. അപ്പോൾ ക്യാപിറ്റലിന് ഇൻട്രസ്റ്റ് ആണ് എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. C is the answer. ഇനി ഓൾ നാച്ചുറൽ റിസോഴ്സസ് യൂസ്ഡ് ഇൻ ദ പ്രൊഡക്ഷൻ പ്രോസസ് ഈസ് ഡെഫിനിഷൻ ഫോർ വിച്ച് ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ? ലാൻഡിൻ്റെ ആണ്. D ആണ് ആൻസർ എന്നുള്ളത് നമുക്കറിയാം. അടുത്തത് assertion reason. In modern economics, capital and entrepreneur are classified as secondary factors of production. ശരിയാണ്. Capital is not a primary resource. It is produced using land and labor and land as inputs, and the entrepreneur is the human agent that organizes the primary factors. Exactly correct ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഈ റീസൺ കൊണ്ടാണ് നമ്മൾ ഇവരെ രണ്ടുപേരെയും സെക്കൻഡറി ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. സോ ദ ആൻസർ ഈസ് ബോത്ത് A and R are true and R is the correct explanation of A. A ആണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. Next, the demand for factors of production such as land, labor and capital is a derived demand. Factors of production are not wanted for their own sake but are demanded for the purpose of producing consumer goods and services. അപ്പോൾ ഇതിൻ്റെ അകത്തും കറക്റ്റ് ആയിട്ടുള്ളത് എന്താണ്? ഇത് രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സും ശരിയാണ്. ഈ റീസൺ കൊണ്ടാണ് ഇവർക്ക് ഡിറൈവ്ഡ് ഡിമാൻഡ് എന്ന് പറയുന്നത്. സോ ദ ആൻസർ ഈസ് A. ബോത്ത് A and R are true and R is the correct explanation of A ആണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. അടുത്തത്, ലാൻഡ് ഈസ് കൺസിഡേർഡ് ആസ് എ പാസീവ് ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ. ലാൻഡ് ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് എ പാസീവ് ബിക്കോസ് ഇറ്റ് ഈസ് മോസ്റ്റ് പ്രൊഡക്റ്റീവ്
പ്രൊഡക്റ്റീവ് ഫാക്ടർ ആൻഡ് ക്യാൻ yield ഔട്ട്പുട്ട് വിത്തൗട്ട് ദി ഹെൽപ്പ് ഓഫ് ലേബർ ഓർ ക്യാപിറ്റൽ. ഹെൽപ്പ് ഇല്ലാതെ അതിന് ഔട്ട്പുട്ട് ഉണ്ടാക്കാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ അത് ആക്റ്റീവ് ഫാക്ടർ അല്ലേ? അപ്പോൾ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്, ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. സോ ദ ആൻസർ ഈസ് എ ഈസ് ട്രൂ ആൻഡ് ആർ ഈസ് ഫോൾസ്. സി ആണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. അടുത്തത്, the characteristic of land's heterogeneity means that total supply of land is fixed and cannot be changed. അതാണോ? അല്ല. Land is a passive factor and needs labor to be productive ആണോ? അല്ല. Every piece of land is identical and uniform in its composition ആണോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് പറഞ്ഞേനെ? Land is homogeneous എന്ന് പറഞ്ഞേനെ. Homogeneousൻ്റെ ഡെഫിനിഷനാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. All parcels of land vary in terms of fertility, location and quality. So the answer is C ആണ് ഇതിൻ്റെ. heterogeneity എന്ന് പറയുന്നതിൻ്റെ ഡെഫിനിഷൻ ഏകദേശം C ആണ്. So C is the answer. So next question is, land is not a homogeneous factor of production. ശരി. Land are not uniform. They differ in quality, location, fertility and natural resources they contain. ശരിയാണ്. So both A and R are true and R is the correct explanation of A. A is the answer for this question. Next is, in a production process, which of the following is not a factor of production? Factor of production അല്ലാത്ത എന്താ? Land ഉണ്ട്, labor ഉണ്ട്, capital ഉണ്ട്. Output ആണ് അല്ലാത്തത്. A is the answer. Next is, consider the following statements. Supply of land resources in an economy directly determines the potential level of its agriculture production. Land resources contribute to industrialization by providing minerals and materials for industries like construction. A sufficient supply of land is necessary to support the processes of both industrialization and urbanization. അപ്പോൾ ഇതെല്ലാം കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്, നമ്മൾ ഓൾറെഡി കണ്ടതാണ്. സോ ദ ആൻസർ ഈസ് ഡി ആണ്. നമ്മൾ പഠിച്ചപ്പോൾ കണ്ട ഫീച്ചേഴ്സിൽ വന്ന കാര്യങ്ങളാണ്. സോ ദ ആൻസർ ഈസ് D 1, 2, 3 ആർ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ്. നെക്സ്റ്റ്, which of the following statements are true? Productivity of land means the capacity of a piece of land to produce a crop. Correct. Average productivity of land is the output obtained from land divided by the area of land. ശരി. Marginal productivity of land is the increase in the output obtained from land when the area of the land used increases by 1 unit. ഒരു ഏക്കർ കൂടിയപ്പോൾ എത്ര കൂടി എന്നുള്ളതാണല്ലോ മാർജിനൽ. അപ്പോൾ ഈ മൂന്ന് സ്റ്റേറ്റ്മെൻറ്റ്സും എന്താണ്? ശരിയാണ്. സോ ദ ആൻസർ ഈസ് ഡി. മൂന്ന് സ്റ്റേറ്റ്മെൻറ്റ്സും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നെയാണ്. നമ്മൾ ഡയറക്റ്റ്ലി നോട്ടിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻ ആണ്. അടുത്തത്, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ബോത്ത് മാൻ മെയ്ഡ് എഫേർട്സ് സച്ച് എസ് ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് സയൻറ്റിഫിക് കൾട്ടിവേഷൻ ആൻഡ് ഇൻഹറൻറ്റ് ക്വാളിറ്റീസ് ലൈക്ക് നാച്ചുറൽ ഫാക്ടേഴ്സ് ആൻഡ് ലൊക്കേഷൻ ഇൻഫ്ലുവൻസസ് ദ ലാൻഡ്. ശരി. ദ വേ ദ ലാൻഡ് ഈസ് യൂസ്ഡ് ആൻഡ് ദ പ്രിവെയിലിംഗ് സോഷ്യൽ കണ്ടീഷൻസ് ഇൻ ആൻ ഏരിയ ആർ കൺസിഡർ കീ ഡെറ്റർമിനൻസ് ഓഫ് ലാൻഡ്. ശരിയാണ്. ഇതെല്ലാം ഡിസ്കസ് ചെയ്ത് പഠിച്ചതാണ്. ബോത്ത് ദ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ്. സി ഈസ് ദ ആൻസർ. 1 and 2 only എന്നുള്ളതാണ്. 1 and 2 എന്ന് തന്നെയാണ് കേട്ടോ, ഓൺലി വന്നു പോയതാണ്. സോ സി ഈസ് ദ ആൻസർ. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്. ലേബർ ഈസ് ആൻ ആക്റ്റീവ് ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ. ശരിയാണ്. ലേബർ കൺസിസ്റ്റ് എഫേർട്സ് ഓഫ് ബോഡി ഒള്ളി എന്ന് പറയുന്നത് തെറ്റാണ്. മെൻ്റൽ ലേബറും നമ്മൾ പഠിച്ചതാണ്, ഇൻ്റലക്ച്വൽ ലേബർ പഠിച്ചതാണ്. ലേബേഴ്സ് യൂസ് ദെയർ മാൻ പവർ ഇൻ ദ പ്രൊഡക്ഷൻ പ്രോസസ് എന്നുള്ളത് ശരിയാണ്. സോ 1 and 2 കറക്റ്റാണ്. ദ റിവാർഡ് ഫോർ ദ ലേബർ ഈസ് ഇൻട്രസ്റ്റ്, റെൻറ്റ്, പ്രോഫിറ്റ്, വേജസ് ആണ് എന്നുള്ളത് ഓൾറെഡി കണ്ടു. ഡി ആണ് ആൻസർ എന്ന് പറയുന്നത്. അടുത്തത്, ദ മാൻ പവർ ഓഫ് ദ ലേബർ ക്യാൻ ബി എൻഹാൻസ് ത്രൂ. എങ്ങനെയാണ് മാൻ പവർ കൂട്ടാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ലേബറിൻ്റെ ടോട്ടൽ വർക്കിൻ്റെ ക്വാളിറ്റി എല്ലാം കൂട്ടാൻ പറ്റുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഡ്യൂക്കേഷൻ, ട്രെയിനിങ്, സ്കിൽ ഡെവലപ്മെൻറ്റ്. അപ്പോൾ എല്ലാം വേണം അല്ലേ? സി ആണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. എല്ലാം വേണം ഒരു മാൻ പവർ കൂട്ടാനായിട്ട് വേണ്ടിയിട്ട്. ഇനി അടുത്തത്, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്. ലേബർ ഹാസ് ഓൾട്ടർനേറ്റീവ് യൂസസ്. ലേബർ ക്യാൻ ബി അക്യുമുലേറ്റഡ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണെന്നുള്ളൊരു കാര്യം നമുക്കറിയാം. ലേബറിന് ഓൾട്ടർനേറ്റീവ് യൂസസ് ഉണ്ട്. ആൻസർ ഈസ് ഇതിൽ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് ചോദിച്ചത്. സോ ആൻസർ എന്താണ്? തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് സെക്കൻഡ് 2 only. ബി ആണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. അടുത്തത്, അസേർഷൻ റീസൺ ആണ്. എ ലോയർ ഗിവിംഗ് എ ഫ്രീ പ്രൊഫഷണൽ അഡ്വൈസ് ടു എ ഫ്രണ്ട് ഈസ് കൺസിഡർഡ് ആസ് ലേബർ ഇൻ എക്കണോമിക്സ്. ആണോ? അല്ല. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റേ തെറ്റ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ഇൻ എക്കണോമിക്സ് ആൻഡ് ആക്ടിവിറ്റീസ് ഡിഫൈൻഡ് ആസ് എ ലേബർ ഓൺലി വെൻ ദ ഫിസിക്കൽ ഓർ മെൻ്റൽ എഫേർട്ട് ഈസ് പെർഫോംഡ് ഇൻ എക്സ്ചേഞ്ച് ഫോർ എ മോണിറ്ററി റിവാർഡ് ലൈക്ക് എ ഫീ ഓർ സാലറി. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. സോ ആർ ഈസ് ട്രൂ, എ ഈസ് ഫോൾസ്. ഡി ആണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. അടുത്തത്, consider the following statements regarding the characteristic of labor. A key feature of labor is that it is inseparable from the human worker and cannot be stored for later use. അതെ, ഇൻസെപ്പറബിൾ ആണ്. ലേറ്റർ യൂസിന് സേവ് ചെയ്യാൻ പറ്റത്തില്ല. വെൻ എ പേഴ്സൺ വർക്ക്സ് ഫോർ എൻ എംപ്ലോയർ ദേ ആർ സെല്ലിംഗ് ദെയർ സർവീസ് ഓർ ലേബർ പവർ, നോട്ട് ദംസെൽസ് എസ് കമ്മോഡിറ്റി. കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. അൺലൈക്ക് അതർ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഹ്യൂമൻ എലമെൻറ്റ് ഓഫ് ലേബർ ലാക്സ് മൊബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റാണ്. 1 ഉം 2 ആണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. സോ ബി ഈസ് ദി ആൻസർ.
അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് നോട്ട് ട്രൂ. ലേബർ ഈസ് യുണീക്ക് ബിക്കോസ് ഇറ്റ് ഈസ് ഡയറക്ട്ലി കണക്റ്റഡ് ടു ദ ഹ്യൂമൻ വർക്കർ ഹു പ്രൊവൈഡ്സ് ഇറ്റ്. ലേബർ എന്ന് പറയുന്നത് യുണീക്കാണ്, കാരണം അത് കണക്റ്റഡ് ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആയിട്ടുള്ളതാണ്. നമ്മുടെ അടുത്ത് ചോദ്യം നോട്ട് ട്രൂ ആണ്. എ കീ ഫീച്ചർ ഓഫ് ദ ലേബർ ഈസ് ദാറ്റ് ഇറ്റ് ക്യാൻ ബി സ്റ്റോർഡ് ആൻഡ് സേവ്ഡ് ഫോർ ഫ്യൂച്ചർ യൂസ് ഇഫ് നോട്ട് യൂസ് ടുഡേ. അപ്പോൾ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞു, ബി ആണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. പക്ഷേ അടുത്തേയും കൂടി സപ്ലൈ ഓഫ് ലേബർ ഈസ് ഓഫൺ മെഷേർഡ് ഇൻ മാൻഡേസ് പെർ ഇയർ. വർക്കേഴ്സ് ഹാവ് മൊബിലിറ്റി അലോയിങ് ദം ടു മൂവ് ആസ് എ ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ. ബാക്കിയെല്ലാം ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ്. ബി ഈസ് ദ ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് scenarios best illustrates a simple division of labor. A car assembly line where each worker installs a different part. A single artisan who designs cars and finishes a complete wooden table. ഇതിൽ ആരാണ്? സെക്കൻഡ് ആണ് അല്ലേ, ബി, ടു ഓൺലി. ഒരാൾ വലിയ സ്പെഷ്യലൈസ്ഡ് ടാസ്ക് ഒന്നും ഡിവൈഡഡ് അല്ല, ആരും സ്പെഷ്യലൈസ്ഡ് അല്ല. സോ സിമ്പിൾ ഡിവിഷൻ ഓഫ് ലേബർ പറയുന്നത് സെക്കൻഡ് ആൾ തന്നെയാണ്. അടുത്തത്, വാട്ട് ഡിസ്ക്രൈബ്സ് എ കോംപ്ലെക്സ് ഡിവിഷൻ ഓഫ് ലേബർ. ഈച്ച് വർക്കർ കംപ്ലീറ്റ്സ് ദ എൻ്റയർ പ്രൊഡക്ഷൻ ആണോ? അല്ല. വർക്കേഴ്സ് ഫ്രീക്വൻറ്റ്ലി സ്വിച്ച് ബിറ്റ്വീൻ ഡിഫറെൻറ്റ് ടാസ്ക് ആണോ? അല്ല. പ്രൊഡക്ഷൻ പ്രോസസ് ഈസ് ഡിവൈഡഡ് ഇൻ ടു മെനി സ്പെഷ്യലൈസ്ഡ് സബ് ടാസ്ക് ആൻഡ് ഈച്ച് വർക്കർ ഓർ എ ഗ്രൂപ്പ് ഫോക്കസിങ് ഓൺ എ സിംഗിൾ ടാസ്ക് റിപ്പീറ്റഡ്ലി. ഇതാണ് ശരിക്കും നമ്മുടെ കാര്യം എന്ന് പറയുന്നത്. ഓൾ വർക്കേഴ്സ് കൊളാബറേറ്റഡ് ഓൺ എവറി സ്റ്റേജ് ഓഫ് പ്രൊഡക്ഷൻ പ്രോസസ് ടുഗെദർ. അല്ല. സോ ആൻസർ ഈ സി ആണ് കോംപ്ലെക്സ് ഡിവിഷൻ ഓഫ് ലേബറിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ഡെഫിനിഷൻ എന്ന് പറയുന്നത്. അടുത്തത്, വാട്ട് ഈസ് എ മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ കോൾഡ് വെൻ മോർ ലേബർ ആൻഡ് ലെസ് ക്യാപിറ്റൽ ഈസ് യൂസ്ഡ്. വി ഹാവ് ഓൾറെഡി ലേൺഡ് ഇറ്റ് ഈസ് നോൺ ആസ് ദ ലേബർ ഇൻറ്റൻസീവ് ടെക്നിക്. സി ആണ് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. സോ കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് ദ ലേബർ ഇൻറ്റൻസീവ് ടെക്നിക്. എന്താണ് ലേബർ ഇൻറ്റൻസീവ് ടെക്നിക്? ഇറ്റ് ഇൻവോൾവ്സ് ദ യൂസ് ഓഫ് എ ലാർജ് നമ്പർ ഓഫ് ലേബറേഴ്സ് ഇൻ പ്രൊഡക്ഷൻ. ഇറ്റ് റിക്വയർസ് എ ഹൈ ലെവൽ ഓഫ് ലേബറേഴ്സിനെ യൂസ് ചെയ്യും. ഒബ്വിയസ്ലി ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ഇറ്റ് റിക്വയർസ് എ ഹൈ ലെവൽ ഓഫ് ക്യാപിറ്റൽ യൂട്ടിലൈസേഷൻ ആൻഡ് അഡ്വാൻസ് മെഷീനറി. തെറ്റാണ്. ലോ ലെവലിൽ നിന്ന് നമ്മൾ പഠിച്ചതാണ് ക്യാപിറ്റലിൻ്റെ കാര്യത്തിൽ. ഇറ്റ് ജനറലി കൺസിഡർഡ് ആസ് എൻ എക്കോ ഫ്രണ്ട്ലി മെത്തേഡ്. അത് ശരിയാണ്. ഇറ്റ് യൂഷ്വലി ഇൻവോൾവ്സ് ലിമിറ്റഡ് യൂസ് ഓഫ് മോഡേൺ ടെക്നോളജി എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. സോ വാട്ട് ഈസ് ദ ആൻസർ? ഇതിൻ്റെ അകത്ത് നമുക്കറിയാം 2 എന്നുള്ള ഓപ്ഷൻ വരില്ല. അപ്പോൾ 2 എന്നുള്ള ഓപ്ഷൻ വരുന്ന എല്ലാം നമുക്ക് എന്ത് ചെയ്യണം? എലിമിനേറ്റ് ചെയ്ത് കളയണം. അപ്പോൾ പൊതുവെ ഇതിൻ്റെ അകത്ത് ആൻസർ എന്താണ്? നമ്മുടെ ബി ആണ് ആൻസർ. 1, 3 and 4 ആണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ലിമിറ്റഡ് യൂസ് ഓഫ് മോഡേൺ ടെക്നോളജി യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഒരു കാര്യം വർക്കൗട്ട് ചെയ്യുന്നത്. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് കറക്റ്റ്ലി ഡിഫൈൻസ് ദ ഇൻഫോർമൽ ലേബർ. എന്താണ് ഇൻഫോർമൽ ലേബർ എന്ന് പറയുന്നത്? വർക്കേഴ്സ് എംപ്ലോയിഡ് ഇൻ ഫോർമൽ സെക്ടർ ആണോ? അല്ല. വർക്കേഴ്സ് ഇൻ ഇൻഫോർമൽ സെക്ടർ ഓർ ഹൗസ് ഹോൾഡ്സ് എക്സ്ക്ലൂഡിംഗ് ദോസ് വിത്ത് ദ സോഷ്യൽ സെക്യൂരിറ്റി ബെനിഫിറ്റ്സ് ഫ്രം എംപ്ലോയീസ് ആണോ? നമുക്കത് നോക്കാം. റെഗുലർ എംപ്ലോയീസ് ആണോ? അല്ല. ഓൺലി വർക്കേഴ്സ് എൻഗേജ്ഡ് ഇൻ ലാർജ് എൻ്റർപ്രൈസസ് വിത്ത് മോർ ദാൻ 10 എംപ്ലോയീസ് ആണോ? അല്ല. സോ ദ റിമൈനിങ് ഓപ്ഷൻ ഇതായതുകൊണ്ട് നമ്മൾ ഈ ഓപ്ഷൻ ചൂസ് ചെയ്യുന്നതാണ്. ഓക്കെ. അടുത്തത്, ബി ആയിരുന്നു അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. വാട്ട് ഡസ് എ ഗിഗ് ലേബർ എൻഗേജ് ഇൻ? എന്താണ് ഗിഗ് ലേബർ എൻഗേജ് ചെയ്യുന്നത്? പെർമനൻറ്റ് എംപ്ലോയ്മെൻ്റ് ആണോ? അല്ല. ഇൻഫോർമൽ സെക്ടർ ഔട്ട്സൈഡ് ട്രഡീഷണൽ എംപ്ലോയ് റിലേഷൻഷിപ്പ് ആണോ? ആണ്. ബാക്കി രണ്ടും അല്ല. സോ ദ ആൻസർ ഈസ് ബി ആണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, വാട്ട് കൈൻഡ് ഓഫ് പ്ലാറ്റ്ഫോംസ് ഡു പ്ലാറ്റ്ഫോം വർക്കേഴ്സ് പ്രൈമർലി യൂസ്? കൺസ്ട്രക്ഷൻ പ്ലാറ്റ്ഫോംസ്, ഗവൺമെൻറ് പ്ലാറ്റ്ഫോം, മാനുഫാക്ചറിംഗ് പ്ലാറ്റ്ഫോംസ്. എന്താണ് ഉത്തരം? ഓൺലൈൻ പ്ലാറ്റ്ഫോംസ്. ബി ആണ് പ്ലാറ്റ്ഫോം വർക്കേഴ്സ് യൂസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോംസ് എന്ന് പറയുന്നത്. വിച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഈസ് യൂണിക് ടു ലാൻഡ് ആസ് എ ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ? ലാൻഡ് റെഫേഴ്സ് ടു എനി നാച്ചുറൽ റിസോഴ്സ്. ഇറ്റ് ഈസ് ഇമ്മൊബൈൽ. ദ ഇൻകം കംസ് ഫ്രം ലാൻഡ് ഈസ് നോൺ ആസ് എ പ്രോഫിറ്റ്. അപ്പം ഇതിൻ്റെ അകത്ത് ഇമ്മൊബിലിറ്റി, നാച്ചുറൽ റിസോഴ്സ് 1 and 2 ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ബി ഈസ് ദ ആൻസർ. Which among the following are not true about land as a factor of production? Total availability is fixed. ശരിയായിട്ടുള്ള കാര്യം. ലാൻഡ് ഈസ് ഇമ്മൂവബിൾ. ശരിയാണ്. ലാൻഡ് ഈസ് പ്രൈമറി ആൻഡ് ആക്റ്റീവ് ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ ആണോ? അല്ല. ആക്റ്റീവ് അല്ല. സോ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ബി ആണ്. 3 only is the answer for this particular question. Which of the following scenario is best exemplifies labor? ലേബറിനെ എന്താണ് എക്സംപ്ലിഫൈ ചെയ്യുന്നത്? ഹോം മേക്കർ ക്ലീനിങ് ദെയർ ഓൺ ഹൗസ്. അല്ല. സാലറീഡ് കാർപ്പൻ്റർ ബിൽഡിംഗ് ഫർണിച്ചർ ഫോർ എ കസ്റ്റമർ. ശരിയായിട്ടുള്ള കാര്യമാണ്. എ ഷെയർ ഹോൾഡർ റിസീവിങ് എ ഡിവിഡൻഡ്. അല്ല. അവരൊരു ഇൻവെസ്റ്ററാണ്, അവർക്ക് കാശ് കിട്ടുന്നത്. പേഴ്സൺ സിംഗിങ് ദ ഷവർ ഫോർ ദെയർ ഓൺ എൻജോയ്മെൻറ്റ്. അല്ല. സോ ദ ആൻസർ ഈസ് സി ഈസ് ദ ആൻസർ ഫോർ ദിസ് പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ആൻസർ ഡിസ്കഷനോടുകൂടി നമ്മുടെ ഒരു പോർഷൻസ് ലാൻഡ് ആൻഡ് ലേബർ എന്നുള്ള ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്നുള്ളത് നമ്മൾ കൺക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ ലെറ്റ്സ് ആക്ച്വലി ഹാവ് എ വെരി ക്വിക്ക് റിവൈൻഡ് ഓഫ് ദി പോർഷൻ. ഓക്കെ. സോ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്നുള്ളൊരു ടോപ്പിക്കിൽ എന്താണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ? പ്രൊഡക്ഷനെ സഹായിക്കുന്നു. ഇത് വെച്ചിട്ട് നമുക്ക് പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്നു. അതിനെയാണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. 4 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഉണ്ട്. ആ 4 ലാൻഡും ലേബർ എന്ന് പറയുന്നത് നമ്മുടെ എന്താണ് പ്രൈമറി ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനും അതേസമയം ക്യാപിറ്റലും ഓൺടർപ്രീനിയറും സെക്കൻഡറി ഫാക്ടർ ഓഫ് പ്രൊഡക്ഷനുമാണ് എന്നുള്ളൊരു കാര്യം നമ്മൾ കണ്ടു. അതുപോലെ തന്നെ ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഡിമാൻഡ്, ഇവരുടെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഡിമാൻഡ് ഒരു ഡിറൈവ്ഡ് ഡിമാൻഡ് ആണെന്നുള്ളൊരു കാര്യം നമ്മൾ കണ്ടു. അതുപോലെ തന്നെ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട് ഫാക്ടേഴ്സ്
ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ജോയിൻലി ആണ് നമ്മൾ പ്രൊഡക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്ന വേരിയബിൾ ഫാക്ടർ പ്രൊപ്പോർഷൻസ് ആണ്. ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഉണ്ട്, അവരുടെ ഫാക്ടർ സർവീസസ് യൂസ് ചെയ്യും. ഡിറൈവ്ഡ് ഡിമാൻഡാണ് ഇവർക്കുള്ളത്. അതുപോലെ തന്നെ എല്ലാ ഫാക്ടേഴ്സും ഈക്വലി മൊബൈൽ അല്ല എന്നുള്ളൊരു കാര്യം നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ലാൻഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എല്ലാ നാച്ചുറൽ റിസോഴ്സും ലാൻഡാണ്. ലാൻഡിന് കിട്ടുന്ന റിവാർഡാണ് റെൻറ്റ് എന്ന് പറയുന്ന ഒരു കാര്യം. ലാൻഡിൻ്റെ അകത്തും ഫീച്ചേഴ്സ് ഉണ്ട്. എല്ലാ ലാൻഡും ഒരുപോലെയല്ല. ലാൻഡിൻ്റെ അവൈലബിലിറ്റി ഫിക്സ്ഡ് ആണ്. ലാൻഡ് ഇമ്മൊബൈൽ ആയിട്ടുള്ള ഒരു കാര്യമാണെന്നുള്ളത് കണ്ടു. അപ്പം ലാൻഡിൻ്റെ ഹെട്രോജിനിറ്റി എന്നുള്ളൊരു ആസ്പെക്റ്റ് നമ്മൾ കണ്ടിട്ടുണ്ട്. കാരണം ലാൻഡിൻ്റെ പലതരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ട് ലാൻഡ് ഹെട്രോജിനസ് ആണ്. അതുപോലെ ലാൻഡ് ഒരു പ്രൈമറി ഫാക്ടറാണ്, പാസീവ് ഫാക്ടറാണ്. പാസീവ് ഫാക്ടർ എന്തുകൊണ്ടെന്ന് വെച്ചാൽ ലാൻഡിന് സ്വമേധയാ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല, മറ്റൊരാളുടെ ആപ്ലിക്കേഷൻ, ലേബറിൻ്റെയും ക്യാപിറ്റലിൻ്റെയും ആപ്ലിക്കേഷനോട് കൂടിയാണ് ലാൻഡിൻ്റെ പ്രൊഡക്ടിവിറ്റി വരുന്നു എന്നുള്ളൊരു പോയിന്റ് നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഹെട്രോജിനിറ്റി ഓൾറെഡി പറഞ്ഞു, ലാൻഡിൻ്റെ പല ഫീച്ചേഴ്സ് കാരണമുള്ള മാറ്റങ്ങൾ. പിന്നെ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ റിട്ടേൺസ് ലാൻഡുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ കൂടുതൽ പറയുന്നത്. കാരണം ഒരു ഫാക്ടർ ഫിക്സ്ഡ് ആയിട്ടിരിക്കുമ്പോൾ വേരിയബിളായിട്ട് വീണ്ടും വീണ്ടും ഫാക്ടേഴ്സ് ആഡ് ചെയ്യുമ്പോൾ ജനറേറ്റഡ് ആവുന്ന ഔട്ട്പുട്ട് കുറഞ്ഞുകൊണ്ടിരിക്കും. ഗ്രാജുവലി അത് കുറയും എന്നുള്ളൊരു കാര്യമാണ് നമ്മളിവിടെ കാണുന്നത്. പിന്നെ ലാൻഡിൻ്റെ ഫംഗ്ഷൻസിൻ്റെ അകത്ത് അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ, ഇൻഡസ്ട്രിയലൈസേഷനെ ഹെൽപ്പ് ചെയ്യുന്നു, അർബനൈസേഷനെ ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ മിനറൽ റിസോഴ്സസ് എല്ലാം ഉള്ളതുകൊണ്ട് തന്നെ ഓരോ ഇൻഡസ്ട്രീസിനെ അത് ഹെൽപ്പ് ചെയ്യുന്നു. ഇതെല്ലാം നമ്മൾ ലാൻഡിൻ്റെ ഫംഗ്ഷനുമായിട്ട് ബന്ധപ്പെട്ട് കണ്ടതാണ്. ഒരു കൃത്യമായിട്ട് ലാൻഡ് ടു മാൻ റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്ത് പോകണം എന്നുള്ളൊരു ആസ്പെക്റ്റ് നമ്മൾ കണ്ടതാണ്. അതുപോലെ പ്രൊഡക്ടിവിറ്റി ഓഫ് ലാൻഡ് എന്ന് പറഞ്ഞാൽ എത്രത്തോളം ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അത് ആവറേജ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ പ്രൊഡക്ഷൻ ബൈ ഏരിയ ആണ്. അതേസമയം മാർജിനൽ എന്ന് വെച്ചാൽ ഒരു യൂണിറ്റ് ഓഫ് ലാൻഡ് കൂടുതലായിട്ട് ഉപയോഗിച്ചാൽ എത്ര കണ്ട് ഔട്ട്പുട്ട് കൂടും എന്നുള്ളതാണ് മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഓഫ് ലാൻഡ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് എന്നുള്ളതും കണ്ടു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡെറ്റർമിനൻസ് ഓഫ് ലാൻഡ് എന്നുള്ളതിൻ്റെ അകത്ത് നാച്ചുറൽ ഫാക്ടേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ പ്രോപ്പർ യൂസ് ഓഫ് ലാൻഡ് ചെയ്യണം, ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ലാൻഡ്, ലൊക്കേഷൻ ഓഫ് ലാൻഡ്, സയൻറ്റിഫിക് മെത്തേഡ് ഓഫ് കൾട്ടിവേഷൻ യൂസിങ് ദ ഇംപ്രൂവ്ഡ് ടെക്നോളജി എന്നുള്ള കാര്യങ്ങളെല്ലാം, സോഷ്യൽ കണ്ടീഷൻസ്, ഇതെല്ലാം നമ്മൾ കണ്ട കാര്യങ്ങളാണ്. അത് കഴിഞ്ഞിട്ട് ലേബർ എന്നുള്ളൊരു ആസ്പെക്റ്റിനകത്ത് ഫോർമൽ ലേബർ എന്താണെന്ന് പഠിച്ചു. അതുപോലെ തന്നെ ലേബർ എന്ന് വെച്ചാൽ ഒരു ആക്റ്റീവ് ഫാക്ടറാണ്. കാരണം മറ്റെല്ലാ ഫാക്ടേഴ്സിനെയും ഇത് വെച്ച് നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് എന്നുള്ളൊരു കാര്യം. അതുപോലെ തന്നെ ലേബറിൻ്റെ അകത്ത് ഹ്യൂമൻ എഫേർട്സ് വരുന്നുണ്ട്. അതിൻ്റെ അകത്ത് ഇൻ്റലക്ച്വൽ എഫേർട്ട് ഉണ്ട്, മെൻ്റൽ എഫേർട്ട് ഉണ്ട്, ഫിസിക്കൽ എഫേർട്ട് ഉണ്ട്. അപ്പോൾ ലേബറിനെ നമ്മൾ മെഷർ ചെയ്യുന്നത് മാൻ പവർ എന്നുള്ളൊരു ആസ്പെക്റ്റ് വെച്ചിട്ടാണ്. അതുപോലെ തന്നെ ലേബറിൻ്റെ സപ്ലൈനെ മെഷർ ചെയ്യുന്നത് മാൻഡീസ് പെർ ഇയർ വെച്ചിട്ടാണ് നമ്മൾ മെഷർ ചെയ്യുന്നു എന്നുള്ളൊരു കാര്യം പറഞ്ഞു. അപ്പോൾ റിവാർഡ് ഇത് ചെയ്യുന്നതിനെല്ലാം കൂലി കിട്ടുമ്പോൾ മാത്രമാണ് അത് ലേബറായിട്ട് മാറുന്നത്. ടെമ്പററി വർക്കേഴ്സിന് വേജസും പെർമനൻ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് സാലറീസും കിട്ടും. പക്ഷേ ചിലപ്പോഴെല്ലാം വേജസ് പെയ്ഡ് ഇൻ ക്യാഷ്, ഇൻ കൈൻഡ് എന്നുള്ളൊരു കോൺസെപ്റ്റ് എന്താണെന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ലേബറിനെ നമുക്ക് ട്രെയിൻ ചെയ്യാനെല്ലാം പറ്റും. മാത്രമല്ല നമ്മളിപ്പോൾ അത് യൂസ് ചെയ്തില്ലെങ്കിൽ അത് വേസ്റ്റഡ് ആണ്. ലേബർ കനോട്ട് ബി അക്യുമുലേറ്റഡ് എന്നുള്ളൊരു കാര്യവും, ലേബറിന് മൾട്ടിപ്പിൾ ഓൾട്ടർനേറ്റീവ് യൂസസ് ഉണ്ട് എന്നുള്ളൊരു കാര്യവും നമ്മൾ കണ്ടതാണ്. അതുപോലെ ഫിസിക്കൽ ലേബർ എന്താണ്, മെൻ്റൽ ലേബർ എന്താണ്, ഒരേ ആൾ ഒരേ കാര്യം ചെയ്യുമ്പോൾ കാശിന് വേണ്ടി ചെയ്യാത്തപ്പോൾ അത് ലെഷർ ആക്ടിവിറ്റി ആയിട്ട് കണക്കാക്കും എന്നുള്ളൊരു കാര്യം കൂടി നമ്മൾ കണ്ടതാണ്. അപ്പോൾ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലേബറിൻ്റെ അകത്ത് ഇറ്റ് ഈസ് ഇൻസെപ്പറബിൾ ഫ്രം ദ വർക്കർ, ഇറ്റ് കനോട്ട് ബി സ്റ്റോർഡ് ഫോർ എ ഫ്യൂച്ചർ, ഇറ്റ് കനോട്ട് ബി അക്യുമുലേറ്റഡ്, ഇറ്റ് ഗോട്ട് മൊബിലിറ്റി എന്നുള്ളതെല്ലാം നമ്മൾ കണ്ടതാണ് എന്നുള്ളൊരു കാര്യം ഓർമ്മിക്കുക. അതുപോലെ തന്നെ സപ്ലൈ ഓഫ് ലേബർ എങ്ങനെയാണ്, പിന്നെ സപ്ലൈ ഓഫ് ലേബറിനെ തീരുമാനിക്കുന്ന പോപ്പുലേഷൻ്റെ ഏജ്, അങ്ങനെയുള്ള ഘടകങ്ങളാണ് എന്നുള്ളൊരു കാര്യം കണ്ടു. സിമ്പിൾ ഡിവിഷൻ ഓഫ് ലേബറും കോംപ്ലക്സ് ഡിവിഷൻ ഓഫ് ലേബറും കണ്ടു. സിമ്പിൾ ഡിവിഷൻ ഓഫ് ലേബറിൻ്റെ അകത്ത് എന്താണ് നമ്മൾ കണ്ടത്, എല്ലാവരും കൂടി ഒരു വർക്ക് ചെയ്യുന്നു, ആർക്കും സ്പെഷ്യലൈസേഷൻ ഇല്ല. കോംപ്ലക്സ് ഡിവിഷനിൽ ഒരു വർക്കിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു, ഓരോ ആൾക്കാരും ഓരോ ജോലി ചെയ്യുന്നു. അപ്പോൾ കോംപ്ലക്സ് ഡിവിഷൻ്റെ അകത്ത് സ്പെഷ്യലൈസേഷൻ വരുന്നതുകൊണ്ട് എഫിഷ്യൻസി കൂടുന്നു, ടൈം യൂസ് കുറയുന്നു എന്നുള്ളൊരു കാര്യം നമ്മൾ കണ്ടതാണ്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ പഠിച്ചത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലേബർ ഇൻറ്റൻസീവ് ടെക്നിക്കാണ്. അതിൽ പ്രൊഡക്ഷൻ ഓഫ് കൂടുതൽ ലേബറേഴ്സ് കാണും, ലോ ലെവൽ ഓഫ് ക്യാപിറ്റൽ ഇതായിരിക്കും, ലിമിറ്റഡ് യൂസ് ഓഫ് ടെക്നോളജി ആയിരിക്കും വരുന്നത്, കൂടുതൽ എക്കോ ഫ്രണ്ട്ലി ആയിരിക്കും. ഇക്കാര്യങ്ങളെല്ലാം നമ്മൾ വിശദമായിട്ട് അവിടെ കണ്ടതായിരുന്നു. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ഓൾറെഡി കണ്ട കാര്യങ്ങളായിരുന്നു. ഇതെല്ലാം SCERT ബുക്കിൻ്റെ അകത്ത് പറയുന്നു. പിന്നെ ക്ലാസിഫിക്കേഷൻ ഓഫ് ലേബറിൻ്റെ അകത്ത് ഇൻഫോർമൽ ലേബേഴ്സ് എന്ന് വെച്ചാൽ അൺഓർഗനൈസ് സെക്ടേഴ്സിലും ഇൻഫോർമൽ സെക്ടറിലും വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെന്ന് പറഞ്ഞു. അതുപോലെ അൺഓർഗനൈസ് സെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൽഫ് എംപ്ലോയിഡ്, അല്ലെങ്കിൽ ഒരാളൊരു ജോബ് തുടങ്ങുന്നു, ഒരു എൻ്റർപ്രൈസ് തുടങ്ങുന്നു, അതിൻ്റെ അകത്ത് 10 താഴെ ജോലി ചെയ്യുന്നവരാണുള്ളതെങ്കിൽ അതിനെ അൺഓർഗനൈസ്ഡ് സെക്ടർ എന്ന് പറയുന്നത് കണ്ടു. ആസ് പെർ ദ നാഷണൽ കമ്മീഷൻ ഫോർ എൻ്റർപ്രൈസസ് ഇൻ അൺഓർഗനൈസ് സെക്ടർ ക്ലാസിഫിക്കേഷൻ പ്രകാരം എന്നുള്ളത് കണ്ടു. ഗീക്ക് ലേബർ എന്ന് വെച്ചാൽ ട്രഡീഷണൽ എംപ്ലോയർ റിലേഷൻഷിപ്പിൻ്റെ വെളിയിലുള്ളവരാണെന്ന് കണ്ടു. പ്ലാറ്റ്ഫോം വർക്കേഴ്സ് എന്ന് വെച്ചാൽ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൻ്റെ സഹായത്തോടു കൂടി വർക്ക് ചെയ്യുന്നവരാണ്. കോൺട്രാക്ട് ലേബർ എന്ന് വെച്ചാൽ ഒരു കോൺട്രാക്റ്റിൻ്റെ ബേസിസിൽ വർക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. സോ ഈ ഒരു ടോപ്പിക്ക് പഠിച്ചു തീരുന്നതോടുകൂടി ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ്റെ ലാൻഡ് ആൻഡ് ലേബർ എന്നുള്ളൊരു ടോപ്പിക്ക് നമ്മൾ കൃത്യമായിട്ട് ഈ എക്സാമിൻ്റെ റിക്വയർമെൻറ്റ് അനുസരിച്ച് തീർത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്യാപിറ്റലിനെ പറ്റിയിട്ടും അതുപോലെ ഓൺട്രപ്രീനറിനെ പറ്റിയിട്ടുമായിരിക്കും അടുത്ത ക്ലാസ്. താങ്ക് യു.